എല്ലാ മേഖലയിലും നമ്മളെ സഹായിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ദൈവം വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനും വാക്ക് മാറാത്തവനുമാണ്. ഇന്ന് ദൈവത്തിന്റെ പ്രവൃത്തി നമ്മൾ കാണുക തന്നെ ചെയ്യും. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം, നന്ദിയോടെ കർത്താവിനെ വാഴ്ത്താം. പരിശുദ്ധാത്മാവിന്റെ വലിയ കൃപയ്ക്ക് നമുക്ക് ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. കാൽവരി ക്രൂശിൽ എൻ്റെ കർത്താവ് എൻ്റെ പാപത്തെയും എൻ്റെ ശാപത്തെയും തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനുമാണ്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ രോഗത്തിനോ രോഗശക്തിക്കോ രോഗത്തിൻ്റെ ദുരാത്മാക്കൾക്കോ എൻ്റെ മേൽ അവകാശമില്ല, അനുവാദമില്ല. ജാതികളുടെ നടുവിൽ എൻ്റെ സന്തതികളെയും വംശങ്ങളുടെ മധ്യ എൻ്റെ പ്രജയം അറിയും. എൻ്റെ തലമുറകളെ കാണുന്നവരൊക്കെയും യഹോവ അനുഗ്രഹിക്കപ്പെട്ട തലമുറയെന്ന് പറയും. ഞാനത് കേൾക്കും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടി മരിക്കുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തുകയില്ല. ഭൂലോകത്തിന്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും ഇന്ന് സുവിശേഷം അറിയിക്കുവാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ പുറത്താക്കുവാനും ഇന്ന് മരിച്ചവരെ ഉയർപ്പിക്കുവാനും കർത്താവ് അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി യേശുവേ. കർത്താവിന്റെ വലിയ കൃപയ്ക്കായി സ്തുതിക്കുന്നു, വലിയ കൃപയ്ക്കായി നന്ദി പറയുന്നു. ദൈവം നമുക്ക് വേണ്ടി വലിയ കാര്യങ്ങളെ ചെയ്യും. വലിയ പ്രവൃത്തികളാൽ പരിശുദ്ധാത്മാവ് നമ്മളെ നിറയ്ക്കുക തന്നെ ചെയ്യും. അല്പനേരം ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിച്ച്, അല്പനേരം ദൈവസന്നിധിയിൽ ഒന്ന് വിശ്വസിച്ച് കർത്താവിന്റെ വലിയ കൃപ നമ്മുടെ ജീവിതത്തിൽ വ്യാപരിക്കുവാൻ, എല്ലാ മേഖലകളിലും ദൈവാത്മാവിന്റെ ശക്തി വ്യാപരിക്കുവാൻ, സകലത്തിലും ദൈവത്തിന്റെ കൃപ വ്യാപരിപ്പാൻ ദൈവം നമ്മളെ എല്ലാവരെയും ഇന്ന് സഹായിക്കും. എല്ലാവരും ഒന്ന് അല്പനേരം ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച, പരിശുദ്ധാത്മാവേ എന്നോട് അങ്ങ് ഇടപെടുമാറാകണമേ, പരിശുദ്ധാത്മാവേ അങ്ങ് എന്നെ സഹായിക്കുമാറാകണമേ, പരിശുദ്ധാത്മാവേ അങ്ങ് എൻ്റെ ജീവിതത്തിൽ അങ്ങയുടെ വലിയ പ്രവൃത്തിയെ, ദൈവത്തിന്റെ വലിയ പ്രവൃത്തിയെ അനുഭവിക്കുവാൻ തക്കവണ്ണം അങ്ങനെ ഇടയാക്കുന്നല്ലോ. നന്ദി യേശുവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവേ അങ്ങയുടെ വലിയ മഹത്വത്തിനായി നന്ദി പറയുന്നപ്പ. താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. എല്ലാവരും പ്രാർത്ഥിച്ച് ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ നാമത്തിൽ ഇന്നലെ നമ്മൾ ദൈവാത്മാവിന്റെ വലിയൊരു പകർച്ചയിലേക്ക് പോകുവാൻ പരിശുദ്ധാത്മാവ് ഇടയാക്കി. വലിയൊരു പരിശുദ്ധാത്മാവിന്റെ പകർച്ച കഴിഞ്ഞ ദിവസങ്ങളിൽ എത്ര പേര് അത് അനുഭവിച്ചായിരുന്നു? കർത്താവിന്റെ ആ ഒരു പകർച്ച, പരിശുദ്ധാത്മാവിലുള്ള പകർച്ച എത്ര പേര് അനുഭവിച്ചു? ജീവിതത്തിൽ ആദ്യമായിട്ട് അങ്ങനെ ഒരു പ്രവചനം വരം തുറന്ന എത്ര പേരുണ്ട്? ജീവിതത്തിൽ ആദ്യമായിട്ട് വെളിപ്പെട്ട് അങ്ങനെ ഒരു പ്രവചനം വെളിപ്പെട്ട എത്ര പേരുണ്ട്? ഇന്നലത്തെ ആമേൻ, ആമേൻ. തീർച്ചയായും നമ്മൾ കേൾക്കാൻ ഇടയായി തീർന്നു. ദൈവാത്മാവ് നിങ്ങളെ ഉപയോഗിച്ചു. നിങ്ങളുടെ ഹൃദയത്തെ, നിങ്ങളുടെ ആത്മാവിൽ നിന്നും പ്രവചന വരം വരിക മാത്രമല്ല, അത് മറ്റ് സഹോദരങ്ങൾക്ക് സൗഖ്യമായി. നമ്മൾ ഇന്നലെ കുറെ കൂട്ടസാക്ഷ്യം കേട്ടില്ലേ? ആ രോഗവിവരത്തെ ദൈവാത്മാവ് വെളിപ്പെടുത്തി. പല ആൾക്കാരും ചിന്തിക്കുന്നത് ഇതെന്തോ ഭയങ്കര മാജിക്കാന്നും നാടകമാന്നും തട്ടിപ്പാന്നും ഒക്കെയാന്ന്. പക്ഷേ ഇന്നലെ ലൈവായിട്ട് നമ്മൾ ഇന്നലെ കണ്ടു. നിങ്ങളുടെ നാവിലൂടെ ദൈവാത്മാവ് വെളിപ്പെടുത്തി. നിങ്ങൾ അവരോട് പ്രവചിച്ചു. നിങ്ങളിലൂടെ രോഗസൗഖ്യങ്ങൾ അവരുടെ ശരീരത്തിൽ സംഭവിച്ചു. ഇന്നലെ സൗഖ്യമായ എത്ര പേരിന്ന് പ്രാർത്ഥനയിലുണ്ട്? ഇന്നലെ സൗഖ്യം ലഭിച്ചവർ എത്ര പേരുണ്ട്? ഇന്നലെ ആ ഒരു ദൈവിക ആലോചനയിലൂടെ സൗഖ്യം ലഭിച്ച എത്ര പേരുണ്ട്? ഇന്നതിൻ്റെ അകത്ത് കൂടിയിട്ട് ആമേൻ. അവര് മാത്രം രാമേൻ പറഞ്ഞ് ഇന്നലെ ആ സൗഖ്യം. ആമേൻ. കണ്ടോ? അവരിന്നലെ കർത്താവിന്റെ തീർച്ചയായിട്ടും സിസ്റ്റർ. എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടെ ആൾക്കാരൊന്ന് വന്നോട്ടെ. ഇടയ്ക്ക് ഒന്നുകൂടെ ഒന്ന് ഓർപ്പിച്ചേക്കണേ കേട്ടോ. നമ്മുടെ എറണാകുളത്തെ പ്രയർ സ്റ്റേഷന്റെ അഡ്രസ്സ് നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ സ്റ്റെല്ല സിസ്റ്റർ പറയുന്നതായിരിക്കും. സിസ്റ്റർ എറണാകുളത്ത് തന്നെ ഉള്ളതാണ്. അപ്പം അത് കുറച്ച് കഴിയുമ്പോൾ ആൾക്കാരെല്ലാം കൂടെ വന്നു കഴിയുമ്പോഴേക്കും സിസ്റ്റർ ഒന്നുകൂടെ എന്നെ ഓർപ്പിച്ചേക്കണവേ. എല്ലാവരും ഒന്ന് കൂടിക്കോട്ടെ. നമുക്ക് എല്ലാവരും ഉള്ളപ്പോൾ നമുക്കത് പറയാം. അഡ്രസ്സും വരേണ്ട വഴിയും കാര്യങ്ങളൊക്കെയും പറയും. കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. വലിയ പ്രവൃത്തികളാൽ പരിശുദ്ധാത്മാവ് നമ്മളെല്ലാ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിപ്പാൻ പരിശുദ്ധാത്മാവ് വലിയ പ്രേരണകളെ ദൈവം നൽകിക്കൊണ്ടിരിക്കുകയാണ്. അത് ചെറിയ കാര്യമല്ല, വലിയ. ഇപ്പം ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്നതാണ്. ഇന്നലെ പകർച്ചയാണ്. ദൈവാത്മാവിനോട് പറഞ്ഞു നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കുമ്പോൾ ഒരു പകർച്ചയ്ക്ക് വേണ്ടി പരിശുദ്ധാത്മാവിന്റെ പകർച്ചയാണ് നമ്മൾ ഇന്നലെ കണ്ടത്. അതായത് കൃപാവര ശുശ്രൂഷ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്നും മറ്റൊരു വ്യക്തിയിലേക്ക് ഒരു പകർച്ചയുണ്ട്. അതുകൊണ്ടാണ് മൂപ്പന്മാരുടെ കൈവെപ്പിനാൽ നിങ്ങളിലുള്ള കൃപാവരങ്ങളെ ജ്വലിക്കും.
അതാണ് പൗലോസ് പറഞ്ഞത്, എൻ്റെ കൈവെപ്പിനാൽ നിന്റെ അകത്തിരിക്കുന്ന. അപ്പം നിങ്ങളുടെ അകത്തെല്ലാം ഇരിപ്പുണ്ട്. കൃപാവരങ്ങൾ, ദർശനം കാണാനുള്ളത്. അത് നമ്മൾ ശുശ്രൂഷ വെള്ളിയാഴ്ച, എല്ലാ ദിവസവും വെള്ളിയാഴ്ചയിൽ മീറ്റിങ്ങിൽ നിങ്ങൾ ശുശ്രൂഷിക്കുക എന്ന് പറഞ്ഞാൽ, എനിക്ക് ദൈവരാജ്യത്തിൽ പ്രയോജനപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ ഫ്രൈഡേയിൽ ആ പ്രാർത്ഥന മിസ്സാക്കാതിരിക്കുക. വലിയ അനുഗ്രഹമാണ്. എത്ര പേർക്ക് അത് അനുഗ്രഹമായിരുന്നു? ആമേൻ, സ്തോത്രം. തീർച്ചയായിട്ടും നിങ്ങളെ ദേശങ്ങളിൽ, പട്ടണങ്ങളിൽ പരിശുദ്ധാത്മാവ് ഉപയോഗിക്കുവാൻ ഇടയായിത്തീരും. നമ്മൾ സുവിശേഷം പലപ്പോഴും യേശുവിനെ പറ്റി പറയുമ്പോൾ പല ആൾക്കാർക്കും അവർക്ക് ചിലപ്പം ദേഷ്യപ്പെടുന്നവരുണ്ട്. പക്ഷെ അവരെ തൊടുന്ന രീതിയിൽ ദൈവാത്മാവ് നിങ്ങളിലൂടെ ഇടപെടും. ആമേൻ. നമുക്ക് ഒരുമിച്ച് ഒന്ന് പിന്നെയും പ്രാർത്ഥിക്കാം. ഒരുമിച്ച് പരിശുദ്ധാത്മാവിൽ പിന്നെയും ആശ്രയിക്കാൻ. എൻ്റെ കൂടെ ഇന്ന് അല്പനേരം ഒന്ന് പ്രാർത്ഥിച്ച്, അന്യഭാഷ വരമുള്ളവർ എൻ്റെ കൂടെ പ്രാർത്ഥിക്കണം. അന്യഭാഷ വരമില്ലാത്തവർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കരുത്. ഹൃദയത്തിൻ്റെ അകത്ത് ആഗ്രഹിക്കണം. നിങ്ങൾ ആ അന്യഭാഷ പ്രാർത്ഥിക്കുമ്പം അവരുടെ കൂട്ടത്തിരുന്നുകൊണ്ട് കണ്ണടച്ചുകൊണ്ട്, കർത്താവ് എൻ്റെ നാവിൻ്റെ മേലും ആ ഭാഷാ വരത്തെ നൽകണം. കാര്യം ബൈബിളിൽ അന്യഭാഷ അടയാളമാണ്. അന്യഭാഷ അടയാളമാണ്. എല്ലാവരും അന്യഭാഷയിൽ പ്രാർത്ഥിക്കണമെന്നും വിശേഷാൽ പ്രവചിക്കണമെന്നും കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ ശ്രേഷ്ഠ അപ്പോസ്തലനായ പൗലോസ് ലീഗ അവിടെ പറയുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എല്ലാവർക്കും ഉണ്ടെന്നും എല്ലാവർക്കും കിട്ടുമെന്നതാണ്. ഇത് കിട്ടാക്കനിയല്ല, നിങ്ങൾക്കത് ഉണ്ട്, ലഭിക്കും, ഉറപ്പാണ്. അതുകൊണ്ട് ഇന്ന് പ്രാർത്ഥനയിൽ പങ്കുചേർന്നാട്ട് അന്യഭാഷയിൽ അല്പനേരം പ്രാർത്ഥിച്ചു. പരിശുദ്ധാത്മാവ് വലിയ പ്രവർത്തികളെ നൽകും. ഇന്ന് വീഡിയോ ഒക്കെ ഓണാക്കിയിരിക്കുന്നവർ മാന്യമായിട്ടിരിക്കുവാൻ ശ്രമിക്കണമേ. ശ്രദ്ധിച്ചോണം, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്നവരൊന്നും വീഡിയോ ഓണാക്കരുത്. എല്ലാവരും സ്വസ്ഥമായിരിക്കാൻ പറ്റുന്നവർ മാത്രം വീഡിയോ ഓണാക്കുക. ബാക്കിയുള്ളവരൊക്കെ വീഡിയോ ഓഫ് ചെയ്താട്ടെ. നിങ്ങളുടെ കാഴ്ചകൾ നമ്മളിവിടെ കാണാനല്ല ഇരിക്കുന്നത്. ശ്രദ്ധിച്ചോണേ. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി പരിശുദ്ധാത്മാവേ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. അല്പനേരം ഒന്ന് അന്യഭാഷയിൽ. ഓ ഹല്ലേലൂയ, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ദൈവാത്മാവ് ചില ഭവനങ്ങളോട്, ഇന്ന് ഡെലിവറൻസ് മീറ്റിംഗ് ആണ്. നിങ്ങൾ എവിടെയാണോ ഇന്നൊരു ഡെലിവറൻസ്, വിടുതൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത്, ഇന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളെ തൊടും. ഈ നീണ്ട ദിവസങ്ങൾ നമ്മൾ ഈ പ്രാർത്ഥന, എനിക്ക് വന്ന 5ോ 6ാമത്തെ നമ്മുടെ ഡെലിവറൻസ് മീറ്റിംഗ് ആണ്. ഡെലിവറൻസ് തന്ന് സെപ്പറേറ്റ് നമ്മൾ സ്പെഷ്യൽ മീറ്റിംഗ് വെക്കുന്നത്. അതുകൊണ്ട് ഈ ദിവസത്തിൽ ഒത്തിരി വ്യക്തികൾ സൗഖ്യമാകുവാനും അവരുടെ ജീവിതത്തിൽ തടസ്സമായി നിന്ന പ്രതിസന്ധികൾ ദൈവാത്മാവ് അവരെ വിടുവിക്കുവാനും ഭൂതങ്ങൾ വിട്ടുപോകുന്നത് കാണുവാനും അവരുടെ വിടുതലുകളും സൗഖ്യങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുവാനും ഒക്കെയും ദൈവാത്മാവ് നമ്മളെ സഹായിക്കുന്നു. ഇന്നും റെഡിയാണ് പരിശുദ്ധാത്മാവ്. പക്ഷെ നിങ്ങളൊന്ന് പ്രാർത്ഥിച്ച, പരിശുദ്ധാത്മാവെ എന്നോടൊന്ന് ഇടപെടണമേ. ഹൃദയത്തിൻ്റെ അകത്ത് പ്രാർത്ഥിച്ചേ. പരിശുദ്ധാത്മാവേ, അന്യഭാഷ വരവുള്ളവർ അല്പനേരം എൻ്റെ കൂടെ അന്യഭാഷയിൽ ഓറബശം ദഹസ്യാന്ത്. അന്യഭാഷ വരവില്ലാത്തവർ പ്രാർത്ഥിച്ചേ. ഇന്ന് പുതുഭാഷകൾ നിങ്ങൾ ലഭിക്കാൻ വേണ്ടി പോവാ. നിങ്ങൾ പറഞ്ഞിട്ടില്ലാത്ത ഭാഷകൾ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ലോകരാജ്യത്തോട് പ്രവചിക്കും. കർത്താവ്, ലോകരാജ്യത്തിൽ കർത്താവ് ഞങ്ങളുടെ സാക്ഷിയാകും. Mekada Kasiandiri Bushalabake O Mahase David ഉടമൻ ഹാസകന്റെ ഹുടതിരികമസിയാന്തിരി. കർത്താവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ സാന്നിധ്യം കർത്താവേ, ഞങ്ങൾക്ക് സൗഖ്യം വേണമപ്പ, അത്ഭുതം വേണമപ്പ, ഞങ്ങൾക്ക് ദൈവപ്രവൃത്തി വേണമപ്പ, ഞങ്ങൾക്കൊരു ഉയർച്ച വേണമപ്പ. എനിക്ക് അങ്ങയുടെ നാമത്തിന്റെ സാക്ഷിയാകണം അപ്പ. എല്ലാവരും വാശി വന്നേ. ഊറബശംദഹസിയാന്തിരി. പരിശുദ്ധാത്മാവേ, കൃപ. ഓ ജീസസ്. കുടുംബത്തിൽ നിന്ന് കലഹത്തിന്റെ ദുരാത്മാക്കൾ വിട്ടുമാറട്ടെ. ഇടർച്ചകളുടെ ദുരാത്മാക്കൾ വിട്ടുമാറട്ടെ. സാമ്പത്തിക തകർച്ചകളെ കൊണ്ടുവരുന്ന കുരുക്കുകൾ യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. ഉയർച്ചയ്ക്ക് വിരോധമായി നിൽക്കുന്ന സകല മേഘങ്ങളും മാഞ്ഞുപോട്ടെ. ഓ റീഹാബ ഷാഖല സൈറ്റോ ബ്രീറ്റ് ബേസന ഷാഖല റീമാക സൈക്കറ്റെ അസിയ ടുരിയ സിനിയ ഷാഖല ബറഹസിയാന്തിരെ ഉറക ബകഷ കമാസിയ തെരെ രേരെ റീബ റാബ ശംദഹസിയാന്തിരെ ജനാ റൂഫെ സീറ്റെ ബേരെ ഷലഹബ സൈക്കറ്റോ മുറോഗസിയാന്തിരെ ഓറി ഖബറബ ഷകലബസിയാന്തിരെ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. എൻ്റെ ഉള്ളത്തിൽ പരിശുദ്ധാത്മാവ് എന്നെ ഒരു ജോയൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനം കാണിച്ചുകൊണ്ടിരിക്കുക. ജോയൽ, ആ ജോയലിന്റെ കൂട്ടത്തിൽ തന്നെ ജോൺ എന്ന് പറയുന്ന ഒരു പേരും കൂടെ കർത്താവ് എന്നോട് കാണിക്കുക. ജോൺ എന്ന് പറയുന്ന ഒരു പേര്, ജോയലിന്റെ ഭവനത്തിൽ ജോൺ എന്ന് പറയുന്ന ഒരു പേരും കൂടെ കർത്താവ് എന്നെ വെളിപ്പെടുത്തുവാണ്. ആ കുടുംബത്തിൽപ്പെട്ടത് ആരാണോ, ആ വ്യക്തികൾ തമ്മിലുള്ള ബന്ധമുള്ളവരാരാണോ, ഇന്ന് ആ ഭവനത്തിന്റെ മേൽ എൻ്റെ ഉള്ളത്തിൽ കർത്താവ് പറയുന്നു, യേശുവിന്റെ നാമത്തിൽ അനർത്ഥങ്ങൾ വിട്ടൊഴിഞ്ഞു പോകും.
പോകുന്നു. ബോയലുമായിട്ട് ബന്ധപ്പെട്ട് ദൈവത്തിന്റെ വലിയൊരു പ്രവൃത്തി ദൈവം അവിടെ ചെയ്യുവാൻ വേണ്ടി പോകുന്നു. ഇന്ന് യേശുവിന്റെ നാമത്തിൽ ഏതാണോ ആ ഭവനം, യേശുവിന്റെ നാമത്തിൽ സ്വീകരിച്ചോണേ. കർത്താവിന്റെ വലിയ പ്രവൃത്തി അവിടെ സംഭവിക്കാൻ വേണ്ടി പോകുന്നു. ഓ, ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിൻ പറഞ്ഞു. ബ്രദറെ, ജോയൽ എന്റെ ആങ്ങളയുടെ മോനാണ്. ജോൺ എന്ന് പറയുന്ന എന്റെ പപ്പയാണ്. ഇന്ന് ആ കുടുംബത്തിന് വേണ്ടി ഇന്ന് പ്രാർത്ഥിച്ചോണേ. പറഞ്ഞു. ജോയൽ എന്റെ ഏറ്റവും ഇളയ ആങ്ങളയുടെ ഇളയ മോനാണ്, രണ്ടാമത്തെ മോനാണ്. ജോണ് എന്റെ പപ്പയുടെ പേര് ജോൺ എന്നാണ്. ഒരേ ആലോചന വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഓഗസ്റ്റ് മാസവുമായിട്ട് ബന്ധപ്പെട്ടത് ആരാ കുടുംബത്തിലുള്ളത്? ഈ പറഞ്ഞ ഈ വ്യക്തികളുമായിട്ട് ബന്ധപ്പെട്ട കുടുംബത്തിന്റെ അകത്ത് ഓഗസ്റ്റ് മാസത്തിൽ ജനിച്ച വ്യക്തിയുള്ള ഭവനം ഏതാണോ, ഇന്ന് ആ ഭവനത്തിന്റെ മേൽ ദൈവത്തിന്റെ പ്രവൃത്തിയെ ഇന്ന് സംഭവിക്കാൻ വേണ്ടി പോകുന്നു. ഓഗസ്റ്റ് മാസത്തിൽ ജനിച്ച വ്യക്തി, ആ വ്യക്തിയെ കർത്താവിനെ കാണിക്കുന്ന ഒരു കാഴ്ച, ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട് വലിയൊരു കുരുക്ക് ആ ഭവനത്തിൽ നിന്ന് അഴിയുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ, ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ ആമേൻ പറഞ്ഞു സ്വീകരിച്ചോണേ. കർത്താവിന്റെ വലിയ പ്രവൃത്തി അവിടെ സംഭവിക്കാൻ വേണ്ടി പോകുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശു പറഞ്ഞു. ബാക്കി എല്ലാവരും ആലോചന, നിങ്ങളോട് ഇടപെടുന്നവർ മാത്രം നിങ്ങൾ മ്യൂട്ട് മാറ്റി റെസ്പോണ്ട് ചെയ്യുക. ബാക്കി എല്ലാവരും, ഇന്ന് സൂമിൽ കാണുന്നവരുണ്ട്, ലൈവിൽ കാണുന്നവരുണ്ട്, ഇതിനകത്ത് പ്രവേശിക്കുന്നവരെല്ലാവരോടും ഞാൻ യേശുവിന്റെ നാമത്തിൽ പറയുന്നു, ആലോചന ഇടപെടും. 100% ആലോചന നിങ്ങളുമായിട്ട് ബന്ധം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ വെക്കുക. ഊഹാവോഹം ഒന്നും നമുക്ക് വേണ്ട. ദൈവാത്മാവ് ഇടപെടുന്നവർ മാത്രം, അതുമായിട്ട് ബന്ധപ്പെടുന്നവർ മാത്രം നിങ്ങൾ മ്യൂട്ട് മാറ്റിയാട്ടെ. നന്ദി യേശുവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ വലിയ പ്രവർത്തിക്കായി സ്തുതിക്കുന്നപ്പാ, വലിയ പ്രവർത്തിക്കായി സ്തുതിക്കുന്നപ്പാ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചു. പരിശുദ്ധാത്മാവേ, കൃപ വ്യാപരിക്കുന്നു. ഈ ഞരമ്പ് സംബന്ധമായ ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വേദന അനുഭവിക്കപ്പെടുന്ന ആരെങ്കിലും ഉണ്ടോ? ഞരമ്പ് സംബന്ധമായിട്ട് വേദനകൾ അനുഭവിക്കുന്നു, അതിന്റെ ചില പ്രോബ്ലം നിമിത്തം ഉണ്ട്. ഒന്ന് യേശു ഒരു നിമിഷം ഒന്ന് കേട്ടെ. ഒന്ന് സ്വന്തം ശരീരത്തോട് കൈയെടുത്ത് വെച്ച് ദൈവമക്കളെല്ലാം ഒരുമിച്ച് ഒന്ന് പ്രാർത്ഥിച്ച്, യേശുവേ, അങ്ങയുടെ അടിപ്പിണരുകളാൽ ഇന്ന് സൗഖ്യം വന്നിരി. കൈയെടുത്ത് വെച്ച് വേദനകൾ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്യുക. ഓ, ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇന്ന് ഈ പ്രാർത്ഥന കൈക്കൊള്ളുന്നവരെല്ലാം ഒന്ന് ചെക്ക് ചെയ്തോണം. കൈയെടുത്ത് വെച്ച് ഓ, ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഹോ റാബ ശംദഹസ്യാന്തരി. അല്പനേരം ഒന്ന് പ്രാർത്ഥിക്കുന്നവർ കൈയെടുക്കരുത്, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണമേ. ആ രോഗശക്തി ഇപ്പോൾ തന്നെ ശരീരം വിട്ട് മാറുക. ആ രോഗബന്ധനങ്ങൾ, അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഞരമ്പും നിമിത്തം ഉണ്ടായ രോഗം നിമിത്തമുണ്ടായ വേദനകൾ നിമിത്തം സ്ട്രഗിൾ ചെയ്യും. എത്ര മരുന്ന് കഴിച്ചിട്ടും എത്ര ട്രീറ്റ്മെന്റ് എടുത്തിട്ടും വേദനയ്ക്ക് ഒരു ആശ്വാസമില്ല. നാളുകളായി വർഷങ്ങളായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വേദനകൾ ശരീരം, അതും ഈ വേദന മാത്രമല്ല, വേദനകൾ ശരീരത്തിൽ നിന്ന് പറഞ്ഞു മാറുക. എൻ്റെ കൂടെ ഇന്ന് പ്രാർത്ഥിക്കുന്നവർ മാത്രം കൈവച്ച്, ബാക്കി എല്ലാവരും വേദനകളുള്ളവരെല്ലാം കൈവച്ചു. അന്യഭാഷയിൽ അല്പനേരം ഒന്ന് പ്രാർത്ഥിച്ച് യേശുവിന്റെ നാമത്തിൽ. ഊറാബശംദഹസ്യാന്തരെ. യേശുവിന്റെ അടിപ്പിണരുകളാൽ ഇപ്പോൾ തന്നെ അത്ഭുത സൗഖ്യം വ്യാപരിക്കുകയാണ്. ഊറാബശമഹടദകമസ്യാന്തരി അർത്ഥന റീകെ മെനാസ് കേരി ആന്തരി. എല്ലാവരും അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നവർ മാത്രം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. യേശുവിന്റെ രോഗത്തെ വഹിച്ചു പറഞ്ഞു, യേശുവിന്റെ വേദനകളെ വഹിച്ച് ഞാനിനി അനുഭവിക്കത്തില്ല, ഞാനിനി അനുഭവിക്കത്തില്ല. പറ, യേശുവിന്റെ വേദന വഹിച്ചു, യേശുവിന്റെ രോഗത്തെ വഹിച്ചു. ബൈബിൾ പറയുന്നത് സത്യമായതുകൊണ്ട് ഞാനിനി രോഗം അനുഭവിക്കത്തില്ല, ഞാനിനി വേദന അനുഭവിക്കത്തില്ല. കർത്താവിന്റെ അടിപ്പിണരുകളാൽ എനിക്ക് ആരോഗ്യവും സൗഖ്യവും വന്നിരിക്കുന്ന ഭാഷയിൽ പ്രാർത്ഥിച്ച് എല്ലാവരും അന്യഭാഷ വരവുള്ളവരെല്ലാം അന്യഭാഷയിൽ പ്രാർത്ഥിച്ച മൈക്കുകളൊക്കെ മ്യൂട്ട് മാറ്റി പ്രാർത്ഥിച്ചു. അത്ഭുത സൗഖ്യം, ഹീലിംഗ് അനോയിന്റിംഗ്, ഹീലിംഗ് അനോയിന്റിംഗ്, ഹീലിംഗ് അനോയിന്റിംഗ്. പൈശാചിക ശക്തികളെ വിട്ടുന്ന ഞങ്ങൾ, രോഗശക്തികളെ വിട്ടുക. ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ അഭിഷേകത്തിനാൽ നുഖങ്ങൾ ഓടി
എല്ലാ രോഗികളും സൗഖ്യമാകും. ഊറാബ ഷമഹ ഡദൽകിന ബർക്കസിയാന്റെ രേ 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 റോഷക ബാബ സൈറ്റ് ലേക്ക് രേ 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 റാഖസക ശക റബ ഖസ റീക മകാസ വേദനകൾ മാറുക, വേദനകൾ മാറുക. ഊറബ ബബ ബബ ശബ ഖബ ഖബ സകര ആ വേദനകൾ 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 വിട്ടുമാറുക, വേദനകൾ വിട്ടുമാറുക. വേരോടെ പറഞ്ഞു പോകും. ഇനി മേലാൽ ആ വേദന വരത്തില്ല. ഊറബ ശംദന ഹസ്തന റിയമ സാന്റല നിഭാഷകിൽ യേശുവിന്റെ നാമത്തിൽ ഉമ ഹസാറഹ തെരിയ റീഹ സോഷിബഹ റാസിയാന്ദിരെ അർമഖേല മനാക്കെ സെങ്കേന ലാഖു ബനൈരിയ അർത്തനോ റോട്ടു സിമേക്കെ ലാതുഷി ടിബേരിയ അർഗോ ഷിബേരിഹ സോഗോനിയ റികീലിയ മിനാസിയാൻ ശബഗുഡ ദക്കമ സാക്കറ ധാരബ ഹീലിംഗ് 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 ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിന്റെ അടിപ്പിണരുകളാൽ സൗഖ്യം വന്നിരിക്കുന്നു. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇന്ന് പ്രാർത്ഥിച്ചവര് ഒന്ന് പറഞ്ഞ്, ഇന്ന് പ്രാർത്ഥിച്ചവര് മാത്രം ഒന്ന് ശ്രദ്ധിച്ച്, ശരീരത്തിന്റെ മേൽ എന്താണ് ഇപ്പൊ പ്രാർത്ഥിച്ചത്? ആരൊക്കെയാ? ആ രോഗമുണ്ട് പറഞ്ഞവരാരൊക്കെയാ? ഇപ്പൊ വേദന ഉണ്ടെന്ന് പറഞ്ഞവരാരൊക്കെയാ? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ പ്രാർത്ഥിച്ചതിന് ശേഷം എന്താ വ്യത്യാസം? ആ ഓക്കെ, പ്രാർത്ഥിച്ചതിന് ഒരു മിനിറ്റ്. പ്രാർത്ഥിച്ചതിന് ശേഷം വ്യത്യാസം വന്നവരുണ്ടോ? അയ്യോ, ഒരു മിനിറ്റ്, സ്വോത്രം കേൾക്കാതെ. ഇന്ന് പ്രാർത്ഥിച്ചിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് എത്ര പേരുണ്ട്? പ്രാർത്ഥിച്ചതിന് ശേഷം അത് ചെക്ക് ചെയ്ത് എത്ര പേരുണ്ട് ഇതിൻ്റെ അകത്ത്? പ്രാർത്ഥിച്ചതിന് ശേഷം എത്ര പേർക്ക് അതിനകത്ത് വ്യത്യാസം കാണുന്നുണ്ട്? അവര് മാത്രം ഒന്ന് മ്യൂട്ട് മാറ്റി. എത്ര പേര് പ്രാർത്ഥിച്ചു ഇന്ന് രോഗസൗഖ്യം? ആ എന്നാ വ്യത്യാസം? വേദന കുറവുണ്ട്. ആ അടുത്തയാള്. ഞാൻ പ്രാർത്ഥിച്ചു, എനിക്ക് കുറവില്ല. ആ പ്രാർത്ഥിച്ചിട്ട് മാറ്റം വന്നവര് എത്ര പേർക്ക് അതിനകത്ത് മാറ്റമുണ്ട്? ഓ മാറി. അടുത്തയാള് വ്യത്യാസം മാറി. അടുത്തയാള് എത്ര? എന്റെ ഞരമ്പ് വേദന മാറി. എത്ര നാളായിട്ടുള്ള ബുദ്ധിമുട്ടായിരുന്നത്? ഇത് ഒത്തിരി കാലമായിട്ടുള്ള. ഓ ഇപ്പൊ വേദന ഇല്ല. പ്രാർത്ഥിച്ചു കൈവച്ചിട്ട്. ആമേൻ. അടുത്തയാള്. നിങ്ങൾ സൗഖ്യം നമ്മുടെ അവകാശമാണ് പ്രിയരെ. നോക്കിക്കേ, നിങ്ങൾ കൽപ്പിച്ചുകൊണ്ടിരുന്നോണം, എപ്പോഴും ഓർത്തോണം, യേശു എന്റെ രോഗത്തെ വഹിച്ചുവെങ്കിൽ ഞാൻ വേദന അനുഭവിക്കേണ്ട കാര്യമില്ല. ഇന്ന് യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചവര് ചെക്ക് ചെയ്ത് ഇൻ ദ നെയിം ഓഫ് ജീസസിന് ശേഷം ഞാൻ വീണ്ടും നമ്മൾ ഇന്നലത്തെ പോലെ തന്നെ ആ ഒരു പ്രവചനാത്മാവിന്റെ തലത്തിലേക്ക് നമ്മൾ കയറാൻ വേണ്ടി പോവുക. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ബ്രദറെ, എനിക്ക് 25 കൊല്ലം 2 കാലിലും വെരിക്കോസ് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു മിനിറ്റ് ആ സഹോദരി മാത്രം ഒന്ന് പറഞ്ഞ കേൾക്കുന്നില്ല സഹോദരി. ഒരു മിനിറ്റ് സിസ്റ്റർ. ഇപ്പൊ 25 വർഷമായിട്ട് പറഞ്ഞു സഹോദരി എന്നാ പറഞ്ഞത്? വേദന മാറിയെന്നാണോ വേദനയാണെന്നാണോ പറഞ്ഞത്? 25 കൊല്ലമായി 2 കാലിലും വെരിക്കോസ് എന്ന് പറഞ്ഞിട്ടേ 3 പൊട്ടി ബ്ലഡ് ഊറ്റി കളഞ്ഞതാ. പിന്നെ കാലിങ്ങനെ കറുത്തിരുണ്ട്, ഞരമ്പൊക്കെ തടിച്ചിരുന്നേ. കഴിഞ്ഞ തിങ്കളാഴ്ച ഒരു ആന്റി അവിടെ, ഒരു സഹോദരി അവിടെ പറഞ്ഞു വെരിക്കോസ് കൊണ്ട് ഭയങ്കര വേദനയെന്ന്. അന്ന് എൻ്റെ കാലിൽ നോക്കുമ്പോൾ കളറൊക്കെ വെള്ളയായി, മറ്റേത് കറുത്തിരുണ്ട് നീര് വന്നിരിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ സാക്ഷ്യം പറഞ്ഞില്ല. ഇന്നലെ മിനിഞ്ഞാന്ന് പെട്ടെന്ന് കാലുമ്മ ഒരു മുഴ പോലെ വലിയത് ഉരുണ്ട് കൂടിയിട്ട് എനിക്ക് എഴുന്നേൽക്കാനോ നടക്കാനോ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായി. ഇന്നിപ്പൊ ഞാൻ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ ആ മുഴ പോയി. അവിടുന്ന് ഇപ്പൊ വേദനയില്ല, ആ മുഴ പോയി. കാലൊക്കെ വെളുത്തത്. അതായത് ഈ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ കാലിങ്ങനെ കറുത്ത് വരുമായിരുന്നു, ബ്ലഡ് ഇങ്ങനെ ക്ലോട്ട് പോലെ വന്നിട്ടല്ലേ? അതെ. ഇപ്പൊ വെളുത്തു. ഒരു മുഴയുണ്ടായിരുന്നു. ജസ്റ്റ് ഒക്കെ നടക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? നടക്കാൻ ബുദ്ധിമുട്ട്, ബസ്സിലൊന്നും കയറാൻ പറ്റില്ല. ഇപ്പം സിസ്റ്റർക്ക് പ്രാർത്ഥിച്ചപ്പോ എങ്ങനെയുണ്ട്? ആ മുഴ പോയതിനു ശേഷം മുഴ പോയി. ഓ നിങ്ങൾ യേശുവേ, നിങ്ങൾ കേട്ട 25 വർഷമായിട്ട് വെരിക്കോസിന്റെ ബുദ്ധിമുട്ടായിരുന്നു. അതിന് ഇങ്ങനെ കറുത്ത്, അതായത് ബ്ലഡ് അങ്ങനെ വരുന്നതല്ലേ, ക്ലോട്ട് ആകുമ്പോ സംഭവിക്കുന്നതല്ലേ? എനിക്ക് രോഗത്തിന്റെ ആഴം എനിക്ക് അറിയത്തില്ല, കേട്ടത് വെച്ചാ ഞാനും പറയുന്നത്. ഇപ്പൊ അതെല്ലാം മാറിയിട്ട് കഴിഞ്ഞ ദിവസം മുതൽ സൗഖ്യം പ്രവർത്തിക്കാൻ തുടങ്ങി.
മോളിൽ നിന്ന് എടുത്ത് സ്റ്റിച്ച് ഇടണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ തന്നെ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ അവിടെ തന്നെ പൊട്ടി ഞരമ്പ് കാണും, മോളിൽ നിന്ന് പൊട്ടിക്കണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ സ്റ്റിച്ച് ഇട്ട് വെച്ചു. ഹോട്ടൽ പണിയായിരുന്നു. ഇപ്പൊ ഈ പൊട്ടലും ഈ വെരിക്കോസ് നിറഞ്ഞ കാരണം ഇപ്പൊ പണിയെടുക്കാൻ പറ്റാണ്ടായി. ഹസ്ബൻഡ് പോയോടുകൂടി പണി നിർത്തി വീട്ടില്. ഇപ്പോഴെ വീട്ടിലുള്ള പണികൾ ചെയ്തു വന്നപ്പോഴാണ് കാലിങ്ങനെ ഒരു മുഴ പോലെ കണ്ടേ. എല്ലാ ദിവസവും ഞാൻ ഇരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കേണ്ട കാലിന് നിറം മാറും. വെളുത്ത് വന്നപ്പോ ഞാൻ എന്റെ കർത്താവ് എനിക്ക് ഒരു അത്ഭുതം ചെയ്തല്ലോ എന്നും പറഞ്ഞിരുന്നതാണ്. ഇത്രയും നേരം ഞാൻ കണ്ടിട്ടില്ല. എന്റെ കാലിന് കണ്ടിട്ട് 10-20 വർഷം കഴിഞ്ഞു. എനിക്ക് ഭയങ്കര അത്ഭുതം. കണ്ടോ പ്രിയരെ, യേശുവിന്റെ കൃപ ഇത് കർത്താവ് പ്രവർത്തിച്ചോട്ടെ. സൗകര്യം പറഞ്ഞോട്ടെ, 25 വർഷമായിട്ടുണ്ടായിരുന്ന വെരിക്കോസിന്റെ ബുദ്ധിമുട്ട് അത് പൊട്ടുകയും പലവട്ടം ഡോക്ടർമാർ സ്റ്റിച്ചിട്ട് മാറ്റമില്ലായിരുന്നു. അതിങ്ങനെ ആ ബ്ലഡിന്റെ ആ ബുദ്ധിമുട്ട് നിമിത്തം അതിങ്ങനെ കറുത്തിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. എന്നാൽ ഇന്ന് അത് മാറുകയും പ്രാർത്ഥനയിൽ തുടങ്ങി മാറ്റം വന്നു. എന്നാൽ പിശാചിന്റെ ഒരു തന്ത്രം കൊണ്ട് ഒരു മുഴ വന്നിട്ട് നടക്കാൻ പറ്റാതെ പിന്നെയും കാലെ പിടിച്ചിടാൻ വേണ്ടി നോക്കി. പക്ഷേ കർത്താവ് ഇന്ന് ഡെലിവറൻസിൽ ഇന്ന് മുഴ അപ്രതീക്ഷമായി. സിസ്റ്റർ ഇപ്പൊ നടക്കാനും നീക്കാനൊന്നും ഒരു പ്രശ്നമില്ല. കട്ടായി പോയോ സിസ്റ്ററെ? ഇപ്പൊ സിസ്റ്റർക്ക് ആ ബുദ്ധിമുട്ടില്ല? ഇല്ല. തുള്ളി ചാടാൻ തോന്നുന്നു ഇപ്പം. നന്ദി യേശുവേ. കർത്താവെ, ഇത് വലിയൊരു അത്ഭുതമാണ്. കർത്താവ് ഇന്ന് പ്രിയമകളെ സൗഖ്യമാക്കിയ കൃപയ്ക്ക് നന്ദി പറയുന്നു. അത്ഭുതം ചെയ്ത കൃപയ്ക്ക് നന്ദി പറയുന്നു. യേശുവിൻ എല്ലാവരും തുടക്കത്തിലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന പരിശുദ്ധാത്മാവെ, കൃപ പെരുകുന്നതിനായി സ്തുതിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ ഇപ്പോൾ പിന്നെയും പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചു. ഇന്ന് സാക്ഷ്യമുള്ളവർ തുടക്കത്തിൽ തന്നെ അനുഭവിക്കുന്നവർ പറഞ്ഞു, കർത്താവിന്റെ അടിപ്പിണരാൽ ഉണ്ട് കർത്താവിന്റെ വലിയ അത്ഭുതം ഇതിൻ്റെ അകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുക. വലിയ ദൈവപ്രവർത്തികൾ ഇന്നലെ മുതൽ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ഉള്ളത്തിൽ അറിയാൻ പറ്റി, കർത്താവിന്റെ വലിയ പ്രവൃത്തികൾ നമ്മുടെ ഇടയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. മറ്റാരെങ്കിലും സൗഖ്യം അനുഭവിക്കുന്നവരുണ്ടോ? മറ്റാരെങ്കിലും ആ പ്രാർത്ഥനയ്ക്ക് ശേഷം എൻ്റെ ശരീരത്തിൻ്റെ അകത്തേക്ക് ഒരു അത്ഭുതം ഉണ്ടായി, ഇപ്പം ആ വേദന അവിടെ ഇല്ല, ബുദ്ധിമുട്ട് അവിടെ ഇല്ല എന്ന് പറയുന്നവരുണ്ടോ? നമ്മൾ തുടക്കം മുതലേ കർത്താവിന്റെ പ്രവൃത്തികൾ കേൾക്കുന്നു. നന്ദി യേശുവേ. ഒന്ന് ചെക്ക് ചെയ്യണേ, പറയാൻ വേണ്ടിയാണോ? കർത്താവേ പറഞ്ഞോ. ഇന്നലത്തെ പ്രാർത്ഥന കഴിഞ്ഞപ്പം എന്റെ മനസ്സിനകത്ത് ഒരു ദൃശ്യം ഒരു വെളിപ്പെട്ടായിരുന്നു. ഇന്നലത്തെ പ്രാർത്ഥന കഴിഞ്ഞ പിന്നെ എന്റെ അമ്മയ്ക്കാണെങ്കിൽ വയ്യാതെ ഇരിക്കുന്നതായിട്ട് എന്റെ മനസ്സിൽ ഇങ്ങനെ അറിയുന്നത്. ഞാനിത് സത്യമാണ് അറിയാനായിട്ട് രാവിലെ ഇതുപോലെ എനിക്ക് മനസ്സിൽ ഇത് തെളിഞ്ഞു വരും. ഞാൻ ഉടനെ രാവിലെ എപ്പോഴേ വിളിച്ചപ്പം സത്യമായിരുന്നു. നമ്മുടെ തലയിൽ ഒരു തോട്ടി വന്ന് വീണ് തിരുനെറ്റി മുറിഞ്ഞ് ഒത്തിരി ചോരയൊക്കെ പോയായിരുന്നു. എനിക്ക് ഇതുപോലെ വെളിപ്പെട്ടതാ ഇന്നലത്തെ പ്രാർത്ഥന കഴിഞ്ഞ പിന്നെ. കണ്ടോ കർത്താവ് അത് ആത്മീയ കണ്ണുകളെ പ്രിയ സഹോദരിക്ക് തുറന്നിരിക്കുന്നു. പ്രിയ മാതാവിന്റെ വിഷയങ്ങളെ ദൈവം വെളിപ്പെടുത്തി. അന്ന് വെളിപ്പെടുത്തുക മാത്രമല്ല, ആ മാതാവിന് ചില സംഭവിച്ച കാര്യങ്ങൾ, ആ ദുഃഖത്തെ കർത്താവ് കാണിച്ചു കൊടുത്തു. ഇന്നലെ പറഞ്ഞായിരുന്നു, നിങ്ങളുടെ അകത്തേക്ക് ഒരു പകർച്ച സംഭവിച്ചിട്ടുണ്ട്. പരിശുദ്ധാത്മാവിൽ ദർശനങ്ങളെ കാണുന്ന, ആത്മാവിൽ നിങ്ങൾക്ക് പ്രവർത്തിക്കുന്ന ഒരു തലത്തെ ഇന്ന് വചനം പറയുന്നത് പോലെ പ്രവചിക്കുന്ന പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ വന്നപ്പോഴേക്കും ശൗലും അവരുടെ കൂടെ പ്രവചിച്ചു എന്ന് വചനം പറയുന്നത് പോലെ ഇന്ന് കർത്താവിന്റെ നാമത്തിൽ അനേകരെ പ്രവചനത്തിലൂടെ വിടുതലിലൂടെ നേടുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കും. പിന്നെ എൻ്റെ കൂടെ ഇന്ന് പ്രാർത്ഥിച്ച യേശുവിന്റെ നാമത്തിൽ ഇന്ന് സഹോദരി പറഞ്ഞതുപോലെ തന്നെ ആ 25 വർഷമായിട്ടുണ്ടായിരുന്ന ബുദ്ധിമുട്ട്, കാലിലുണ്ടായിരുന്ന മുഴ അപ്രതീക്ഷമായി പോയി. നോക്കിക്കേ, ഇന്ന് സഹോദരിമാർ നടക്കാനോ ജോലിക്ക് പോലും ശരിക്കും പോകാൻ കഴിയാതെ വീടിൻ്റെ അകത്ത് മാത്രം കറങ്ങിക്കൊണ്ടിരിക്കുമായിരുന്നു. ഇനി യേശു തൊട്ടു കർത്താവിന്റെ സാക്ഷ്യമാക്കി. ഇന്ന് എല്ലാവരും പ്രാർത്ഥിച്ച പരിശുദ്ധാത്മാവേ, ഇന്നൊരു ഡെലിവറൻസിനെ പരിശുദ്ധാത്മാവ് ചെയ്യുക. പിന്നെയും പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവേ, യേശുവിന്റെ നാമത്തിൽ ഞാൻ എൻ്റെ ഉള്ളത്തെ കർത്താവ് പറയുന്ന ഒരു ബേബി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനം 7 വർഷം ആയി. ആ വ്യക്തി 7 വർഷം ഏകദേശം കഴിഞ്ഞു. ആ മനുഷ്യൻ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോയിട്ട് ആ ബേബിയുടെ ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുന്ന ബേബി എന്ന് പറയുന്ന പിതാവ് ജീവിച്ചിരിക്കുന്ന കാലത്തുണ്ടായ ഒരു വിഷയം, ആ വിഷയവുമായിട്ട് 7 വർഷം കഴിഞ്ഞു. 7 വർഷത്തിന് മുകളിൽ 7 വർഷം എന്നല്ല എടുത്ത് കാണിക്കുന്നതിൻ്റെ കാരണം, ഈ മരണത്തിന് ശേഷം 7-ാം വർഷം, ഇന്നേക്ക് പുറകോട്ട് 7-ാം വർഷം, ആ മരിച്ചതിന് ശേഷം ഈ 7 എന്നുള്ള സംഖ്യ എന്നെ എടുത്ത് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഭവനവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സ്ഥലത്തിൻ്റെ മേൽ ഭയങ്കരമായിട്ടൊരു കുരുക്ക് പ്രവേശിച്ചു. ആ കുരുക്ക്
നിങ്ങൾക്ക് നിമിത്തം ഉണ്ടായ ഒരു കാഴ്ച കർത്താവ് എന്നെ കാണിക്കുന്നു. ആ കുടുംബത്തിൻ്റെ അകത്ത് മിക്ക ആളുകളുടെയും കാലുകളെ സംബന്ധിച്ച ചില വേദനകളും രോഗങ്ങളും പെട്ടെന്ന് വരികയും അത് നിമിത്തം നിങ്ങൾക്ക് ദൂരങ്ങൾ സഞ്ചരിക്കാൻ കഴിയാത്ത രീതിയിൽ, ഒരാൾക്കല്ല ഒരേ അസുഖം, ഒരേ ബുദ്ധിമുട്ട് പല ആളുകളുടെ ശരീരത്തിൽ കാലുകളിൽ അത് സംഭവിക്കുന്നു. അവർക്ക് ദീർഘദൂരം സഞ്ചരിക്കാനോ ദീർഘമായ സമയങ്ങൾ നിൽക്കുവാനോ ഒരു കാര്യം ചെയ്യുവാനോ കഴിയാതെ വണ്ണം എല്ലാവരുടെയും ഒരേപോലെ കുടുംബത്തിൽ കാലുകളുമായി ബന്ധപ്പെട്ട് ഇന്ന് ഞാൻ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പോൾ ആ മണ്ണിനോട് മല്ലി പിടിച്ച് നിൽക്കുന്ന എല്ലാ തടസ്സങ്ങളെയും ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ആത്മാവിൽ ഞങ്ങളിപ്പോൾ വെട്ടുവാണപ്പോൾ ദുഷ്ടപിശാചിന്റെ പ്രവർത്തികളെ ബന്ധിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ആ ബേബിയുടെ ഭവനം ഇപ്പോൾ ഏതാണോ, ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഈ അടയാളങ്ങൾ അനുഭവിക്കുന്ന ഭവനം ഏതാണോ, ഇന്ന് സൂമിലോ ലൈവിലോ ഇന്ന് ആ ഭവനം യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് കേട്ടോ, പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി നിങ്ങളുടെ ഭവനത്തിൽ സംഭവിക്കാൻ വേണ്ടി പോകുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ വസ്തുവിൻ്റെ മേൽ നിൽക്കുമ്പോൾ അതിൻ്റെ അകത്ത് സ്വസ്ഥത തരാതെ, അതിൻ്റെ അകത്ത് വാഴിക്കത്തിൽ എന്ന് പറയുന്ന ദുഷ്ടപിശാചേ, ഇപ്പോൾ തന്നെ നിന്റെ മുഖത്തെ ഞങ്ങൾ ഒടിക്കുന്നു. ആമേൻ പറഞ്ഞ് ആ വ്യക്തി എവിടെയാണോ നിങ്ങൾ ഇതിൻ്റെ ഈ പ്ലാറ്റ്ഫോമിൽ കേൾക്കുന്നത് സ്വീകരിച്ചു. നിങ്ങൾ നിമിത്തം ആ ഭവനത്തിൻ്റെ മേൽ ദൈവപ്രവർത്തികളെ കർത്താവ് ചെയ്യുവാൻ വേണ്ടി പോകുന്നു. നന്ദി യേശുവേ, നന്ദി പരിശുദ്ധാത്മാവേ, കൃപ പെരുകുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി കർത്താവേ, നന്ദി യേശുവേ. കൃപയ്ക്കായി സ്തുതിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ആ ഭവനത്തിന്റെ മേൽ ഒരു ഡെലിവറൻസിനെ കൽപ്പിക്കുന്നപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ആ പിതാവിന്റെ കാലത്ത് കർത്താവെ സന്തോഷിക്കാൻ കഴിയാതെ ദുഃഖത്തിലായിപ്പോയ വിഷയങ്ങൾ ഇന്ന് തലമുറകളുടെ ജീവിതത്തിലേക്ക് സന്തോഷമായി വരട്ടെ. യേശുവിന്റെ നാമത്തിൽ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ. നന്മ കൊയ്യുന്ന കൃപയ്ക്ക് നന്ദി പറയുന്നപ്പ. വലിയ പ്രവൃത്തിക്കായി സ്തുതിക്കുന്നപ്പ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അത് സ്വീകരിച്ചോണേ. കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നു. നന്ദി യേശുവേ, നന്ദി കർത്താവേ, നന്ദി യേശുവേ. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ഒരു സാമുവൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുക. സാമുവലിന്റെ ഭവനത്തിന്റെ മേൽ ദൈവത്തിന്റെ ഒരു പ്രവൃത്തി ദൈവം ചെയ്യുവാൻ വേണ്ടി പോകുന്നു. ഞാനൊരു അടയാളമായി കർത്താവ് എന്നെ ഈ മെയ് എന്നുള്ളൊരു മാസം എടുത്ത് കാണിച്ചുകൊണ്ടിരിക്കുക. സാമുവലിന്റെ ഭവനത്തിൽ മെയ് എന്നൊരു മാസം ഇങ്ങനെ സ്പെസിഫിക് ആയിട്ട് എടുത്തു കാണിച്ചുകൊണ്ടിരിക്കുക. അതൊരു വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് കർത്താവ് എന്നെ കാണിക്കുന്നത്. ഇപ്പോൾ തന്നെ ആ ഭവനത്തിന്റെ മേൽ ദൈവപ്രവൃത്തി സംഭവിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ നാമത്തിൽ ഇന്ന് ആ ഭവനം പറഞ്ഞു. സാമുവൽ എന്റെ ഫാദറിൻലോ ആണ്. മെയ് മാസത്തിൽ ജനിച്ചത് എന്റെ ഹസ്ബൻഡ്. പക്ഷെ ഹസ്ബൻഡ് ഇല്ല. ഫാദറിൻലോയും ഇല്ല, ഹസ്ബൻഡും ഇപ്പൊ ഇല്ല. ഫാദറിൻലോ ഉണ്ട്, ഹസ്ബൻഡ് ഇല്ല. ഫാദറിൻലോ ഉണ്ട്, ഹസ്ബൻഡ് ഇല്ല. മെയ് മാസം ജനിച്ചത് ഹസ്ബൻഡ് ആയിരുന്നു. ഓ യേശുവേ, ഇന്ന കുടുംബത്തിന്റെ മേൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പ. പറഞ്ഞു. ശമുവേൽ എന്റെ വല്യപ്പച്ചനാണ്. മെയ് മാസത്തിൽ ജനിച്ചത് ഞാനാണ്. മെയ് മാസം ജീവനുള്ള ആളാ ഇപ്പൊ അല്ലേ? ഞാൻ ജീവനുണ്ട്. ഓക്കെ, നന്ദി യേശുവേ. ഇന്ന് ഞാൻ അടുത്തൊരു കാര്യം കൂടെ ചോദിക്കാൻ വേണ്ടി പോകണം. ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ച്. പരിശുദ്ധാത്മാവേ, ഇൻ ദ നെയിം ഓഫ് ജീസസ്. സിസ്റ്റർ, ഞാൻ എൻ്റെ ഉള്ളത്തിലേക്ക് കർത്താവിനോട് പറയുന്ന അലക്സ് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പ്രാർത്ഥിപ്പാൻ എൻ്റെ ഉള്ളത്തിൽ കർത്താവ് പറയുക. അലക്സ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുമായിട്ട് കണക്ട് ചെയ്ത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കർത്താവ് ഒരു വാതിൽ തുറക്കാൻ വേണ്ടി പോകാന്ന് പറയുന്നത്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് അലക്സ് എന്ന് പറയുന്ന വ്യക്തി ദൈവം നിങ്ങൾക്കൊരു അനുഗ്രഹമാക്കി കർത്താവ് അയക്കാൻ വേണ്ടി പോവാ. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ഞങ്ങളത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആ പേര് കുറിച്ച് വെച്ചോണേ. ഇപ്പോഴങ്ങനെ ഒരു വ്യക്തി ഉണ്ടോ ഇല്ലെന്ന് എനിക്ക് അറിയത്തില്ല. ഇനി ആ പേരൊന്ന് നോട്ട് ചെയ്ത് വെച്ചോണേ. ആ വ്യക്തി നിങ്ങളുടെ ഭവനത്തിലേക്ക് വരുന്ന ഒരു കാഴ്ച, ആ വ്യക്തി നിമിത്തം ദൈവം ഒരു അനുഗ്രഹമാക്കി മാറ്റുവാൻ വേണ്ടി പോകുന്നു എന്ന് കർത്താവ് പറയുന്നു. കർത്താവ് നമ്മൾ അപ്രതീക്ഷിതമായിട്ടൊക്കെ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ്. പക്ഷെ ദൈവം അതൊരു സാക്ഷ്യമാക്കി മാറ്റാൻ വേണ്ടി പോവാന്ന് പറയുന്നത്. യേശുവിന്റെ നാമത്തിൽ സ്വീകരിച്ചോണേ. കർത്താവിന്റെ വലിയ പ്രവൃത്തി സംഭവിക്കുന്നു. ഇപ്പൊ അങ്ങനെ ഒരാൾ ഉണ്ടെങ്കിൽ അത് നോട്ട് ചെയ്തോണം. ഇനി അങ്ങനെ ആ വ്യക്തി ഇപ്പൊ നമുക്കൊരു പരിചയത്തിലില്ല, ഒരു കണക്ഷനും ഇല്ലെങ്കിൽ ആ പേരൊന്ന് കുറിച്ച് വെച്ചോണം. ആ വ്യക്തി ഭവനത്തിൽ വരും. ആ വ്യക്തി വരുമ്പോൾ ഞാൻ കാണുന്ന ഒരു കാഴ്ച, ആ വ്യക്തിയുടെ കയ്യിൽ ഈ ഒരു നിങ്ങൾക്ക് തരാൻ എന്തോ ഒരു സംഭവം അതിൻ്റെ അകത്തുണ്ട്. പൊതിഞ്ഞു കൊണ്ടുവരുന്ന ഒരു സംഭവമാണ്.
ആ വ്യക്തി ആ ഭവനത്തിന്റെ അകത്ത് വരും. പക്ഷെ അത് നിങ്ങൾക്ക് തരാനുള്ളതല്ല, ആ വ്യക്തിയുടെ കൈവശം അതുണ്ട്. അത് അടയാളമായിട്ട് കർത്താവ് എന്നെ കാണിക്കുന്നു. ആ വ്യക്തി നിമിത്തം ഒരു നന്മയുടെ വാർത്ത നിങ്ങൾ കേൾക്കും കേട്ടോ. ആരാണോ ആ സമൂഹലിന്റെ ഭവനത്തിൽ മെയ് മാസത്തിൽ ജനിച്ചിരിക്കുന്നത്, ആ വ്യക്തി ഒന്ന് നോട്ട് ചെയ്തോണം കേട്ടോ. ആമേൻ. അത് സ്വീകരിച്ചോണം. കർത്താവിന്റെ വലിയ പ്രവർത്തിക്കായിട്ട് ദൈവം അത് ചെയ്യും. നന്ദി യേശുവേ. ആമേൻ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി കർത്താവേ. പിന്നെ ഒന്ന് പ്രാർത്ഥിച്ച പരിശുദ്ധാത്മാവി അങ്ങയുടെ കൃപ വ്യാപരിക്കുന്നത്. ഈ സമയത്ത് ഞാൻ നിങ്ങളോട് ചോദിക്കാൻ വേണ്ടി പോവാണേ. ഇന്നെല്ലാവരും ഒന്നും കൂടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി ആ ഒരു പ്രൊഫറ്റിക്കൽ മാൻഡിൽ നിങ്ങളുടെ മേലേക്ക് ഒരു പകർച്ചയ്ക്ക് വേണ്ടി ഇന്ന് കർത്താവിന്റെ നാമത്തിൽ എല്ലാവരും ഇന്ന് കണ്ണടച്ച് നിങ്ങളുടെ ഉള്ളത്തിൽ തമ്പുരാൻ ചിലത് വെളിപ്പെടുത്തും. ഇന്ന് നമുക്ക് ഒരേ ആത്മാവിൽ പരിശുദ്ധാത്മാവ് അത് വെളിപ്പെടുത്തുമ്പോൾ എന്താണോ ഞാൻ നിങ്ങൾ കാണുന്നത്, യേശുവിന്റെ നാമത്തിൽ ഇന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കും. ഇന്ന് ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ ഇതിലുള്ളത്, ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ വലിയൊരു പകർച്ച ഇന്ന് സംഭവിക്കാൻ വേണ്ടി എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. അന്യഭാഷ വരമില്ലാത്ത എത്ര പേരുണ്ട് ഇതിന്റെ അകത്ത്? അന്യഭാഷ വരം എനിക്കില്ല, പക്ഷെ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ. ആരുണ്ട് അങ്ങനെയുള്ളവർ? ഒന്ന് പറഞ്ഞു. ഇനി ആഗ്രഹമുള്ളവരെല്ലാം ഒന്ന് മൈക്ക് മ്യൂട്ട് ചെയ്തേ. ഇനി ആഗ്രഹമുള്ളവരെല്ലാം ശ്രദ്ധിച്ച്, ആഗ്രഹമുള്ളവരെല്ലാം ചെയ്യേണ്ട ഒരു കാര്യം, അന്യഭാഷ വരം നമുക്ക് വേണമെങ്കിൽ 3 രീതിയിലാണ് അന്യഭാഷ നമുക്ക് ലഭിക്കുന്നത്. ഒന്ന് പരിശുദ്ധാത്മാവിന്റെ വലിയ സ്പർശനം, നേരിട്ടുള്ള സ്പർശനം കൊണ്ടിലിട്ടും. 2 അഭിഷക്തന്മാരുടെ ദൈവദാസന്മാരുടെ കൈവെപ്പിനാൽ ആത്മാവിന്റെ പകർച്ച ഉണ്ടാകും. 3ാമതായിട്ട് പ്രാർത്ഥിക്കുന്നവരുടെ കൂടെ നിന്നാൽ ആ പകർച്ച ഉണ്ടാകും. അപ്പൊ നമുക്ക് ഇതിനകത്ത് 3-ൽ ഏതും സംഭവിക്കാം. ഇന്നൊരുമിച്ച് എൻ്റെ കൂടെ ദൈവമക്കൾ അന്യഭാഷ പ്രാർത്ഥിക്കുമ്പോൾ, ഇന്ന് അന്യഭാഷ ഇല്ലാത്ത ദൈവമക്കൾ അത് ശ്രദ്ധിച്ചോണം. അത് പഠിപ്പിക്കുമല്ല, നിങ്ങൾ കേട്ട് പറയൊന്നും വേണ്ട. ഒരു വാക്കേ വന്നുള്ളെങ്കിൽ അത് പറഞ്ഞു തുടങ്ങിക്കണം. പിശാച മനസ്സിന്റെ അകത്ത് പറയൂ, ഇത് അവരുടെ അന്യഭാഷ നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യുവാണ്, നമുക്ക് അവരുടെ ഭാഷ നമ്മൾ പറയും, ഇവന്റെ തന്ത്രമാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ദൈവത്തിന്റെ അന്യഭാഷയുടെ പ്രത്യേകത നമുക്ക് പിന്നെയും പറയുവാൻ ടെൻഡൻസി ഉണ്ടാകും. ദൈവത്തിന്റെ അന്യഭാഷ നമുക്ക് പിന്നെയും പറയാൻ മടി വരത്തില്ല, ടെൻഡൻസി ഉണ്ടാകും. അതുകൊണ്ട് ഭയപ്പെടേണ്ട. വായി വരുന്ന അന്യഭാഷ അങ്ങ് സംസാരിച്ചോണം. അല്പനേരം ഒന്ന് അന്യഭാഷയിൽ പ്രാർത്ഥിച്ച് കണ്ണടച്ച് നിങ്ങൾക്ക് കാണുന്ന ദർശനങ്ങൾ, ചിലപ്പോൾ കർത്താവ് പേരുകൾ വെളിപ്പെടുത്തും, കാഴ്ചകൾ വെളിപ്പെടുത്തും, ഡേറ്റുകൾ വെളിപ്പെടുത്തും, ചില വിഷയങ്ങൾ വെളിപ്പെടുത്തും, ചില രോഗങ്ങൾ വെളിപ്പെടുത്തും, ചില പൈശാചിക മുഖങ്ങൾ ദൈവം വെളിപ്പെടുത്തും. അത് യേശുവിന്റെ നാമത്തിൽ ഞാൻ എന്നത് ചോദിക്കുമ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത ആളുകൾ ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച്. ഓ ഷമഹസി. ചില പേരുകൾ കർത്താവ് ഇപ്പൊ വെളിപ്പെടുത്താൻ വേണ്ടി പോവുക. ചില കുടുംബങ്ങളെ ദൈവം തൊടേണ്ടതിന്. ഓ റാഷമാക്കി റൈറ്റമേക്കസി. ചില കാഴ്ചകളിലേക്ക് പരിശുദ്ധാത്മാവ് ഇപ്പൊ കൊണ്ടുപോകും നിങ്ങളെ. യേശുവേ ഞങ്ങളിപ്പോ പ്രാർത്ഥിക്കുന്ന അപ്പൊ വലിയൊരു പകർച്ച ഇന്ന് സംഭവിക്കാൻ വേണ്ടി പോവാ. ഓ റാഷമക്കസിയാൻറ്റി രമേസി. അന്യഭാഷയിൽ പ്രാർത്ഥിച്ച് ദൈവമക്കൾ അന്യഭാഷ പ്രാർത്ഥിച്ച്. അന്യഭാഷ ഇല്ലാത്ത ദൈവമക്കൾ കൂടെ യേശുവിന്റെ രക്തം ചെയ്യാൻ പറഞ്ഞു. യേശുവിന്റെ രക്തം ചെയ്യാൻ പറഞ്ഞു. നിങ്ങളുടെ മേലേക്ക് അത് വലിയ നാവിലേക്ക് അന്യഭാഷ വരം വരിക. യേശുവിന്റെ രക്തത്താൾ ചെയ്യും, രക്തത്താൾ ചെയ്യും, രക്തത്താൾ ചെയ്യും. ഊരി ബകമ സൻധാസിയാറ്റി മഖസിയാന്തിരി അർബോഷിയാല ഖമഖസാഖന റിയാതു റാസി ശബഹു സമേഖേലി ആതു ശവാഖാരിയാന്തിരി അർത്തൻ ദേരി സമഖാനിയ ദന റോസിയാന്തിരി മസേകെ നാസകേരിയ. യേശുവേ അത്ഭുതം, 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 അത്ഭുതം. ഓ റമ ശംദല അർത്തന റിമകേന സൈൻതഹസിയാന്തിരി ഓരികബ റഖമ ശകാല മഖാസിയാന്തിരി. ഓ ജീസസ് റീഖ ബഹാസകേ ദശേമഖാന വഖദ ഫനഖാ ദകസ്മനാഖറാൽ സിയാന്തിരി അർത്തന റീഖ. അന്യഭാഷയിൽ പ്രാർത്ഥിച്ചു യേശുവിന്റെ നാമത്തിൽ ഒന്ന് റിലീസ് ചെയ്ത് ആത്മാവിൽ നിന്ന് ഒന്ന് ഫൈറ്റ് ചെയ്ത്. ഓറിയ അന്യഭാഷയില്ലാത്തവർ ആ നാവിലേക്ക് വരുന്ന ഭാഷ ഉപയോഗിച്ചു. റിയ ഷോൻട മഹസിയാറ്റലെ മോസിയാറ്റലെ അർബിയ റോമ സാന്റ റമാഷത റാബ ഔറാ സിയാറ്റ് ബഹാസത ബ്രയാറ്റ് മേകാസിയാന്തിരി ഓറിയ ബഷല ബഗേനിയ സെൻഡാരിയ സെനാരിയ ഷാബ്ല ഹാഡ മഗാസക ടോബ ഹസിയാന്തിരി ഓറിയ ബഹാറ ബഷക മനാക സകേന റിബേലിയ ഓറിയ ബേന ഹസാൻദ ഹഷ്മാകന സാറ്റ റാത ഔഡാ ബകേന ലെപേന റമേന സകേന റോനിയ സനിയ റബേരിയ ഷാഖ ബാക ബാറ മസിയാന്തിരി. യേശുവേ റിഗ ബര 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 ബന റിഗ ദിരി ബിരി 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 ബ ഉഡ ബര ബര ബന റിഗ ബര 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 ബ ഷാ ബന ബന ബര ബന ബ ബിരി 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 ബിരിം ശിബിരിം ഗബരം ശബരം ദല ബര 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 ബല ബര ബര ബ ഉരിബിൻ ഭരബൻ ശംദല ബർമന ഹഡദന റിഗ ദിരി ബിരി 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 ബ റീമ സെന്റല ഹസ്തന റീമല ഹസ്തന റിഗ ബന ഹുഡദേ. പരിശുദ്ധാത്മാവേ ശക്തി വ്യാപരിക്കട്ടെ, ശക്തി വ്യാപരിക്കട്ടെ, ആത്മാവിന്റെ ശക്തി വ്യാപരിക്കട്ടെ. റിയമ സോങ്കന ഹസിയാന്തിരി. കർത്താവേ
പ്രൊഫറ്റിക്കൽ മാൻഡിൽ എൻകൗണ്ടർ ഉണ്ടാകട്ടെ. ഏഞ്ചലിക് വിസിറ്റേഷൻ in the name of Jesus. Ora kazatara siandiri, ora pasha kamakazatari andiri, oria parak spiritualize. ആത്മ കണ്ണുകൾ പ്രകാശിക്കട്ടെ, ആത്മ കണ്ണുകൾ പ്രകാശിക്കട്ടെ, ഹൃദയ ദൃഷ്ടി പ്രകാശിച്ചിട്ട് കർത്താവ് വിളിയാലുള്ള പദ്ധതികളും വെളിപ്പെട്ട് വരട്ടെ. ഓ റബാന്തല, ഓ ജീസസ്. ഇനി അല്പനേരം കണ്ണടച്ച് കർത്താവ് ചില കാര്യങ്ങളെ ഇപ്പൊ വെളിപ്പെടുത്താൻ വേണ്ടി പോവുക. ഇതിനുശേഷം ഞാൻ അന്യഭാഷ ലഭിച്ചവരോട് ചോദിക്കും, ഞാനത് ഒന്ന് ശ്രദ്ധിച്ചോണം. നാവിന്റെ മേൽ ഈ സമയത്തും അന്യഭാഷ വരും. ഇൻ ദ നെയിം ഓഫ് ജീസസ്. കർത്താവ് ചില കാര്യങ്ങൾ ഇപ്പൊ വെളിപ്പെടുത്താൻ വേണ്ടി പോവാ. ഓ റമസ്, എന്നോട് കർത്താവ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അതേ കാര്യങ്ങൾ തന്നെ നിങ്ങളോട് ദൈവം ഇടപെടും. കാരണം നമ്മൾ ഒരേ ആത്മാവിൽ ഇന്ന് കണക്ട് ആയിരിക്കുക. ഇന്ന് ഇത്രയും ജനം യേശുവിന്റെ നാമത്തിൽ ഓറി മഹാസദ റിയാന്തിരി. യൂട്യൂബിലെ കാണുന്നവരെ പലപ്പോഴും നിങ്ങൾക്ക് സംഭവിക്കുന്ന ഒരു കാര്യം ഇതാണ്, നിങ്ങൾ ഏതെങ്കിലും ഒരു ആലോചന കേട്ടതിന് ശേഷം പിന്നെ വന്നിട്ട് ബ്രദർ അത് ബാക്കിയും കൂടെ ഞങ്ങൾക്ക് ഒന്ന് പറഞ്ഞു തരാമോ എന്ന് പറയുന്ന പരിപാടി ഇല്ല കേട്ടോ. ലൈവിൽ കാണുന്നവർ ലിങ്ക് അവിടെയുണ്ട്, നിങ്ങൾ അതിലൂടെ സൂമിലേക്ക് പ്രവേശിക്കാമെന്നാണ്. പിന്നീട് നിങ്ങൾക്ക് ചോദിച്ചാൽ ഞാൻ എപ്പോഴും പറഞ്ഞതുപോലെ പിന്നെ നിങ്ങൾക്ക് ഓർത്തെടുത്ത് പറയാൻ കഴിയുന്നതല്ല. ആത്മാവിന്റെ ആ ഫ്ലോ വരുമ്പോൾ ചാടി പിടിച്ചോണം. ഓഷമ ഹസിയാന്തിരി ഹസ്ബനാന്തിരി യേശുവിന്റെ നാമത്തിൽ കണ്ണടച്ച് യേശുവിന്റെ നാമത്തിൽ ഇന്ന് കർത്താവ് നിങ്ങളുടെ ഉള്ളത്തിലേക്ക് ചിലത് വെളിപ്പെടുത്തുക. ഇന്ന് ചില കാര്യങ്ങളെ, ചില വ്യക്തികളുടെ ഭവനങ്ങളെ പരിശുദ്ധാത്മാവ് ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടി പോകുക. ഇന്ന് ആത്മാവിൽ അന്ത്യകാലത്തെ സകല ജഡത്തിന്റെ മേലും എന്റെ ആത്മാവിനെ പകരും. നിന്റെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിന്റെ വൃദ്ധന്മാർ ഇന്ന് ദർശനങ്ങളെ കാണും. ഇന്ന് കർത്താവ് സ്വപ്നങ്ങൾ, ദർശനങ്ങൾ ഇന്നവരുടെ മേൽ സ്പാർക്ക് ഉണ്ടാകട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിന്റെ നാമത്തിൽ താങ്ക് യു ഹോളി സ്പിരിറ്റ്. ചില കാര്യങ്ങളെ കർത്താവ് നിങ്ങളുടെ ശരീരത്തിന്റെ മേൽ, ആത്മാവിന്റെ മേൽ ഇമ്പാർട്ടേഷൻ ഉണ്ടാകുക. നന്ദി കർത്താവേ, നന്ദി യേശുവേ, നന്ദി കർത്താവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ദൈവം അങ്ങ് വെളിപ്പെടുത്തുന്നല്ലോ. താങ്ക് യു ജീസസ്. എൻ്റെ ഉള്ളത്തെ കർത്താവ് എന്നെ സണ്ണിയുടെ ഭവനത്തിൽ, സണ്ണിയുടെ മോളെ ദൈവം തൊടാൻ വേണ്ടി പോവാന്ന് പറഞ്ഞത്. സണ്ണിയുടെ ഈ കലഹം ഉണ്ടാക്കുന്ന, ഞാൻ എപ്പോഴും പറയുന്നത് പോലെ അങ്ങനെയുള്ളവർ ലെഫ്റ്റ് ചെയ്യുക. ഒരു സണ്ണിയുടെ ഭവനത്തെ കർത്താവ് തൊടുന്നാട്ട് പറഞ്ഞു. സണ്ണിയുടെ ആ പെൺ തലമുറയുടെ മേൽ ദൈവത്തിന്റെ പ്രവൃത്തി ഇപ്പോൾ സംഭവിക്കാൻ വേണ്ടി അടഞ്ഞ വഴി തുറക്കാൻ വേണ്ടി പോവാ. ആ പേര് വെളിപ്പെട്ട ആരെങ്കിലും ഉണ്ടോ? ഈ സണ്ണി എന്നുള്ള പേര് ഹൃദയത്തിന്റെ അകത്ത് വെളിപ്പെട്ടവരുണ്ടോ? ഉണ്ട്. ആർക്കത് വെളിപ്പെട്ടത്? ഇനി കേട്ടെ, നമ്മൾ ഒരുമിച്ച് ആ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഏതാ സണ്ണിയുടെ ഭവനം? ഇന്ന് സണ്ണിയുടെ പെൺ തലമുറ. എന്റെ ഹസ്ബൻഡിന്റെ പേരാണ് സണ്ണി. സിസ്റ്റർക്ക് വെളിപ്പെട്ടത് ആ പേര് തന്നെയാണോ? സണ്ണി പേര്. ആ പേര് തന്നെ വെളിപ്പെട്ടു. ഇന്ന് ആ മോൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ കർത്താവ് എന്റെ ഉള്ളത്തിൽ തമ്പുരാൻ നിയോഗം തരുക. കേൾക്കുന്നുണ്ടോ? മോളുള്ളതാണോ? ഈ സണ്ണിക്ക് മോളുള്ള ആളാണോ? മോളുണ്ട്. ഇന്ന് ആ മോളുടെ അടഞ്ഞ വാതിലിനെ ദൈവം തുറക്കാൻ വേണ്ടി പോവാന്നാ പറയുന്നത്. യേശുവിന്റെ നാമത്തിൽ എന്റെ ഉള്ളത്തെ കർത്താവ് എന്നെ മാർച്ച് എന്ന് പറയുന്ന മാസം ഇങ്ങനെ എടുത്ത് കാണിച്ചുകൊണ്ടിരിക്കുക. യേശുവിന്റെ നാമത്തിൽ കർത്താവിന്റെ വലിയൊരു പ്രവൃത്തി അവിടെ സംഭവിക്കാൻ വേണ്ടി പോവാ. ഈ മാർച്ച് എന്നുള്ളത് കുടുംബക്കാരുമായിട്ട് ബന്ധമുണ്ടോ? ഇല്ലെങ്കിൽ മാർച്ച് എന്ന് പറയുന്ന ഒരു ഡെലിവറൻസ് ആയിട്ട് എന്നെ കർത്താവ് കാണിക്കുക. ജനന ദിവസമാണോ അതോ ഡെലിവറൻസ് ദിവസമാണോ എനിക്ക് അറിയത്തില്ല, പക്ഷെ ഡെലിവറൻസ് ആയിട്ട് കർത്താവ് എന്നെ കാണിക്കുക. മാർച്ച് എന്ന് പറയുന്ന മാസം. കേൾക്കുന്നുണ്ടോ? ചേച്ചിയുടെ മോളാ. മാർച്ച് എന്നാ ബന്ധം? മാർച്ച് 15 ജനിച്ചത്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് വലിയൊരു ഹസ്ബൻഡ് ഭാര്യയായിട്ട് അങ്ങനെ മാറി നിൽക്കുക, ഭയങ്കര പ്രശ്നത്തിലൂടെ പോവുക. കുടുംബത്തിന്റെ അകത്ത് കലഹം. യേശുവിന്റെ നാമത്തിൽ കർത്താവ് ഇടർച്ച കൊണ്ടുവരുന്ന, ഐക്യത നഷ്ടപ്പെടുത്തുന്ന ദുരാത്മാക്കളെ കുടുംബത്തിൽ ഞങ്ങൾ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ പുറത്താക്കും. ദുഷ്ടപിശാചേ, യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ഞാനത് ബ്രേക്ക് ചെയ്യുന്നു. ആ മകളുടെ ജീവിതത്തെ ഞങ്ങൾ ഇപ്പോൾ സ്വാതന്ത്ര്യത്തിലേക്ക് കൊടുക്കുന്നപ്പ കർത്താവിന്റെ കൃപ വ്യാപരിക്കുന്നല്ലോ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഈ സമയത്ത് എൻ്റെ ഒപ്പം പ്രാർത്ഥിക്കണം. കർത്താവിന്റെ സീരിയസ് ആയിട്ടിരുന്നു. ഞാൻ പറഞ്ഞില്ല, നമ്മൾ പറയാത്ത ഭാഷകൾ ദൈവാത്മാവ് ഇടപെടും. ഞാൻ നാളൊരു സാക്ഷ്യം പറഞ്ഞില്ലേ, ആഫ്രിക്കാരിയായിട്ടുള്ള ഒരു സഹോദരിയോട് അന്യഭാഷ പറഞ്ഞപ്പോഴേക്കും അന്യഭാഷയ്ക്കകത്ത് അവരുടെ ഗോത്രഭാഷയിൽ അവരുടെ പിതാവിന്റെ പേരുകൾ അന്യഭാഷയ്ക്കകത്ത് വെളിപ്പെട്ടു വന്നു. അപ്പം അവരുടെ ഭാഷയാണ് അവരിട്ടേക്കുന്ന പേര് നമുക്കൊന്നും മനസ്സിലാകത്തില്ല. നമ്മുടെ പേര് പോലും നമ്മുടെ പേര് പോലെയല്ല അവിടുത്തെ പേരുകൾ. പക്ഷെ അന്യഭാഷയിൽ അവരുപയോഗിക്കുന്ന ഉച്ചാരണ വാക്കുകൾ കയറി വന്നു. പറഞ്ഞു അതെന്റെ പിതാവിന്റെ അവിടുത്തെ വിളിക്കുന്ന വിളിപ്പേരാ. കണ്ടോ?
കർത്താവ് നിങ്ങളുടെ അന്യഭാഷയിൽ മനുഷ്യന്റെ ഭാഷകൾ വെളിപ്പെടുത്തും, അവരുടെ ഗോത്ര ഭാഷകൾ. കാര്യം അപ്പോസ്തല പ്രവൃത്തിയിൽ അവർ അറേബ്യയുടെയും മെദ്ദേരുടെയും മിസ്സപ്പെട്ടോമരുടെയും ഭാഷകളിൽ സംസാരിച്ചു. യേശു അതുപോലെ തന്നെ പല ഭാഷാ വരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. പുതിയതായിട്ട് അന്യഭാഷ വരം ലഭിച്ച എത്ര പേരുണ്ട്? ആരെങ്കിലും കിട്ടിയിട്ടുണ്ടോ നിങ്ങൾക്കിപ്പോൾ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത്? എൻ്റെ നാവിൻ്റെ മേൽ ഒരു ഭാഷ വന്നു എന്ന് പറയുന്ന ആരാത്? ആരെങ്കിലും ഉണ്ടോ ഇതിൻ്റെ അകത്ത്? അന്യഭാഷാ വരം ആഗ്രഹിച്ചിട്ട് നാവിൻ്റെ മേൽ വന്നവര്, ഇനി വന്നില്ലെങ്കിൽ പ്രിയരെ സീരിയസ് ആയിട്ട് ആഗ്രഹിച്ച് നിങ്ങളുടെ ഉള്ളത്തിൽ അത് വേണം. അന്യഭാഷ ഇല്ല എന്ന് പറയരുത്. അന്യഭാഷ നിങ്ങളുടെ നാവിൻ്റെ മേൽ കർത്താവ് പകരും. ഒരു വാക്കുള്ളോ മതി, അത് പിടിച്ചോണം, അത് പിടിച്ച് അന്യഭാഷ പറഞ്ഞോണം. കർത്താവ് നിങ്ങളുടെ ഭവനത്തിന്റെ മേൽ ദൈവാത്മാവ് പ്രവർത്തിക്കാൻ വേണ്ടി പോവാ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഈ MC വേണു എന്നൊരു പേര് ഞാനിപ്പം നമ്മുടെ പ്രൊഫൈലിൽ കാണുവാണ്. പ്രൊഫൈലിൽ കണ്ട പേര് പറയുവാണ്. ആ സഹോദരനാണോ സഹോദരിയാണോ അത്? ഇപ്പൊ ഞാൻ പേര് ഇത് കണ്ടുകൊണ്ട് ഞാൻ വായിച്ചതാണേ. സഹോദരനാ. ആ MC വേണു സഹോദരനാ. ഞാനിപ്പോൾ പേര് കണ്ടുകൊണ്ട് വായിച്ചതാ. ഇപ്പം എൻ്റെ ഉള്ളത്തിൽ ആ കൂടെ പെട്ടെന്ന് കണ്ടപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ കർത്താവ് എൻ്റെ ഉള്ളത്തിലേക്ക് പറയുക. എനിക്കറിയത്തില്ല, ഈ ദിവസങ്ങളിൽ കർത്താവ് പറയുന്നു 7.5 വർഷമായിട്ടുണ്ടായിരുന്ന ഒരു കാര്യത്തിൻ്റെ മേൽ, കുടുംബത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തിക്ക് വേണ്ടി കർത്താവ് ചെയ്യുവാൻ വേണ്ടി പോവാൻ എന്നോട് പറയുക യേശുവിൻ്റെ നാമത്തിൽ. ഈ എന്നോട് ഉള്ളത്തിൽ കർത്താവ് പറഞ്ഞു, ഈ സെപ്റ്റംബർ എന്ന് പറയുന്ന മാസം, സെപ്റ്റംബർ മാസം കേൾക്കുന്നുണ്ടോ? ഇതിങ്ങനെ സ്പെസിഫിക് ആയിട്ട് എടുത്ത് കാണിക്കുക. പ്രൊജക്റ്റിൽ നിൽക്കുന്നത് പോലെ സെപ്റ്റംബർ മാസം ഇങ്ങനെ എടുത്ത് കാണിച്ചുകൊണ്ടിരിക്കുക. ഈ സെപ്റ്റംബർ മാസം ഒരു കരയുന്ന ഒരു മാസമായിട്ട് ഞാൻ കാണുന്നത്. സെപ്റ്റംബർ മാസം കരയുന്ന ഒരു മാസമായിട്ട് ഞാൻ കാണും. ഒരു വ്യക്തി ഇന്നിങ്ങനെ കരയുന്ന ഒരു കാഴ്ച ഈ സെപ്റ്റംബർ മാസത്തിൽ ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. ഈ ഒരു കാലം, ഈ ഒരു സമയം, എന്തോ ഒരു കാര്യം സെപ്റ്റംബർ മാസത്തിൽ ദുഃഖകരമായൊരവസ്ഥ കുടുംബത്തിൻ്റെ അകത്ത് കണ്ണുനീര് വീണിട്ടുണ്ട്. ആ കണ്ണുനീര് നിമിത്തം കുടുംബത്തിൻ്റെ അകത്തുണ്ടായ ചില കാര്യങ്ങൾ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നപ്പ കർത്താവ് വലിയൊരു സമാധാനം അന്തരീക്ഷം കുടുംബത്തിൽ വെളിപ്പെടാൻ വേണ്ടി പോവാ. എൻ്റെ ഉള്ളത്തിൽ കർത്താവ് പറയുന്നു, ആ കുടുംബത്തിൽ നിന്ന് കണ്ണുനീരിനെ തുടച്ചു മാറ്റാൻ വേണ്ടി പോവാ. കണ്ണുനീര് വീണ നിമിത്തം കണ്ണുനീര് കൊണ്ട് ആ കുടുംബത്തിൻ്റെ അകത്ത് വീഴ്ച ഉണ്ടാകും എന്നുള്ളത് നിൽക്കുന്നതെല്ലാം മാറി കണ്ണുനീരിനെ തുടച്ച് ദൈവം നിങ്ങളുടെ ദുഃഖങ്ങളെ സന്തോഷമാക്കാൻ വേണ്ടി പോവാന്നാ പറയുന്നത്. യേശുവിന്റെ നാമത്തിൽ ഞാൻ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അത് സ്വീകരിച്ചോ കർത്താവെ. കൃപ വ്യാപരിക്കുന്നു, കൃപ വ്യാപരിക്കുന്നു, അനുഗ്രഹിക്കുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ നന്ദി കർത്താവെ, നന്ദി പരിശുദ്ധാത്മാവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഈ മുട്ടിന്റെ ചിരട്ടയുടെ ഭാഗങ്ങളിൽ ഭയങ്കര ഈ കുത്തുന്നത് പോലെ വേദനകളും വല്ലാത്ത വേദനയാണ്. ആ മുട്ടിന്റെ ഭാഗങ്ങൾ, നമ്മുടെ ചിരട്ട ഭാഗം ഉണ്ടല്ലോ മുട്ടിന്റെ, ആ ഒരു ഭാഗത്ത് വിങ്ങലും വേദനകളും അനുഭവിക്കുന്ന വ്യക്തികൾ ആരെങ്കിലും ഉണ്ടോ? ആ ഭാഗത്ത് വേദന അനുഭവിക്കുന്നവര് ഉണ്ട്. ആ കൈയെടുത്ത് വെച്ച് യേശുവിന്റെ നാമത്തിൽ കൈയെടുത്ത് വെച്ച് ആ കൈ അവിടെ വെച്ചിട്ട് പറഞ്ഞ്, ഞാൻ അനുഭവിക്കത്തില്ലെന്ന് പറ. യേശു എന്റെ വേദനകൾ ചുമന്നു. ഇന്ന് സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ടോ? സ്ക്രീനിലേക്ക് നിങ്ങൾക്ക് ആ വചനം കാണാൻ പറ്റുന്നുണ്ടോ? കർത്താവ് നമ്മുടെ രോഗത്തെ വഹിച്ചു, കർത്താവ് നമ്മുടെ വേദനകളെ ചുമന്നു, കർത്താവിന്റെ അടിപ്പിണരുകളാൽ എനിക്ക് എന്തു വന്നിരിക്കുന്നു? അത്ഭുത രോഗസൗഖ്യം വന്നിരിക്കുന്നു. നോക്കിക്ക് ആ വചനം കണ്ടോ? സാക്ഷാൽ യേശു എന്റെ രോഗത്തെ വഹിച്ചു. അതിന്റെ അർത്ഥം ഞാൻ ഇനി ചുമക്കണ്ട, ആരെങ്കിലും ഒരാൾ ചുമന്നാൽ മതി. നോക്കിക്കേ, സാക്ഷാൽ അവൻ നമ്മുടെ രോഗങ്ങളെ വഹിച്ചു, നമ്മുടെ വേദനകളെ യേശു ചുമന്നു. ആരെങ്കിലും ഒരാളെ ചുമക്കാൻ പറ്റത്തുള്ളൂ. യേശു ചുമന്നാൽ ഞാൻ ചുമക്കണ്ട, ഞാൻ ചുമന്നാൽ യേശു ചുമക്കണ്ട. യേശു ചുമന്നത് കൊണ്ട് ഞാൻ ചുമക്കത്തില്ല. പറ, യേശു വഹിച്ചത് കൊണ്ട് ഞാൻ ചുമക്കത്തില്ല. പറ, എന്റെ ഉറക്കെ പറ, യേശു എന്റെ മുട്ടിന്റെ വേദന വഹിച്ചത് കൊണ്ട്, യേശു എന്റെ ക്യാൻസർ വഹിച്ചതുകൊണ്ട്, യേശു എന്റെ രോഗത്തെ വഹിച്ചതുകൊണ്ട് ഞാൻ അനുഭവിക്കത്തില്ല. ധൈര്യമായിട്ട് പിശാച് കേക്കെ പറ, ഞാൻ അനുഭവിക്കത്തില്ല, ഞാൻ ആ വേദന അനുഭവിക്കത്തില്ല. ഞാൻ ആ വേദന ഇപ്പോൾ തന്നെ ക്യാൻസൽ ചെയ്യുന്നു യേശുവിന്റെ നാമത്തിൽ. ഒന്ന് പ്രാർത്ഥിച്ച് യേശുവിന്റെ നാമത്തിൽ പറ, കർത്താവ് എന്റെ രോഗത്തെ അനുഭവിച്ചു, കർത്താവ് എന്റെ വേദനകളെ അനുഭവിച്ചു, കർത്താവിന്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം. ഇതിനുശേഷം ഞാൻ ചോദിക്കും, എന്താണോ നിങ്ങൾ അനുഭവിക്കുന്ന വ്യത്യാസം?
പ്രാർത്ഥിച്ചതിന് ശേഷം എന്താണോ ഒരു നിമിഷം അന്യഭാഷയിൽ ഒന്ന് കത്തിക്ക്, ഒന്ന് ആത്മാവിലൊന്ന് കത്തിയെ, ആത്മാവിലൊന്ന് തീ പിടിച്ച് ഓ റബ ശംദഹസ്യാൻ തെരി മെസ്സിയാൻ തെരി അർത്ഥന റാൽഖേൻ ധേരിയ ശമേനിയ അർത്ഥൻ ധേരിയ റമൽഖേന റംസന. ആ രോഗികളുടെ മേലേക്ക് ഒരു അഭിഷേകത്തിന്റെ അഗ്നി കത്തട്ടെ, അവരുടെ വേദനകളുടെ മേൽ തീ കത്തട്ടെ യേശുവിന്റെ നാമത്തിൽ. ഉറിയാമ ശംദഹസ്സൻ ആറകൽ തെരിയ അർത്ഥന റിമാക്കേന സിയാൻതിരി. ആ ദുരാത്മാവിനെ ഞങ്ങൾ പുറത്താക്കുന്നു, രോഗശക്തിയെ പുറത്താക്കുന്നു. പിശാചേ, നിന്റെ കള്ളപ്രവർത്തികൾ ഇപ്പോൾ ആത്മാവിൽ വെട്ടിവിടുന്ന വേദനകൾ വിട്ടുമാറുക, രോഗങ്ങൾ വിട്ടുമാറുന്നു, പൈശാചിക നുഖങ്ങൾ ഓടിയുന്നു. അഭിഷേക നുഖത്തെ ഓടിക്കുന്നത് പരിശുദ്ധാത്മാവെ അഗ്നി 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 അഗ്നി. ആ അഭിഷേകത്തിന്റെ അഗ്നി കത്തുക, ആ ശരീരത്തിന്റെ മേൽ, ആ രോഗത്തിന്റെ മേൽ തീ കത്തുക. അഭിഷേകത്തെ അനുഭവിക്കുന്നവർ, ശരീരത്തിന്റെ മേൽ ശക്തി അനുഭവിക്കുന്നവർ ആരാധിച്ചു. റിയാശാന്തര വിട്ടുകൊടുത്തോ, ശരീരത്തെ അങ്ങ് വിട്ടുകൊടുത്തു, നിങ്ങളുടെ ശരീരത്തെ വിട്ടുകൊടുത്തു. നോക്കണ്ട, ആരെയും നോക്കണ്ട. വിടുതൽ നിങ്ങളുടെ മേൽ പ്രവേശിക്കുക. അവർ ആത്മാവിൽ ആരാധിച്ചു, ആത്മാവിൽ ആരാധിച്ചു. അവരെല്ലാവരും ആത്മാവിൽ നിറഞ്ഞവരായി. അവർക്ക് ലഭിച്ചത് ഉച്ചരിപ്പാൻ ലഭിച്ചതുപോലെ അന്യഭാഷയിൽ മേജരുടെ മെസ്സപ്പൊട്ടോമരുടെ ഭാഷയിൽ അവർ ദൈവത്തിന്റെ വൻ കാര്യങ്ങളെ പ്രവചിച്ചു. കൈയെടുത്തു വെച്ചു. ഹീലിംഗ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. ആ വേദനയോടൊന്ന് കൽപ്പിച്ച് യേശുവിന്റെ അടിപ്പിണരുകളാൽ, യേശുവിന്റെ അടിപ്പിണരുകളാൽ, യേശുവിന്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം. എന്റെ യേശുവിന്റെ വേദന അനുഭവിച്ചതാ, എന്റെ യേശുവിന്റെ രോഗം വഹിച്ചതാ. ഞാൻ ഇനി അനുഭവിക്കത്തില്ല, ഞാൻ ഇനി അനുഭവിക്കത്തില്ല, ഞാൻ ഇനി അനുഭവിക്കത്തില്ല. യേശുവിന്റെ നാമത്തിൽ ഞാൻ അത്ഭുതത്തെ സ്വീകരിക്കുന്നു പറഞ്ഞു. ഞാൻ അത്ഭുതത്തെ സ്വീകരിക്കുന്നു, 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 സ്വീകരിക്കുന്നു പറഞ്ഞു യേശുവിന്റെ നാമത്തിൽ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആ പ്രാർത്ഥിച്ച് എത്ര പേരുണ്ട്? ആ വ്യത്യാസം ഉള്ളവർ എത്ര പേരുണ്ട്? എത്ര പേര് പ്രാർത്ഥിച്ചു ആ വേദന അനുഭവിച്ചവർ? ബ്രദറെ, ഞാനൊരു സാക്ഷ്യം ഉണ്ടായിരുന്നു എനിക്ക്. പറഞ്ഞു. സ്തോത്രം. വേണുവിന്റെ പേര് പറഞ്ഞില്ലയോ? സെപ്റ്റംബറിൽ എന്റെ മകൻ ഗൾഫിൽ പോയിട്ട് അവിടെ ഒരു കുരുക്കിലകപ്പെട്ട് ആകെപ്പാടെ പ്രയാസത്തിലായിരുന്നു. സെപ്റ്റംബർ മാസം ഈ കാര്യമെല്ലാം ബ്രദറെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ പ്രയർ ലൈനിൽ വല്ലോ? അയ്യോ ഇല്ല, നമ്മൾ തന്നെ കണ്ടിട്ട് പോലും കണ്ടിട്ടില്ല. അപ്പൊ സെപ്റ്റംബർ മാസത്തിലാണ് മോന് കുരുക്കുണ്ടാകുന്നത്. അതെ അതെ, ഗൾഫിൽ പോയിട്ട് അവിടെ കുരുക്കൊണ്ടവരെ വലിയ പ്രയാസത്തിലാകപ്പെട്ടു. പിന്നെ അവിടെ നിന്ന് പിന്നെ വിടുവിച്ചു വന്നു. ഓ സ്വതന്ത്രം കണ്ടു. അപ്പൊ കർത്താവ് എത്ര വിശ്വസ്തനാണ്. ഞാനിത് പ്രാർത്ഥിച്ച എത്ര പേര് കേട്ടായിരുന്നു? സെപ്റ്റംബർ മാസത്തിൽ കരയുന്ന ഒരു കാഴ്ച, ഒരു വ്യക്തി ആ കണ്ണുനീര് കുടുംബത്തെ മൊത്തം ബാധിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് പോകാൻ നോക്കുക കേട്ടോ. പക്ഷെ കർത്താവ് പറയുന്നു ദുഃഖം സന്തോഷമാകാൻ വേണ്ടി പോവാ. കർത്താവ് ഇന്ന് വേണുവിന്റെ ഭവനത്തിൽ ഇനി സന്തോഷത്തിന്റെ നാവളെ തുറക്കാൻ വേണ്ടി പോകട്ടോ. ദുഷ്ടപിശാചിന്റെ ആഗ്രഹമല്ല നടക്കാൻ പോകുന്നു, ദൈവത്തിന്റെ പ്ലാന് കേട്ടോ. ആമേൻ പറഞ്ഞു ബ്രദറെ, സ്വീകരിച്ചു. ഗോഡ് ബ്ലസ് യു. നന്ദി യേശു. ഇതാണ് ബ്രദറെ സാക്ഷ്യം പറയാൻ വേണ്ടി വന്നത്. മോന്റെ കാര്യം കർത്താവ് തൊട്ട് കേട്ടോ. അത് ഈ കാര്യമൊന്നും ബ്രദർ പറഞ്ഞിട്ടേ ഇല്ല. സെപ്റ്റംബർ മാസത്തിൽ മോന്റെ വിഷയങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഇല്ല, ഞാനൊന്നും പറഞ്ഞിട്ടില്ല. കർത്താവ് തൊട്ട കൃപയ്ക്ക് നന്ദി. അപ്പൊ ഇനി ഇപ്പൊ പ്രാർത്ഥിച്ച എത്ര പേരുണ്ട്? ആ മുട്ടിന് വേണ്ടി പ്രാർത്ഥിച്ച എത്ര പേരുണ്ട്? ആ മുട്ടുവേദനയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച എത്ര പേരുണ്ട്? ആ വേദന പറഞ്ഞ എത്ര പേരുണ്ട്? ആ പ്രാർത്ഥിച്ചിട്ട് എന്നാ തോന്നി നിങ്ങൾക്ക്? വ്യത്യാസം എന്തുവാ? ഉറപ്പാണോ? അത് ചുമ്മാ പറയുവാണോ? പിശാച് കേക്ക് ഉറക്കെ പറ, യേശു എന്നെ തൊട്ടെന്ന് പറ. ആമേൻ. ആ സൗഖ്യം അനുഭവിക്കുന്നവരെന്ന് പറഞ്ഞ് എത്ര വർഷമായിട്ട് ആ വേദന അനുഭവിക്കുമായിരുന്നു? എത്ര വർഷമായിട്ട്? ഓ യേശു, ദുഷ്ട പിശാച് കേൾക്കണം കേട്ടോ. അവന്റെ പ്ലാനുകളെ പൊളിക്കുവാൻ, പിശാചിന്റെ പ്രവർത്തികളെ അഴിക്കുവാനാണ് യേശു വന്നിരിക്കുന്നത് കണ്ടോ. ദൈവമക്കള് രോഗത്തിന്റെ അവസ്ഥയിൽ പോകണ്ട, ആരോഗ്യം തരാൻ വേണ്ടിയാണ്. ഞാൻ എപ്പോഴും പറയത്തില്ലേ, യേശു ക്രൂശിൽ ആ വേദന മൊത്തം അനുഭവിച്ചു. നിങ്ങൾ മുട്ടുവേദനയും പിടിച്ചുകൊണ്ട് കർത്താവേ എനിക്ക് ദൈവത്തെ, ചിലത് പറയും ഞാൻ ഈ രോഗത്തോടു കൂടെ ദൈവത്തെ ആരാധിക്കും. കള്ള പിശാചിന്റെ ആഗ്രഹമാണ്. യേശു സന്തോഷിക്കുന്നില്ല.
അതുകൊണ്ടാണ് റോമൻ പടയാളികൾ യേശുവിനെ മാറി മാറി ചാട്ടവാർ അടിച്ചപ്പോഴും മുൾക്കിരീടം അവന്റെ യേശുവിന്റെ തലമേൽ അടിച്ചു കയറ്റിയപ്പോഴേക്കും മാറി മാറി ചാട്ടവാർ കൊണ്ട് അവർ അടിച്ചപ്പോഴും യേശു മൗനമായിരുന്നു. എന്നതെന്നറിയാവോ? ഇന്ന് നിങ്ങളുടെ സാക്ഷ്യം കേൾക്കാൻ വേണ്ടിയാ കർത്താവ് വേദന അനുഭവിച്ചത്. ബൈബിൾ പറഞ്ഞ സാക്ഷാൽ അവൻ നമ്മുടെ രോഗങ്ങളെ വഹിച്ചു. നമ്മുടെ വേദനകളാണ് ആ റോമൻകാർ മാറി മാറി അടിച്ചപ്പോൾ യേശു അനുഭവിച്ചത്. ഇന്ന് എത്ര വർഷമായിട്ട് സിസ്റ്റർ ആ മുട്ടിന്റെ വേദന ഉണ്ടായിരുന്നു? ഒന്ന് പറഞ്ഞ്. സൗഖ്യം ലഭിച്ചവര്, അനാവശ്യമായിട്ട് ആരും മൈക്ക് മാറ്റല്ലേ, മ്യൂട്ട് മാറ്റല്ലേ, പറഞ്ഞ്. പ്രാർത്ഥിച്ചവര് മാത്രം എത്ര പേര് പ്രാർത്ഥിച്ചു? കേൾക്കാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? പ്രാർത്ഥിച്ചവര് ഇപ്പൊ മുട്ടുവേദനയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച എത്ര പേരുണ്ട്? പറഞ്ഞു. ഓരോരുത്തർ പറ. പ്രാർത്ഥിച്ചിട്ട് എന്നാ ഉണ്ടായ വ്യത്യാസം? സൗഖ്യമായവര് എത്ര വർഷമായിട്ട്? എത്ര വർഷമായിട്ട്? നിങ്ങൾ ഇങ്ങനെ അനാവശ്യമായിട്ട് ശ്രദ്ധിക്കാതെ പോകരുതേ. കുഞ്ഞുങ്ങളൊക്കെ ഒന്ന് മയക്കി മ്യൂട്ട് ചെയ്ത് വെച്ച്. ഇപ്പൊ സൗഖ്യം നടന്നെന്ന് പറഞ്ഞ ആൾക്കാർ മാത്രം ഒന്ന് മയക്കി മ്യൂട്ട് മാറ്റി പറഞ്ഞു. എന്താ നിങ്ങളിൽ സംഭവിച്ച വ്യത്യാസം? പ്രാർത്ഥിച്ചത്. എനിക്ക് 5 മാസമായിട്ട് എന്റെ കാലിന്റെ മുട്ടിന്റെ ഉള്ളിൽ ലിഗമെന്റ് ഇഞ്ചുറി ആയിരുന്നു. 6 മാസം ആവാറായി. അതിപ്പം എനിക്ക് നല്ല സൗഖ്യമായി. ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞതായിരുന്നു. ഇപ്പൊ എനിക്ക് നല്ല സുഖം. ഇപ്പൊ വേദന ഇല്ല സിസ്റ്റർക്ക്? ഇപ്പൊ വേദന. ഓ എന്റെ യേശു, അങ്ങനെ വ്യക്തമായിട്ട് പറ. 5 മാസമായിട്ട് ലിഗമെന്റിന്റെ പ്രശ്നമായിരുന്നു അല്ലെ? എങ്ങനെയാ അതിന്റെ അകത്ത് ഓപ്പറേഷൻ ചെയ്യുന്ന ഡോക്ടർ പറഞ്ഞതാ. ഇപ്പൊ പ്രാർത്ഥിച്ചപ്പോ ഉള്ളില് മസിൽ ഇഞ്ചുറി ആയതായിരുന്നു. ഓ യേശുവേ, അത് നിമിത്തം വേദന അനുഭവിക്കുമായിരുന്നു. വേദന, ഭയങ്കര വേദന. പ്രാർത്ഥിച്ചപ്പോ എന്നാ സംഭവിച്ചത്? പ്രാർത്ഥിക്കുമ്പോ എനിക്ക് അവിടെ ഒരു കുളിരും പരിശുദ്ധാത്മാവ് തൊട്ടു, സ്പിരിറ്റ് ഇറങ്ങിയതുപോലെ എനിക്കും അത് അനുഭവമായി. പരിശുദ്ധാത്മാവിന്റെ ആ സ്പർശനം ഞാൻ അനുഭവിച്ചു. ശരീരം മൊത്തം, നടുവിനൊക്കെ ഭയങ്കര വേദന. എനിക്ക് എണിക്കാനൊക്കെ ഭയങ്കര പാടായിരുന്നു. എണിക്കാനും എനിക്ക് ഭയങ്കര കഷ്ടമായിരുന്നു. ഇപ്പൊ എനിക്ക് ഈസി ആയിട്ട് എണിക്കാനും നടക്കാൻ. ഞാൻ നടന്നൊക്കെ നോക്കി. ഇപ്പൊ എനിക്ക് നല്ല സുഖമായി. കർത്താവിന്റെ അത്ഭുതം നിങ്ങൾ കേട്ടെ. നടുവേദനയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ല, പ്രാർത്ഥിച്ചത് മുട്ടുവേദനയ്ക്കാണ്. പക്ഷെ ശരീരത്തിൽ ആ മുട്ടിന്റെ ഒരു കുളിര് പോലെ ദൈവാത്മാവിന്റെ സാന്നിധ്യം വന്നു. എണീക്കാൻ ബുദ്ധിമുട്ടുള്ള ആളായിരുന്നു. ഡോക്ടർ സർജറി വേണമെന്ന്, ലിഗമെന്റിന്റെ ഇഞ്ചുറി ആയിട്ട് വേണമെന്ന് പറഞ്ഞ ആളാണ്. ഇപ്പൊ പ്രാർത്ഥിച്ചപ്പം അവിടെയും സൗഖ്യം. നടക്കാനും എണീക്കാനും ബുദ്ധിമുട്ടുള്ള ആളായിരുന്നു, അവിടെയും സൗഖ്യം. കണ്ടോ? പരിശുദ്ധ. എന്റെ കാലിലോട്ട് വണ്ടി വീണതാ. 2 വീലർ എന്റെ കാലിലോട്ട് മറിഞ്ഞിട്ട് വീണതാ. ഞാൻ എന്നിട്ട് പുറകിലോട്ട് മറിഞ്ഞു വീണു. അങ്ങനെ നടുവിന് വേദനയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ പൂർണ്ണമായിട്ട് ദൈവം എന്നെ വിടുവിച്ചു, സൗഖ്യമായി. ദൈവത്തിന് നന്ദി, ബ്രദറിനും നന്ദി. ഗോഡ് ബ്ലസ്. ദൈവത്തിന് മഹത്വം. പിശാച് കേൾക്കണം, യേശു ജീവിക്കുന്നു, യേശു ജീവിക്കുന്നു. കർത്താവിന് മഹത്വം. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ ഈ സാക്ഷ്യമുള്ളവര്? നിങ്ങൾ എത്ര നാളും കൂടെ ആയിട്ട് ഇത് അനുഭവിക്കുന്നു പറയണം കേട്ടോ. കാര്യം ഇത് കേൾക്കുന്ന അനേകരുണ്ട് രോഗികള്. അവർക്കിത് കേൾക്കുമ്പം അവർക്ക് മനസ്സിലാവും നാളുകളായിട്ട് അവരനുഭവിക്കുന്ന വിഷയങ്ങൾക്ക് പരിഹാരമാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. പറഞ്ഞേ, അടുത്തയാള് പറഞ്ഞു. സൗഖ്യം അനുഭവിച്ചവര് ഇത്രയും പേര് മ്യൂട്ട് മാറ്റി പറയാൻ നിൽക്കുന്നവരാണോ അതോ പറഞ്ഞു കഴിഞ്ഞവരാണോ? എനിക്കറിയത്തില്ല. ആൾക്കാരൊന്നും കേൾക്കുന്നത് മനസ്സിലാകുന്നില്ല. ഇതിന്റെ അകത്ത് പ്രാർത്ഥിച്ചത് വേദനയ്ക്ക് വേണ്ടി പറഞ്ഞു. പാസ്റ്റർ, എനിക്ക് 2-3 മാസമായിട്ട് മുട്ടിന് ഭയങ്കര വേദനയും നീരൊക്കെ ആയിരുന്നു. ഇപ്പൊ പ്രാർത്ഥിച്ചപ്പോ ആ വേദനയൊക്കെ പോയി. ഇപ്പൊ വേദന അവിടെ ഇല്ല. ഇല്ല. ഗോഡ് ബ്ലസ് യു. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. കുത്തുന്ന പോലെ വേദനയായിരുന്നു. കുത്തുന്ന പോലെ വേദനയായിരുന്നു. യേശുവേ, കണ്ട കർത്താവിന്റെ ആഗ്രഹം തിരുമ്മിക്കൊണ്ടായിരുന്നു ഈ പ്രാർത്ഥനയ്ക്ക് ഇരുന്നത്. യേശുവിന്റെ ആഗ്രഹം സിസ്റ്ററെ മുട്ടുവേദനയായിട്ട് ഇരിക്കാൻ വേണ്ടിയല്ല, കിടക്കിയെടുത്ത് നടക്കാൻ വേണ്ടി കേട്ടോ. ഓടി നടന്ന് യേശുവിന്റെ സാക്ഷ്യം പറഞ്ഞോണം. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു. നന്ദി കർത്താവ്. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞു. ബ്രദറെ, ഞാന് ഒരുവിധം തടിയുള്ള ആളാണ് ഞാന്. എനിക്ക് ഈ ഒത്തിരി നടക്കുമ്പോ എന്റെ കാലിന്റെ മുട്ട് ഇങ്ങനെ വിട്ടുന്നത് പോലെ, കാലിന് ഇങ്ങനെ വേദന വരുന്നത് പോലെയൊക്കെ ആയിരുന്നു മുട്ടിന്. അപ്പൊ ഇപ്പൊ കാലും മടക്കി ഇരുന്ന് എനിക്ക് പ്രാർത്ഥിക്കാനൊന്നും പറ്റിയില്ലായിരുന്നു. ഇപ്പൊ ഞാൻ കാലും മടക്കി ഇരിക്കുക. കാല് മടങ്ങാം, വേദനയില്ല, കാല് മടങ്ങും. കണ്ടോ? യേശുവേ, അങ്ങ് തൊട്ട കൃപയ്ക്ക് നന്ദി.
നമുക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? കർത്താവ് മുഖാന്തരം എല്ലാം നടക്കും കേട്ടോ. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവെ അങ്ങേക്ക് സ്തുതി. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സൗഖ്യം അനുഭവിക്കുന്നവര്? ഹലോ ബ്രദറെ, എന്തോ പറഞ്ഞു? ഇന്നലെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോ എന്റെ കാലിന്റെ മുട്ടിന് താഴെ ഭയങ്കര പുകച്ചിലും വേദനയായിരുന്നു. ആ രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയത്ത് ഈ ഭയങ്കരമായിട്ടൊരു വേദനയായിരുന്നു. എന്നിട്ട് ആ പ്രാർത്ഥന കഴിഞ്ഞപ്പോഴത്തേക്കും അതെങ്ങനെയോ അത് ഈ വെള്ളം ഒഴുകി പോണതുപോലെ ആ വേദന അങ്ങ് പോയി. ഓ യേശുവേ നന്ദി കർത്താവേ, സൗഖ്യമായി. അത് എന്റെ മുട്ടിന് വേദന ഉണ്ടായിരുന്നേ, മുട്ടിന്റെ മുട്ടിന്റെ ഇവിടം കൊണ്ട്. അപ്പൊ ഇപ്പം പ്രാർത്ഥിച്ചപ്പോ കാലിന്റെ മുട്ടിന്റെ ഫ്രണ്ട് വശത്തുള്ള വേദനയൊക്കെ അങ്ങ് മാറി. കാല് പയ്യെ കുറേശ്ശെ മടക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ കാലിന്റെ പുറകിൽ ഈ ഞരമ്പുണ്ടല്ലോ, ഞരമ്പ് ഇങ്ങനെ കാല് മടക്കുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് വലിഞ്ഞ് വേദന എടുക്കുക. ഇനി അത് മേലെ വരത്തില്ല സിസ്റ്റർ. കൈ എടുത്ത് വെച്ചിട്ട് പറയാം, കർത്താവ് എനിക്ക് മുമ്പിൽ സൗഖ്യം തന്നെങ്കിൽ കാലിന്റെ പുറകിലും സൗഖ്യമുണ്ട്. യേശുവിന്റെ അടിപ്പിണരാൽ പറഞ്ഞു, എന്റെ യേശു എന്റെ എല്ലാ വേദനകളെയും വഹിച്ചത് കേട്ടോ. ഇപ്പൊ തന്നെ നടന്നോണം. ഇതിന്റെ ശേഷം ഞാൻ ചോദിക്കും കേട്ടോ. കൈ വെച്ച് പറഞ്ഞുകൊണ്ടിരുന്നോണം, കർത്താവ് എന്റെ വേദനകൾ വഹിച്ചതുകൊണ്ട് ഞാൻ അനുഭവിക്കേണ്ട കാര്യമില്ല. കട്ടായം പറഞ്ഞോണം. ഒന്നെങ്കിൽ യേശു ചുമക്കണം, അല്ലെങ്കിൽ ഞാൻ ചുമക്കണം. യേശു ചുമന്നത് കൊണ്ട് ഞാൻ ചുമക്കേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞോണം. എനിക്കതിന്റെ ആവശ്യമില്ല എന്ന് ധൈര്യമായിട്ട് പിശാചേ, യേശു എന്റെ രോഗത്തെ വഹിച്ചതുകൊണ്ട് ഞാൻ ചുമക്കത്തില്ല. യേശുവിന്റെ വേദന ചുമന്നുകൊണ്ട് ഞാൻ ചുമക്കത്തില്ല. യേശാവ് പറയുന്നത് ബോഷ്കല്ല, ദൈവത്തിന്റെ വചനമാണ്. പത്രോസ് ലീഗ പറഞ്ഞു, യേശുവിന്റെ അടിപ്പിണരാൽ സൗഖ്യം വന്നിരിക്കുന്നു. സത്യമാണ്, ബൈബിള് സത്യമാണ്. യേശു ഭോഷ്ക്ക് പറയത്തില്ല, ദൈവം ഭോഷ്ക്ക് പറയത്തില്ല. അതുകൊണ്ട് എന്റെ രോഗത്തോട് പറയുന്നു, എനിക്ക് അനുഭവിക്കാൻ മനസ്സിലെന്ന് പറയണം. വേദനയോട് പറ, എനിക്ക് മനസ്സിലെന്ന് പറ. യേശു എന്റെ രോഗത്തെ അനുഭവിച്ചതാണ്. ആമേൻ, ആമേൻ. ഞാൻ പിന്നെ സാക്ഷ്യത്തെ പറ്റി ചോദിക്കും. റെഡി ആയിരുന്നോണം സാക്ഷ്യം പറയാനുള്ളവര്. എന്റെ ഉള്ളത്തിൽ കർത്താവ് ജിജി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിപ്പാൻ എന്റെ ഉള്ളത്തിൽ കർത്താവ് പറഞ്ഞുകൊണ്ടിരിക്കുക. ജിജിയുടെ ഭവനത്തിന്റെ മേൽ ഒക്ടോബർ മാസം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. ഒക്ടോബർ മാസവുമായിട്ട് ജിജിയുടെ ഭവനത്തിന് എന്താണോ ബന്ധം, ആ ഭവനത്തിന്റെ മേൽ ഇപ്പോൾ തന്നെ ദൈവത്തിന്റെ ഒരു പ്രവൃത്തി സംഭവിക്കാൻ വേണ്ടി പോവുക. ജിജിയുടെ ഭവനം ഒക്ടോബർ മാസവുമായിട്ട് ബന്ധമുള്ള ജിജി ആരാ? ഇന്ന് സൂമിലുണ്ടെങ്കിൽ അഥവാ ലൈവിലാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഒക്ടോബർ മാസം എന്നാ സിസ്റ്ററെ? ഒക്ടോബർ മാസത്തിൽ എന്റെ ഭർത്താവിന്റെ ബർത്ത്ഡേ ആണ്. അല്ലാതെ സിസ്റ്ററുടെ പേര് ജിജി എന്നാ? എന്റെ പേര് ജിജി എന്നാ. ഒക്ടോബർ മാസം ജനിച്ചത് ഭർത്താവാ? ഇന്ന് യേശുവിന്റെ നാമത്തെ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്ന എന്റെ ഉള്ളത്തെ കർത്താവ് പറയുക, ഒരു അനർത്ഥം ആ ഭവനത്തിൽ നിന്ന് വിട്ടുമാറുക. ദുഷ്ടപിശാചി പ്ലാൻ ചെയ്ത് വെച്ചിരുന്നതിനെ യേശുവിന്റെ നാമത്തിൽ ഞാൻ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പ കലഹത്തിന്റെ ദുരാത്മാക്കൾ കുടുംബത്തിൽ നിന്ന് ഓടി മാറുന്നൊരു കാഴ്ച ഞാൻ കാണുവാണ്. എന്റെ ഉള്ളത്തെ കർത്താവ് പറയുന്നു, ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് നോക്കി നിൽക്കുന്ന, അങ്ങനെ ഒരു വാക്ക് തമ്പുരാൻ പറയട്ടെ, നിങ്ങളെ നോക്കി നിൽക്കുന്ന ചില വ്യക്തികളുണ്ട്. ആ വ്യക്തികൾ അനുകൂലമായി ചിലത് സംസാരിക്കാൻ വേണ്ടി പോവാ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, അനുകൂലമായി ഇടഞ്ഞു നിൽക്കുന്ന ചില വ്യക്തികൾ സംസാരിക്കാൻ വേണ്ടി നിങ്ങൾ അതിശയിക്കാൻ വേണ്ടി പോവാ. ദൈവ അനുകൂലമെങ്കിൽ പ്രതികൂലമാര് ജിജിയുടെ ഭവനം സ്വീകരിച്ചോണേ. അത്ഭുതകരമായ പ്രവൃത്തി സംഭവിക്കാൻ വേണ്ടി. ആമേൻ പറഞ്ഞു സിസ്റ്റർ, സ്വീകരിച്ചോ യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചു. യേശുവേ, പരിശുദ്ധാത്മാവേ, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. അതോടൊപ്പം തന്നെ കർത്താവിന്റെ ഒരു സുഭാഷിന്റെ ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുക. ഒരു നീണ്ട കാലഘട്ടം പുറകോട്ട് കർത്താവ് എന്നെ ഇങ്ങനെ കാണിക്കുക. ഞാനൊരു സ്ഥലം കർത്താവ് എന്നെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഈ കോട്ടയത്ത് ഇങ്ങനെ അതിന് പറയുന്നത് പത്തലെന്ന് പറയുന്ന ഒരു മരമുണ്ട്. പത്തലെന്ന് പറയുന്ന ഒരു ചെടിയുണ്ട്. നിങ്ങൾക്ക് പല സ്ഥലങ്ങളിലും, ഞാൻ ഈ കോട്ടയം എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, പല സ്ഥലങ്ങളിലും അതിന് പല പേരാണ്. ഈ നമ്മൾ പണ്ട് വേലി കെട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് പത്തല് കമ്പ് എന്നൊക്കെ പറയും. അതൊരു പ്രത്യേക ഒരു ചെറിയൊരു മണമല്ല, ഒരു നാറ്റമുള്ളതാണ്. മണമെന്ന് പറയാൻ പറ്റത്തില്ല, നാറ്റമാണ് അതിന് തൊലിക്ക്. അത് നിങ്ങളവിടെ കൊന്നെന്നാണോ പറയുന്നത്? പലയിടത്തും പല പേര്. അതുകൊണ്ട് ഞാനിത് എടുത്ത് പറയുന്നത്. ഇതുപോലെ വേലി കെട്ടി, അതുകൊണ്ട് വേലി കെട്ടി വെച്ചിരുന്ന ഒരു ഇച്ചിരി പുറകോട്ടൊരു കാലഘട്ടമാണ് കർത്താവ് എന്നെ കാണിക്കുന്നത്. അതിങ്ങനെ വേലി കെട്ടി, അതുകൊണ്ട് വേലി കെട്ടി വെച്ചിരിക്കുന്ന ഒരു ഭവനം. ഈ ഒരു ഭവനമാണ് ഇച്ചിരി ഭയങ്കര പഴക്കം ചെന്ന ഒരു പാരമ്പര്യത്തിന്റെ ദുഷ്ടപിശാചിനെ കർത്താവിനെ തൊടുക. ഇന്ന് എൻ്റെ ഉള്ളത്തെ കർത്താവിനെ കാണുക. അങ്ങനെ ഒരു വേലി കെട്ടി, അതുകൊണ്ട് ആ സംഭവങ്ങൾ നിമിത്തം ഒരു വേലി കെട്ടി വെച്ച് എനിക്കത് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കറിയാം ഈ സംഭവം എനിക്കറിയാം, ഈ ചെടി എനിക്കറിയാം. അത് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് കാഴ്ച കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ഞാൻ കണ്ട സംഭവമാണ്. പക്ഷെ നിങ്ങളുടെ നാട്ടിൽ പല പേരായിരിക്കും അതിന്. ഇതുകൊണ്ട് വേലി കെട്ടി മറച്ചൊരു ഭവനം, പഴക്കം ചെന്നൊരു കാലമാണ്. നമ്മുടെ ഇപ്പം മതിലുകളായി നമ്മുടെ ഭവനങ്ങൾക്കൊക്കെ
മുള്ളുവേലിയൊക്കെ. പക്ഷെ ഇതിനൊക്കെ മുമ്പ് ഒരു കാഴ്ച കർത്താവിനെ കാണിക്കുന്നത്. ഇത് അന്നത് ഒരു ഇറക്കം, അതായത് ഈ വീട് കഴിഞ്ഞാൽ പിന്നെ താഴോട്ടൊരു ഇറക്കമാണ് പിന്നെ വരുന്നത്. ഇങ്ങനെ ഇറക്കത്തിന് മുമ്പാണ് ഈ ഭവനം ഉണ്ടായിരുന്നത്. ഈ ഭവനം ഈ ചെടി കൊണ്ട് ഇങ്ങനെ മറച്ചു വെച്ചിരിക്കുന്നതായിട്ടൊരു വീടായിരുന്നു. ഞാൻ ആ വീടിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ ഒരു സമയത്ത്, ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് എനിക്ക് ട്രെയിനിൻ്റെ ശബ്ദം ആ വീടിൻ്റെ അകത്ത് ഇരിക്കുമ്പോൾ കേൾക്കാൻ പറ്റും. ട്രെയിൻ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന ശബ്ദം ആ ഭവനത്തിൽ ഇങ്ങനെ കേൾക്കാൻ പറ്റും. ഞാൻ ആ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ ഒരു കാലഘട്ടത്തിൻ്റെ അകത്ത് പിതാക്കന്മാർ നിമിത്തം കയറിക്കൂടിയത്, അവരുടെ ചില ചേഷ്ടകൾ നിമിത്തം ഭവനത്തിൻ്റെ അകത്ത് കയറിക്കൂടി പിതാക്കന്മാർ വിട്ടുപോയെങ്കിലും തലമുറകളിലേക്ക് ബാധിക്കാൻ നോക്കിയ ഒരു വിഷയം ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ആ ഭവനത്തിൽ നിന്ന് വിട്ടുമാറും. ഈ അടയാളം നിങ്ങൾക്കത് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുമായിട്ട് റിലേറ്റ് ചെയ്ത ഭവനം ഏതാണോ യേശുവിൻ്റെ നാമത്തിൽ, അത് ഇച്ചിരി കാലപ്പഴക്കം ചെന്നതാണ്. നിങ്ങൾ ഇന്ന് ഇപ്പോൾ അവിടെയാണോ താമസിക്കുന്നത് എനിക്ക് അറിയത്തില്ല. പക്ഷേ ഈ പറഞ്ഞ അടയാളം കറക്റ്റാണ്. ആ ഭവനത്തിൻ്റെ അകത്തിരുന്നാൽ ട്രെയിനിൻ്റെ ശബ്ദം കേൾക്കാൻ പറ്റും. ആ ഭവനത്തെ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ പിതാക്കന്മാരുടെ കാലം മുതൽ ഇന്ന് പുറകെ വരുന്ന പിശാചിൻ്റെ മുഖം ഇപ്പോൾ തന്നെ ആ ഭവനത്തിൽ നിന്ന് ഡെലിവറൻസിലേക്ക് കർത്താവ് പോവുകയാണ്. ആ ഭവനവുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ? സിസ്റ്ററുടെ തറവാടാ. അതെ, ഈ പറഞ്ഞ പോലെ അടയാളമാണോ സിസ്റ്റർ കേട്ടത്? ഓ, ഇന്ന് കർത്താവ് എന്നോട് പറയുന്നു. എത്ര വർഷം മുമ്പാ സിസ്റ്റർ ഇത് എത്ര വർഷം മുമ്പുള്ളതായിരുന്നു ഈ തറവാടില് ഇപ്പൊ പറഞ്ഞ പോലെയൊക്കെ? തറവാട് ഇപ്പോഴും ഉണ്ട്. റെയിൽവേ ലൈൻ അവിടുന്ന് ഇപ്പുറത്ത് ഒരു ആദ്യ ഇടതുഭാഗത്തായിരുന്നു, ഇപ്പൊ അത് വലതു ഭാഗത്തൂടായി പുതിയ ലൈൻ. ഈ പറഞ്ഞ പോലെ ആയിരുന്നു വീടിന്റെ പൊസിഷൻ ഇരുന്നത്. ഇപ്പോഴും അവിടെ തന്നെ ഉണ്ടത്. ഇങ്ങനെ ഒരു ഇറക്കത്തില്ല. കണ്ടോ യേശുവേ, ഇന്ന് തമ്പുരാൻ ഇന്ന് ഈ സഹോദരിക്ക് വേണ്ടി തന്നെയാട്ടോ, മറ്റാരോടുമല്ല. എന്റെ ഉള്ളത്തിൽ കർത്താവ് പറയുന്നു, ഈ സഹോദരിക്ക് വേണ്ടി തന്നെയാണ് ഈ ആലോചന. ഇന്ന് ആ പിതാക്കന്മാരുടെ കാലത്ത് അവര് ചെയ്ത ചില ചേഷ്ടകൾ നിമിത്തം അവര് തങ്ങൾ എപ്പോഴും വഴക്കായിരുന്നു, അച്ഛനും അനിയനും ഒക്കെ ആയിട്ട്. ഓ യേശുവേ, ഈ ഭവനത്തിന്റെ അകത്തായിരുന്നു അല്ലെ പ്രശ്നം നടന്നുകൊണ്ടിരുന്നത്? അതെ അതെ. ഓ യേശുവിനെ, നമ്മൾ ദൈവത്തെ വിളിക്കുന്നവർക്ക് ഒരു പാരമ്പര്യ ശക്തിയും തൊടത്തില്ല. ക്രിസ്തുവിൽ നമ്മൾ പുതിയ സൃഷ്ടിയാ. ഇന്ന് ആ പിതാക്കന്മാരുടെ ഒരു പാരമ്പര്യവും നമ്മളെ തൊടത്തില്ല. അത് പറഞ്ഞ് കയറി കൂടുന്ന പിശാചേ ഉറക്കെ പറ, ഞാൻ ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയാന്ന് പറ. ഞാൻ ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിക്ക് പഴയതൊന്നും വേണ്ട. ഒരു പിതാവിന്റെ പാരമ്പര്യം വേണ്ട. ആത്മാവിൽ ഞങ്ങൾ ഇപ്പോൾ യേശുവെ പ്രിയ മകളെ ഡെലിവറൻസ് ഞങ്ങൾ കർത്താവ് കൊടുക്കുന്നപ്പ ഇപ്പോൾ തന്നെ അത് പറയുമ്പോൾ പറയുമ്പോൾ തന്നെ ക്രിസ്തുവിന്റെ പാരമ്പര്യത്തിലാണ് നിൽക്കുന്നത്. അതിന്റെ അനുഗ്രഹങ്ങൾ ചൊരിയട്ടെ. സിസ്റ്ററെ, എന്നോട് കർത്താവ് പറയുന്നു കേട്ടോ, നന്മ ഈ സാമ്പത്തിക മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് എന്നോട് കർത്താവ് പറഞ്ഞു, ചിലത് റിലീസാകും, നന്മ വരും, ഫിനാൻസ് കയ്യിലോട്ട് വരും. ഇതിനൊരു സൈന് കർത്താവിനോട് ഇത് നിമിത്തമാണ് നിങ്ങളിപ്പോ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നത്. യേശുവിന്റെ നാമത്തിൽ കർത്താവ് ഒരു ഡെലിവറൻസ് ചെയ്യുക. അതോടൊപ്പം തന്നെ കർത്താവ് കുടുംബത്തിന്റെ അകത്ത് പരസ്പരം ഐക്യത ഇല്ലാത്തൊരു അനുഭവം ഉണ്ട്. കംപ്ലീറ്റ് ഇങ്ങനെ എപ്പോഴും ഐക്യതയില്ല. അത് നിമിത്തം കരയാനേ സമയമുള്ളൂ. യേശുവിന് തൊടുക കേട്ടോ. കർത്താവെ നാമേൻ പറഞ്ഞ സിസ്റ്ററെ പിടിച്ചു യേശുവിന്റെ നാമത്തിൽ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവിന്റെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പ. ഞാൻ ഈ ഭവനത്തിന്റെ അകത്തിരുന്നപ്പോ ഈ ട്രെയിനിന്റെ ശബ്ദം എനിക്ക് കേൾക്കാം. സിസ്റ്റർ, ആ ഭവനത്തിരുന്ന് അങ്ങനെ കേൾക്കാം ട്രെയിനിന്റെ ശബ്ദം ശരിക്കും. അപ്പൊ എന്നെ കർത്താവ് ആ ഭവനത്തിൽ കൊണ്ടുപോയി ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ ഇപ്പൊ അവിടെ പത്തല് കൊണ്ടാണ് ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, അതോ മാറ്റം വന്നോ? അത് ഇപ്പോഴും ഉണ്ട്, ഇപ്പോഴും അതുണ്ട്. ഓ, എത്ര വർഷം മുമ്പ് നോക്കി ഇതിങ്ങനെ ആ വീടിന്റെ അകത്ത് ഞാൻ ഇങ്ങനെ ശബ്ദം കേൾക്കുക. കർത്താവിന് തൊടുക കേട്ടോ. ഡെലിവറൻസിനെ കൽപ്പിക്കുന്നപ്പ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ റിലീസ് ചെയ്യുന്നപ്പ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിന്റെ അഗ്നിയാൽ ആമേൻ പറഞ്ഞു വിടുതലിനെ കൽപ്പിക്കുന്നപ്പ. അതിന്റെ റിസൾട്ട് സിസ്റ്ററെ കാണാൻ വേണ്ടി പോവാ. പിന്നെ എന്റെ കർത്താവോട് പറയാം, കുടുംബത്തിന്റെ അകത്ത് ആരാധന ഉയരാൻ പോവാ. ഓ യേശുവേ, ദേശക്കാർ ഉറ്റുനോക്കുന്ന രീതിയിൽ പൗലോസ് കാരാഗൃഹത്തിൽ ആരാധിച്ചപ്പോൾ ചുറ്റുമുള്ള തടവുകാർ നോക്കിയതുപോലെ അവരുടെ വിടുതൽ നിങ്ങളുടെ ഭവനം തുടങ്ങാൻ വേണ്ടി പോകും. അയൽവക്കത്തിന്റെ ചില ആളുകൾ ഇങ്ങനെ നമുക്കെതിരെ പിറുപിറുത്തോണ്ടിരിക്കുക. യേശുവിന്റെ നാമത്തിൽ അവരെയും കൂടെ നേടുവാനൊരു അഭിഷേകത്തെ തമ്പുരാൻ പകരുക കേട്ടോ. യേശുവിന്റെ അധികാരം. പോകുന്ന സമയത്ത് പാസ്റ്റർ ഇവിടെ വന്നിരുന്നപ്പം നമുക്കിവിടെ വീട്ടിൽ ആരാധന വെക്കണമെന്ന് പറഞ്ഞു. ഞാനത് സമ്മതിച്ചു ബ്രദറെ. സ്തോത്രം. ദൈവത്തിന്റെ വലിയ പ്രവൃത്തി കർത്താവ് ചെയ്യാൻ വേണ്ടി പോസ്റ്ററെ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി യേശുവേ, നന്ദി കർത്താവേ. സ്റ്റെല്ല സിസ്റ്റർ എന്തിയേ? സ്റ്റെല്ല സിസ്റ്റർ കേൾക്കുന്നുണ്ടോ? സ്റ്റെല്ല സിസ്റ്റർ ഇപ്പൊ നമുക്ക് എറണാകുളത്തെ പ്രാർത്ഥനയുടെ അഡ്രസ്സ് പറയുന്നതായിരിക്കും. എന്തിയാ സ്റ്റെല്ല സിസ്റ്റർ പോയോ?
പോയോ സെല്ല സിസ്റ്റർ? ഓക്കെ, സെല്ല സിസ്റ്റർ പോയെന്ന് തോന്നുന്നു. അപ്പം നമുക്ക് എറണാകുളത്ത് ചിറ്റൂർ റോഡിലാണ്. അതിന്റെ അഡ്രസ്സ് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ? കുറെ പേർക്ക് കൺഫ്യൂഷൻ വന്ന് കഴിഞ്ഞ ദിവസം പറയാൻ ഇറന്ന് 3-4 ഹോളുകൾ കറങ്ങി അവിടെ നിപ്പുണ്ട്. YMC പാലാരിവട്ടം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പറഞ്ഞു ബ്രദറെ, ആ അത് പത്മ ജംഗ്ഷൻ എറണാകുളം ബസ് കയറണം. കച്ചേരിപ്പടി ഏത് ബസ്സിൽ കയറിയാലും പത്മയിൽ ഇറങ്ങിയ പത്മ ജംഗ്ഷൻ അവിടെ ഇറങ്ങിയിട്ട് YMCA റോഡ് ക്രോസ് ചെയ്തിട്ട് പോകണം. ഷെഹനാസിന്റെ സൈഡിൽ കൂടി വഴിയുണ്ട്. അതില് പോയാൽ YMCA ഓക്കെ. അപ്പൊ അതെ, സഹോദരി വഴി പറഞ്ഞിട്ടുണ്ട്. എല്ലാ ദിവസവും ഈ ദിവസങ്ങളിൽ ഇനി വഴി പറഞ്ഞുകൊണ്ടിരിക്കും. യൂട്യൂബിലെ കാണുന്നവരെ 100 പേരുടെ കപ്പാസിറ്റിയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ സിസ്റ്റർ എത്ര പേര് നമുക്ക് ആയി നിൽക്കുന്നത്? 10, 50, 60 ആയിട്ടുണ്ട്. അന്യഭാഷാ പ്രാർത്ഥനയാണ്, ഓൺലൈൻ പ്രാർത്ഥനയാണ്. അവിടെ കൂടി വരിക. ഞാൻ നിങ്ങൾക്ക് വെർച്വലി ഞാൻ അതിൽ പങ്കുചേരുന്നതായിരിക്കും. ഞാൻ പറഞ്ഞതുപോലെ തന്നെ അത് അന്യഭാഷാ പ്രാർത്ഥന മാത്രമല്ല, ദൈവം നിങ്ങളെ തൊടും. കഴിഞ്ഞ ദിവസം നമ്മൾ സൗദിയിൽ വെച്ച പ്രാർത്ഥന അന്യഭാഷ പ്രാർത്ഥനയായിട്ടാണ് വെച്ചത്. പക്ഷെ പരിശുദ്ധാത്മ പ്രവചനാത്മാവിൽ അവരെ തൊട്ടു, ഡെലിവറൻസുകൾ കൊടുത്തു. അപ്പം അതുകൊണ്ട് ശ്രദ്ധിക്കുക, അന്യഭാഷാ പ്രാർത്ഥനയിൽ നിങ്ങൾ വരുന്നവരുണ്ടെങ്കിൽ അറിയിച്ചല്ലാതെ വരരുതേ. വീണ്ടും വീണ്ടും പറയുന്നു. പേരൊന്നും പറയണ്ട, സ്ഥലം പറയണ്ട, അഡ്രസ്സ് പറയണ്ട, എണ്ണം മസ്റ്റായിട്ട് പറഞ്ഞിരിക്കണം. വരുന്നതിന് മുമ്പ് അടുത്ത 29 നവംബറിലാണ് അന്യഭാഷാ പ്രാർത്ഥന. ഞാൻ എടുത്തു പറയുന്നു, ബ്രദർ വരുന്നുണ്ടോയെന്ന് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്. ഇല്ല, ഞാൻ നേരിട്ടല്ല, വെർച്വലി ആണ് വരുന്നത്, സ്ക്രീനിലാണ് വരുന്നത്. അതെടുത്ത് ഞാൻ പറയുന്നു. പിന്നെ എടുത്തു പറയുന്നു. പിന്നെ ആൾക്കാർ ചോദിക്കുന്നതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയുന്നത്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അതുപോലെ കണ്ണൂർ നമുക്ക് പ്രാർത്ഥന വരുന്നത് ഡിസംബർ മാസം 13-ാം തീയതിയാണ് കണ്ണൂർ. അതിന്റെ ലൊക്കേഷനും ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. അന്യഭാഷാ പ്രാർത്ഥനയാണ്. 50 പേരുടെ ഹോളാണത്. എനിക്ക് തോന്നുന്നത് ഇപ്പൊ തന്നെ 50 പേരായി. ഇനി എനിക്ക് തോന്നുന്നത് അതിൻ്റെ അകത്ത് കപ്പാസിറ്റി ഇല്ല. ഈ 50 പേരും വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇല്ലെങ്കിലും വന്നില്ല 2 പേരുള്ളെങ്കിലും നമ്മൾ അന്യഭാഷാ പ്രാർത്ഥന അവിടെ വെക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ വെർച്വലി ആണ്. ദേശത്തിന് വേണ്ടി ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ വെറുതെ പ്രാർത്ഥിക്കുന്നവരല്ല, ദർശനങ്ങളുടെ തലം തുറക്കുന്നവരാണ്. ഒരുമിച്ച് പിന്നെയും പ്രാർത്ഥിക്കാൻ വേണ്ടി പോണേ. ഇനി ഈ സമയത്ത് ഞാൻ ചോദിക്കാൻ വേണ്ടി നിങ്ങളുടെ മേൽ വീണ്ടും കർത്താവിന്റെ അഭിഷേകത്തിന്റെ വലിയൊരു കാര്യത്തെ കർത്താവ് കുറച്ചു മുമ്പേ വെളിപ്പെട്ടതുപോലെ ചില കാര്യങ്ങളെ കർത്താവ് വെളിപ്പെടുത്താൻ വേണ്ടി, ചില രോഗങ്ങൾ ദൈവാത്മാവ് വെളിപ്പെടുത്താൻ വേണ്ടി രോഗങ്ങൾ, വേദനകൾ, രോഗശക്തികൾ, അതിനെ ഇപ്പൊ തമ്പുരാൻ നിങ്ങളുടെ ഉള്ളത്തിൽ വെളിപ്പെടുത്തും. ഇന്ന് ആ ഒരു കൃപാവര ശുശ്രൂഷയിൽ നിങ്ങൾ ജ്വലിക്കണം. നിങ്ങൾ ഇന്നലെ ആ സഹോദരി പറഞ്ഞിട്ടില്ല, അവര് അമ്മയ്ക്ക് ഉണ്ടായ ഒരു അനർത്ഥത്തെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി. മനസ്സിലായില്ല, എന്തോ കാര്യം കണ്ടുകൊണ്ടിരിക്കുക. പെട്ടെന്ന് അമ്മയെ വിളിച്ചപ്പോൾ അമ്മ പറഞ്ഞു, അമ്മയ്ക്ക് എങ്ങനെ അനർത്ഥം കണ്ടു. പക്ഷെ അത് അത്ഭുതകരമായി മാറിപ്പോയി. തമ്പുരാൻ നിങ്ങൾക്ക് വേണ്ടി അത് കണ്ണ് തുറക്കുമ്പോൾ കാണാൻ പറ്റും. ദൈവത്തിന്റെ പദ്ധതികളെ കാണാൻ പറ്റും. യേശുവിന്റെ നാമത്തിൽ കണ്ണടച്ചു. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ചില നിമിഷങ്ങളൊന്ന് പ്രാർത്ഥിച്ച് ഇൻ ദ നെയിം ഓഫ് ജീസസ്. പരിശുദ്ധാത്മാവെ, സമയം നമുക്ക് ഒത്തിരി മുന്നോട്ട് പോകുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. അടുത്ത ദിവസങ്ങളിൽ നമ്മുടെ ഡെലിവറൻസ് പ്രയർ, എനിക്ക് തോന്നുന്നത് നമ്മളൊരു ഇച്ചിരിയും കൂടെ സമയം നീട്ടി പിടിക്കാൻ വേണ്ടി പോകട്ടെ. കുഴപ്പമുണ്ടോ നിങ്ങൾക്ക്? ഇച്ചിരി നമുക്ക് ലേറ്റ് ആയി പോയി. ഇച്ചിരി സമയം നീണ്ടു വരും. എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടെ സമയം ഡെലിവറൻസിന് വേണ്ടി വരും. കാര്യം പരിശുദ്ധാത്മാവ് നമ്മുടെ ഓരോ വ്യക്തികളെ അപ്പോൾ എനിക്ക് തോന്നുന്നത് വരും ദിവസങ്ങളിൽ നമുക്കൊരു നീണ്ട സമയങ്ങൾ അതിനുവേണ്ടി എടുക്കും കേട്ടോ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവേ നന്ദി, കർത്താവേ, പരിശുദ്ധാത്മാവേ, താങ്ക് യു ഹോളി സ്പിരിറ്റ്. എല്ലാവരും അല്പനേരം ഒന്ന് പ്രാർത്ഥിച്ചു. ദൈവാത്മാവ് കർത്താവിന്റെ വലിയ കൃപയിന്ന് നിങ്ങളെ മേൽ തൊടുവാണ്. ദൈവം കർത്താവ് നിങ്ങളുടെ ഉള്ളത്തിൽ നിങ്ങളുടെ വിഷയങ്ങളെ തമ്പുരാൻ തൊടുവാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ലൈഫിന്റെ മേൽ ദൈവപ്രവർത്തികളെ ഇന്ന് തൊടുവാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവേ താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. കർത്താവ് ചില രോഗങ്ങളെ, ചില വിഷയങ്ങളെ ഇപ്പോൾ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് തൊടുക. നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി കർത്താവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നപ്പ. ഓ ഹല്ലേലൂയ. ഞാനൊരു കർത്താവ് എന്നെ ഒരു കുടുംബത്തെ തമ്പുരാൻ കാണിക്കുക. ഒരു സിസ്റ്ററാണ്, ഒരു സഹോദരി. ഈ ട്രെയിനിന്റെ മുമ്പിൽ ചാടി ആത്മഹത്യ ചെയ്ത ഒരു ഭവനം കർത്താവ് എന്നെ കാണിക്കുക. ഈ ട്രെയിനിന്റെ മുമ്പിൽ ചാടി ആത്മഹത്യ ചെയ്ത ഈ വ്യക്തിയുടെ ചിത്രം ഞാനൊരു വീടിന്റെ അകത്ത് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആ ഭവനത്തിന് വേണ്ടി എൻ്റെ ഉള്ളത്തിൽ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ വേണ്ടി പറയുന്ന സമയത്ത് ആ കുടുംബത്തിന്റെ അകത്ത് പലരുടെ മേലും ഈ ആത്മഹത്യ ടെൻഡൻസി
മരണത്തിലോട്ട് വലിച്ചുകൊണ്ട് പോകാൻ നോക്കുന്ന ടെൻഡൻസിയുള്ള ഭവനത്തെ കർത്താവ് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് 1990 എന്ന് പറയുന്നൊരു വർഷം ആ ഭവനവുമായിട്ട് എന്നെ എടുത്തു കാണിച്ചുകൊണ്ടിരിക്കുക. വലിയൊരു നിലവിളി ഞാൻ ആ ഭവനത്തിൽ കേൾക്കുക. 1990 എന്നുള്ളൊരു വർഷം കർത്താവ് എന്നെ എടുത്തു കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആ ഭവനത്തിന് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ആ കുടുംബത്തിന്റെ മേൽ ഒന്നിനു പുറകെ ഒന്നായിട്ട് അടുത്തത് ലക്ഷ്യം വെച്ച് നിൽക്കുന്ന ആത്മഹത്യ ടെൻഡൻസികൾ, എന്തേലും ഒന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഞാൻ പോയി ചാകുമെന്ന് പറയുന്ന വാക്കുകൾ എല്ലാം ക്യാൻസൽ ചെയ്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പ യേശുവിന്റെ നാമത്തിൽ. കർത്താവെ, കലഹങ്ങളെ കൊണ്ടുവന്നിട്ട് സ്വസ്ഥത കെടുത്തുന്ന അനുഭവങ്ങൾ ഇപ്പോൾ ഞാൻ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പ ഞാൻ ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് പരിശുദ്ധാത്മാവ് എന്നെ മായ എന്ന് പറയുന്ന ഒരു പേര് കാണിക്കുവാണ്. ഈ ഭവനവുമായിട്ട് റിലേറ്റ് ചെയ്തത് ഏത് ഭവനമാണോ, ഞാൻ ആ കുടുംബത്തിൽ ചില വ്യക്തികളെ കർത്താവിന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് നടത്താൻ വേണ്ടി പോവാം. ഇൻ ദ നെയിം ഓഫ് ജീസസ്, സൂമിലായിക്കോട്ടെ ലൈവിലായിക്കോട്ടെ, ഇന്ന് കേൾക്കുന്ന ഭവനം ഏതാണോ ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ ആമേൻ പറഞ്ഞോണേ. നിങ്ങളുടെ ഭവനത്തിന്റെ മേൽ ആ ഡെലിവറൻസിനെ കർത്താവ് ചെയ്യുവാൻ വേണ്ടി പോകുന്നു. ഓ ഇൻ ദ നെയിം ഓഫ് ജീസസ്, എൻ്റെ യേശുവേ, ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുന്നപ്പ കർത്താവേ, ഞങ്ങളുടെ അത്ഭുത കരം ഇപ്പോൾ അവിടെ സംഭവിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. കർത്താവേ, ഞങ്ങളിത് റിലീസ് ചെയ്യുമ്പോൾ സ്വീകരിച്ചോ കേട്ടോ. ആ ഭവനത്തിന്റെ മേൽ നിന്നും ദൈവപ്രവർത്തികൾ ഇപ്പോൾ സംഭവിക്കുന്നു. വലിയൊരു ശാന്തത. കർത്താവ് പടകിൽ കയറി കാറ്റിനെയും കടലിനെയും ശാസിച്ചു. അപ്പോൾ ഒരു സമാധാനം, ഒരു ശാന്തത ഉണ്ടായി. ഇതേപോലൊരു ശാന്തത ഭവനത്തിൽ ഉണ്ടാകാൻ വേണ്ടി പോവാ. ഓ ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ നാമത്തിൽ. ഞാൻ ഈ പറഞ്ഞ വാക്കുകൾക്കകത്ത് എവിടെയോ ഒരു 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 വ്യക്തിയെ കർത്താവ് തൊട്ടു. ഇപ്പൊ പറഞ്ഞ വാക്കുകൾക്കകത്ത് ഇന്ന് ഞാൻ കൽപ്പിക്കുന്നപ്പ ഇൻ ദ നെയിം ഓഫ് ജീസസ്, കർത്താവിന്റെ പ്രവൃത്തിക്കായി സ്തുതിക്കുന്നു. ആമേൻ പറഞ്ഞ് സ്വീകരിച്ചോണേ, യേശുവിന് അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഇന്ന് സൂമിൽ പറയാൻ വേണ്ടിയാണോ നിങ്ങൾ മൈക്ക് മ്യൂട്ട് മാറ്റിയെങ്കിൽ പറയുക, അല്ല എങ്കിൽ നിങ്ങൾ മൈക്ക് മ്യൂട്ട് ചെയ്യുക. ഇനി ലൈവിലാണെങ്കിൽ ആ ഭവനെ സ്വീകരിച്ചു. നിങ്ങൾ നിമിത്തം ആ ഭവനത്തിന്റെ അവസ്ഥകളെ കർത്താവ് മാറ്റുവാൻ വേണ്ടി പോകുന്നു. നന്ദി യേശുവേ, നന്ദി കർത്താവേ. പറയാനുള്ളവരല്ലെങ്കിൽ മൈക്ക് ഒന്ന് മ്യൂട്ട് ചെയ്തേ. എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്തേ. ബാക്കി എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്തേ. താങ്ക് യു ജീസസ്. അനാവശ്യമായിട്ട് ആരും മൈക്ക് മ്യൂട്ട് മാറ്റരുതേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി പരിശുദ്ധാത്മാവി, നന്ദി കർത്താവി. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ഒരു കിരൺ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പേര് ഒരു ഭവനവുമായിട്ട് ബന്ധപ്പെട്ട് കാണിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ഈ കിരണ് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈ ബ്ലൂ കളറിലെ ഒരു വസ്ത്രം ഇട്ടുകൊണ്ട് ഈ വ്യക്തി നിൽക്കുന്ന ഒരു കാഴ്ച കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ഈ വ്യക്തിക്ക് വേണ്ടി ഈ ഡ്രസ്സ് ഇങ്ങനെ സ്പെസിഫിക് ആയിട്ട് കാണിക്കുന്ന കാഴ്ച, എന്തോ ഒരു യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഞാൻ ഈ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പ്രത്യേകിച്ച് ഈ വസ്ത്രം ഇട്ടുകൊണ്ട് നിൽക്കുന്ന ഒരു കാഴ്ച ഞാൻ ആ വ്യക്തിക്ക് വേണ്ടി കാണിക്കുക. ഞാൻ ഈ പ്രാർത്ഥിക്കുമ്പോൾ ഒരു അടയാളം എന്നെ കർത്താവ് എന്നെ കാണിക്കുന്നു. ഈ പഴുതാര പോലിരിക്കുന്ന ഒരു സാധനം, അതിങ്ങനെ നിരങ്ങി നിൽക്കുന്ന ഒരു കാഴ്ച. ഇതൊരു ആത്മീയ കാഴ്ചയാണ്. നമ്മൾ ലിറ്ററലി കാണുമല്ല, ആത്മീയ ഒരു കാഴ്ചയാണ്. ഇങ്ങനെ ഒരു സാധനം ഇങ്ങനെ കുറേ ഇതിങ്ങനെ നിരങ്ങി ചുറ്റും ഭവനം ചുറ്റും നിറഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥ. നിങ്ങൾ അനാവശ്യമായിട്ട് മ്യൂട്ട് മാറ്റിയവരല്ല. ഞാൻ പറഞ്ഞില്ലേ, മ്യൂട്ട് ചെയ്യാൻ പറഞ്ഞില്ലേ. എനിക്കറിയാം ഈ സമയമാകുമ്പോൾ ആൾക്കാർ ചാടി വർത്താനം പറയാൻ വരും. ഇന്ന് ആ കിരണ്ട ഭവനവുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ, ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ഒരു യാത്രയ്ക്ക് വേണ്ടി ദൈവം കിരണ്ട ഭവനത്തെ ഒരുക്കാൻ വേണ്ടി പോവാം. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന് അധികാരമുള്ള നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പ. കർത്താവിന്റെ കൃപ പെരുകുന്നല്ലോ. വലിയ അത്ഭുതത്തെ കർത്താവ് ഇന്ന് ആ ഭവനത്തിന് വേണ്ടി ചെയ്യുന്നല്ലോ. ആ ഭവനവുമായിട്ട് ബന്ധപ്പെട്ട് ആരാണെന്ന് സ്വീകരിച്ചോണേ. ഒരു യാത്ര ദൈവം ചെയ്യാൻ വേണ്ടി പോവാ. ബ്രദറെ, എന്റെ മോന്റെ പേര് കിരൺ എന്നാണ്. അവനിപ്പോ ഇവിടെ ഇല്ല, ദുബായിലാണ് ജോലി ചെയ്യണേ. മിനി സിസ്റ്റർ അല്ലേ? അതെ. ആ മോനെ കർത്താവ് തൊടാൻ വേണ്ടി പോട്ടോ. അവന്റെ പേര് സിസ്റ്റർ നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? മോന്റെ പേര് വല്ലതും? ഇല്ല, പേരൊന്നും പറഞ്ഞിട്ടില്ല. പ്രാർത്ഥനാ വിഷയം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉണ്ടായിരുന്നു, പക്ഷേ പേര് പറഞ്ഞിട്ടില്ല.
ഇന്ന് കർത്താവ് എന്നെ കാണിച്ച ഒരു ബ്ലൂ ഷർട്ട് ഇട്ടുകൊണ്ട് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കർത്താവ് എന്നെ കാണിക്കുന്നത്. ഒരു സന്തോഷകരമായൊരു യാത്ര അവന്റെ ജീവിതത്തിൽ കർത്താവ് ചെയ്യാൻ വേണ്ടി പോവാ. ഇന്ന് തമ്പുരാൻ കർത്താവിന്റെ ഒരു പ്രവൃത്തി പ്രാർത്ഥിച്ചു. ഇന്ന് നമ്മൾ അവന് വിവാഹത്തിന് വേണ്ടിയല്ല എന്നോട് പ്രാർത്ഥനാ വിഷയം പറഞ്ഞത്. അങ്ങനെ ഒരു സാധനം ഇങ്ങനെ നിരങ്ങി വീട് ചുറ്റും നിറഞ്ഞു നിൽക്കുന്ന ഒരു ആത്മീയ കാഴ്ച കർത്താവ് എന്നെ കാണിക്കുന്നു. ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ഞാൻ ഇന്ന് കർത്താവെ ഇന്ന് ബ്ലസ് ചെയ്യുന്ന പാമ്പുകളെയും തേളുകളെയും പിശാചിന്റെ തന്ത്രങ്ങളെ ആത്മാവിൽ വെട്ടിവിടുന്നു. ഇപ്പോൾ തന്നെ കുടുംബത്തിന്റെ മേൽ കർത്താവ്, പ്രത്യേകിച്ച് തലമുറയുടെ ഭാവി, പ്രത്യേകിച്ച് പലവട്ടം പ്രാർത്ഥനാ വിഷയം പറഞ്ഞെങ്കിൽ പേര് പറഞ്ഞിട്ടില്ലായിരുന്നു. ഇന്ന് ആ മകനെ കർത്താവെ ഞങ്ങൾ ഇന്ന് അതാന്ന് വിശ്വസിക്കുന്നു. മകന്റെ മേൽ കർത്താവിന്റെ ഡെലിവറൻസിനെ കൽപ്പിക്കുന്നപ്പാ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആമേൻ പറഞ്ഞ് സിസ്റ്റർ സ്വീകരിച്ചു. കർത്താവിന്റെ സാക്ഷ്യമായിട്ട് കർത്താവ് മാറ്റും കേട്ടോ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. പിന്നെ എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച കാര്യം ആത്മാവിന്റെ വലിയൊരു ഫ്ലോ. ഇന്ന് ശരീരത്തിന്റെ മേൽ മുഴകളാൽ ഭാരപ്പെടുന്നവർ ആരെങ്കിലും ഉണ്ടോ? ശരീരത്തിൽ എവിടെയെങ്കിലും തടിപ്പുകളായിട്ടോ നീരുകളായിട്ടോ മുഴകളായിട്ടോ ഭാരപ്പെടുന്നവരുണ്ടോ? കൈവച്ചോ സിസ്റ്ററെ? ചെറുതും വലുതും ഒക്കെ കൈവച്ചു. ഇനി ഉറക്കം വരുന്നവരൊക്കെ വീഡിയോ ഓണാക്കി ഉറങ്ങുന്നവരൊക്കെ ഉറക്കം വരുന്നവരൊക്കെ ഒന്ന് ചാടി എണീറ്റ് ആ ഉറക്കമൊക്കെ ഒന്ന് പോട്ടെ. ചിലപ്പം നമുക്ക് ദൈവം എപ്പോഴാണ് ഇടപെടുന്നത് വെച്ചാൽ ഉറങ്ങിപ്പോട്ടെ. പിന്നെ ഈ ബ്രദറെ യൂട്യൂബിൽ വെച്ച് ഞങ്ങൾ കേട്ടായിരുന്നു. ഇച്ചിരി ബാക്കി കൊണ്ടൊന്ന് പറയാന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇത് ഓർത്ത് പറയുന്ന പരിപാടിയല്ല, കാണാപ്പാടം പഠിക്കുന്നതല്ല. ശ്രദ്ധിച്ച് ആത്മാവിന്റെ ആ ഫ്ലോ വരുമ്പോൾ എപ്പോഴും ഓർത്തോണേ. ഹന്ന ആലയത്തിൽ നിന്ന് കരയുമായിരുന്നു. കാര്യം ശമൂല് പറഞ്ഞു, നീ വീഞ്ഞു കുടിച്ച് മത്ത് പിടിച്ചിരിക്കണമെന്നൊക്കെ കാര്യം ചോദിച്ചപ്പോഴേ ഒറ്റ പ്രവചനം, അടുത്ത യഹോവ നിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹം പോലെ നടക്കട്ടെ. ഒറ്റ പ്രവചനം, ഒറ്റ ആലോചന. പിറ്റേ വർഷം ഹന്ന എന്ത് ചെയ്തു? ഉദരത്തിൽ തലമുറയായിട്ട് വന്നു. അപ്പൊ ഒരു കാര്യം വെച്ചോ, ഉപയോഗിക്കപ്പെടുന്ന ദേവദാസന്റെ നാവിലൂടെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത്. ആ സമയം പ്രാർത്ഥനയോട് ഇരുന്നോണെ. ഞാൻ എപ്പോഴും പറയത്തില്ല, ബ്രദറിന്റെ കഴിവ് ഒന്നുമില്ല, സീറോയാണ്. പക്ഷെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ വിശ്വസിക്കുന്നു, ആത്മാവിന്റെ പ്രവൃത്തിയിൽ വിശ്വസിക്കുന്നു. കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. നമ്മളെ ദൈവം ഉപയോഗിക്കും എന്ന് വിശ്വസിക്കുക. അതുകൊണ്ട് എപ്പോഴും ഓർത്തണം, ബ്രദർ എന്ന വ്യക്തിയെ നോക്കുകയേ വേണ്ട, പരിശുദ്ധാത്മാവിനോട് നോക്കുക. പരിശുദ്ധാത്മാവിടെ ബ്രദറോ സിസ്റ്ററോ ആരും ആയിക്കോട്ടെ, യേശുവേ പ്രാർത്ഥിച്ചു എന്നോട് ഇടപെടണമേ, എന്നോട് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിച്ച്. എന്നാൽ മുഴകളായി ഭാരപ്പെടുന്നവർ ഒന്ന് കൈവച്ച്, അതിൻ്റെ അത് വേദനയുള്ളവരെല്ലാം കൈവച്ച് നിങ്ങൾ പറഞ്ഞ് എൻ്റെ ഉള്ളത്തിൽ കർത്താവ് മുഴകളുടെ മേൽ യേശുവിൻ്റെ പ്രവൃത്തി. ഞാൻ ഈ പ്രാർത്ഥിക്കുന്നവർ ശ്രദ്ധിച്ചോണം. ഈ നിങ്ങൾക്കുണ്ടാകുന്ന വ്യത്യാസം എന്താണ് നിങ്ങൾ അനുഭവിക്കുന്നത് ഇത് നിങ്ങൾ ഷെയർ ചെയ്യണം. വെറുതെ പ്രാർത്ഥിക്കരുത്. ദൈവാത്മാവ് നിങ്ങളെ തൊടും. നമ്മൾ ഈ വേദനയും വെച്ചുകൊണ്ട് രോഗവും വെച്ചുകൊണ്ട് ഇങ്ങനെ ദൈവത്തെ ആരാധിക്കുന്നത് നമ്മൾ പറയും ഞാൻ ഭയങ്കര സന്തോഷത്തോടെ ആരാധിച്ചു. അല്ല പ്രിയരേ, ഞാൻ പറഞ്ഞിട്ടില്ലേ, മുടന്തൻ യാചിച്ചപ്പോൾ പത്രോസ്ലീഹ പറഞ്ഞു, പൊന്നോ വെള്ളിയോ എനിക്കില്ല, നസ്രയനാ യേശുവിന്റെ നാമത്തിൽ നീ എണീറ്റു. പിന്നെ അവൻ ആലയത്തിൽ നിന്നുകൊണ്ട് തുള്ളിയും ചാടിയും ദൈവത്തെ ആരാധിച്ചു. കണ്ടോ? അപ്പൊ അവൻ യേശു അവന്റെ കൂടെ ആരാധിക്കൂ. അപ്പം കർത്താവിന്റെ ഇഷ്ടം അതാണ്. അവൻ രോഗിയായിരിക്കുമ്പോൾ അവനെ ആരാധിക്കുന്നത് കണ്ടുകൊണ്ട് യേശുവിന് സന്തോഷമില്ല. അങ്ങനെ സന്തോഷം ഉണ്ടായിരുന്നെങ്കിൽ യേശു ക്രിസ്തു ക്രൂശിലേക്ക് വരുന്നതിന് മുമ്പ് പറയുക, പിതാവേ എനിക്കൊരു അറ്റാക്ക് വന്നാൽ മതി. അതവൻ വേദന അനുഭവിക്കണ്ടല്ലോ. അറ്റാക്ക് എന്ന് പറഞ്ഞാൽ സൈലന്റ് അറ്റാക്ക് ആണെങ്കിൽ പെട്ടെന്ന് മരിക്കുക. യേശു പറഞ്ഞു, വേണ്ട, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് മാറ്റണം. പക്ഷെ വേണ്ട, ഈ പാനപാത്രം ഞാൻ കുടിച്ചെങ്കിലേ ഇവരുടെ രോഗങ്ങൾ മാറത്തുള്ളൂ, ഇവരുടെ വേദനകൾ മാറണമെങ്കിൽ ഈ ദുഃഖകരമായ പാനപാത്രം ഞാൻ കുടിക്കണം. യേശുവിന്റെ നാമത്തിൽ ഇന്ന് മുഴകളെ കൈവച്ച്, ആ വേദന ഉള്ളവരെല്ലാം കൈവച്ച്, ആ ബ്ലഡിലെ മേൽ ഇന്ന് കൗണ്ടുകൾ, പുതിയ അവയവങ്ങൾ ഉണ്ടായി വരാൻ വേണ്ടി, പുതിയ ഞരമ്പുകൾ ഉണ്ടായി വരാൻ മെഡിക്കൽ സയൻസ് ഞെട്ടാൻ പോവാ. ഞാൻ ഒരിക്കലും മെഡിക്കൽ സയൻസ് കുറ്റം പറയുകയല്ല, മെഡിക്കൽ സയൻസ് തെറ്റല്ല. ദൈവമാണ് മനുഷ്യർക്ക് കൃപ കൊടുത്തത്, അവര് നമ്മളെ സഹായിക്കുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, നമുക്ക് സൗജന്യമായി ക്രൂശിലൂടെ ലഭിച്ച സൗഖ്യമുണ്ട് കേട്ടോ. മെഡിക്കൽ സയൻസ് ബ്ലെസ്സിങ് ആണ്. ലോകത്തിന് ഒത്തിരി പേർക്ക് അത് ബ്ലെസ്സിങ് ആണ്. അവരെ എതിർക്കുക, കുറ്റം പറയുക ഒന്നുമല്ല. അവർ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ യേശുക്രിസ്തുവിന്റെ ക്രൂശിലൂടെ നമുക്ക് സൗജന്യമായി, ഒരു സർജറി കൂടാതെ, ഒരു മെഡിസിൻ കഴിക്കാതെ സൗജന്യമായി നമ്മുടെ മേൽ തുറന്നു വെച്ചിട്ടുണ്ട്. അതെടുത്ത് അനുഭവിച്ച് സൗജന്യമായി നിങ്ങൾക്ക് ലഭിച്ചത് സൗജന്യമായി കൊടുപ്പിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 10-ാം വാക്യത്തിൽ യേശു പറഞ്ഞു, സൗജന്യമായി ലഭിച്ചത്, സൗജന്യമായി ഫ്രീ ആയി ലഭിച്ചത് ഫ്രീ ആയി കൊടുക്കണം. യേശുവേ, ഒരു നിമിഷം ഒന്ന് നന്ദി പറഞ്ഞ പരിശുദ്ധാത്മാവേ, ഇന്ന് കർത്താവിന്റെ പ്രവൃത്തി ഞാനിപ്പോൾ ഇന്ന് പ്രാർത്ഥിക്കുവാണ്. കർത്താവിന്റെ കടഭാരത്താൽ പ്രാർത്ഥിക്കുന്നവരുണ്ട്, വേദനയാൽ പ്രാർത്ഥിക്കുന്നവരുണ്ട്, രോഗത്താൽ പ്രാർത്ഥിക്കുന്നവരുണ്ട്, കുടുംബത്തിൽ സമാധാനമില്ലാതെ പ്രാർത്ഥിക്കുന്നവരുണ്ട്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് എൻ്റെ ഉള്ളത്തിൽ ഞാനിപ്പോൾ പേര് കണ്ടുകൊണ്ട് പറയുവാണേ, ശാന്തിനി അന്റോണി എന്നുള്ള സഹോദരി കേൾക്കുന്നുണ്ടോ?
ഞാൻ പേര് കണ്ടുകൊണ്ട് പറയുവാണ്. സിസ്റ്ററെ ഒന്ന് മ്യൂട്ട് മാറ്റിക്ക്. ഞാൻ പേര് കണ്ട് വായിക്കുവാണ്. വെളിപ്പെട്ടതല്ല, പേര് കണ്ടിട്ട് എൻ്റെ ഉള്ളത്തിൽ പെട്ടെന്ന് പ്രാർത്ഥിക്കാൻ എൻ്റെ ഉള്ളത്തിൽ പറയുവാണ്. സിസ്റ്ററെ കർത്താവിനോട് പറയുന്നു. സിസ്റ്റർ എൻ്റെ ഉള്ളത്തിൽ കർത്താവിനോട് പറയുന്നു, സിസ്റ്ററെ നിന്ദകളെ ദൈവം എടുത്ത് മാറ്റാൻ വേണ്ടി പോവാന്നാ പറയുന്നത്. നിന്ദകൾ കുടുംബത്തിൽ ആർക്കും ലഭിക്കാത്ത, പ്രത്യേകിച്ച് നിങ്ങളുടെ പട്ടണത്തിൽ, നിങ്ങളുടെ ദേശത്ത് ആർക്കും ലഭിക്കാത്ത ഒരു പ്രാർത്ഥനയുടെ വരത്തെ ദൈവം തുറക്കാൻ വേണ്ടി പോവാ. അനേകർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ആ ഭവനത്തിൽ അനേകര് വന്ന് കയറി വന്ന് ഇറങ്ങിപ്പോകുന്നൊരു കാഴ്ച ഞാൻ കാണുക കേട്ടോ. കുടുംബം ദൈവത്താൽ മാനിക്കപ്പെടാൻ വേണ്ടി പോവാ സിസ്റ്ററെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ആ കുടുംബത്തിന്റെ മേൽ 2 വ്യക്തികളെ കർത്താവ് തൊടുന്നതായിട്ട് പറയുന്നു. 2 വ്യക്തികളെ ദൈവം തൊടും യേശുവിന്റെ നാമത്തിൽ. യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ വലിയ പ്രവൃത്തി കർത്താവ് അവിടെ ചെയ്യുവാൻ വേണ്ടി പോകുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പ വലിയ പ്രവൃത്തി അവിടെ ചെയ്യാൻ വേണ്ടി പോവാ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. തമ്പുരാൻ ചില വ്യക്തികളുമായിട്ട് ബന്ധപ്പെടുത്താൻ വേണ്ടി പോവാ. സിസ്റ്ററെ, ഒരു മഞ്ജുവിന് വേണ്ടി പ്രാർത്ഥിപ്പാൻ എൻ്റെ ഉള്ളത്തിൽ കർത്താവ് പറയുക. മഞ്ജുവിന് വേണ്ടി പ്രാർത്ഥിപ്പാൻ എൻ്റെ ഉള്ളത്തിൽ കർത്താവ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ വ്യക്തി നിങ്ങളുടെ ഭവനത്തിലേക്ക് വരാൻ വേണ്ടി പോവാ. കേൾക്കുന്നുണ്ടോ? ആ വ്യക്തി ഭവനത്തിലേക്ക് വരാൻ വേണ്ടി പോവാണേ. ആ വ്യക്തിയുടെ പേര് എഴുതി വെച്ച് പ്രാർത്ഥിച്ചോണേ. മഞ്ജുവിനെ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു അനുഗ്രഹ സാക്ഷ്യമാക്കാൻ വേണ്ടി പോവാന്ന് പറയുന്നത് കേൾക്കുന്നുണ്ടോ സിസ്റ്ററെ? ആ പേരൊന്ന് കുറിച്ച് വെച്ചോണേ. കർത്താവിന്റെ വലിയ പ്രവൃത്തി ആ മകളിലൂടെ കുടുംബത്തിൽ ചെയ്യാൻ വേണ്ടി പോവാ. ഇപ്പൊ അങ്ങനെ ഒരു വ്യക്തി ഉണ്ടോ ഇല്ലെന്ന് എനിക്ക് അറിയത്തില്ല. ഈ ഉണ്ടെങ്കിൽ ആ വ്യക്തി ആരാ അത്? ഞാൻ പറയട്ടെ, എന്റെ ചർച്ചില് ഒരു സിസ്റ്റർ ആണ്. അതിന്റെ മോള് UK ഉണ്ട്. അപ്പൊ ഇപ്പൊ അത് അങ്ങോട്ട് പോയേക്കാണ്. അപ്പൊ അത് പ്രഗ്നന്റ് ആകണേന് മുമ്പ് ദൈവം എന്നോട് പറഞ്ഞു ഈ കുട്ടി പ്രഗ്നന്റ് ആണ്. അപ്പൊ അവർക്കത് മനസ്സിലായില്ലായിരുന്നു. അപ്പൊ അവരോട് പറഞ്ഞു ഒന്ന് നോക്കാവോന്ന് ചോദിച്ചു. അപ്പൊ അവര് ആ കൊച്ചു പോയി നോക്കിയപ്പം ആ കുട്ടി പ്രഗ്നന്റ് ആയിരുന്നു. പ്രാർത്ഥിച്ചിട്ട് എന്നെ കൊണ്ട് പ്രാർത്ഥിച്ച് ദൈവം അത്ഭുതം പ്രവർത്തിച്ചിട്ട് ഇപ്പൊ ഒരു UK പോയി ആ കുഞ്ഞ് നല്ല സുഖപ്രസവമായിരുന്നു. ഇത് മഞ്ജു എന്ന് പറഞ്ഞ വ്യക്തിയുടെ മോളാത്. മഞ്ജു എന്ന് പറഞ്ഞ വ്യക്തിയുടെ മോളാണ്. ഈ കാര്യം വല്ല സിസ്റ്റർ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഒന്നും പണ്ടില്ല. കർത്താവിനോട് പറഞ്ഞവരെ പ്രാർത്ഥിക്കുവാൻ വേണ്ടി ആൾക്കാർ ഇനി ഭവനത്തിലേക്ക് വരാൻ വേണ്ടി പ്രാർത്ഥനയുടെ ഒരു കൃപ ദൈവം തുറക്കാൻ വേണ്ടി പോകും. അതിൽ ദൈവം അടയാളം കാണിച്ച മഞ്ജു ഒരു സൈനാ ദൈവം. അപ്പൊ മഞ്ജുവിന്റെ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോഴാ ഇത് സംഭവിച്ചല്ലേ? യേശുവേ, ഇത് കർത്താവിനാൽ വെളിപ്പെടുത്തി കേട്ടോ. യേശുവിന്റെ നാമത്തിൽ ആ ഭവനത്തിൽ അനേകർ ഇനി പ്രാർത്ഥിക്കാൻ വേണ്ടി വരും. അനേകർക്കൊരു അനുഗ്രഹമായത് വലിയ വഴികളെ ദൈവം അതും കൂടെ തുറക്കും കേട്ടോ. ഒത്തിരി ആളുകൾ കർത്താവ് എന്ന് പറയുന്ന രാജ്യങ്ങളിൽ നിന്ന് പോലും വന്ന് പ്രാർത്ഥിക്കും. അതേപോലൊരു കൃപ, പ്രാർത്ഥനയുടെ കൃപ, ദർശനങ്ങളുടെ ഒരു ദർശനക്കാരിയായി ദൈവം മാറ്റാൻ വേണ്ടി പോവാ യേശുവിന്റെ നാമത്തിൽ. കർത്താവെ, ഞാൻ ആ ഉള്ളത്തിലിരിക്കുന്ന ആ കൃപാവരത്തിന്റെ അകത്ത് നിന്നുകൊണ്ട് പ്രിയ മകളെ ഒന്ന് അഭിഷേകം ചെയ്യുന്നു. അഭിഷേകത്താൽ പ്രാർത്ഥിക്കുന്നപ്പ അങ്ങയുടെ അഭിഷേകം പ്രിയ മകളുടെ ഉള്ളത്തിൽ ജ്വലിക്കട്ടെ അപ്പ, അത് വർദ്ധിക്കട്ടെ അപ്പ. യേശുവിന്റെ നാമത്തിൽ ആ കാഴ്ചകൾ വ്യക്തമാകട്ടെ. ദൈവം സംസാരിക്കട്ടെ. ആ സ്വപ്നത്തിലും ദർശനത്തിലും എല്ലാ കാര്യത്തിലും ഇടപെടട്ടെ. ബ്ലസ് ചെയ്യുന്നു സിസ്റ്റർ. ആമേൻ പറഞ്ഞ് സ്വീകരിച്ചു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി യേശുവേ, നന്ദി കർത്താവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞാൻ അതോടൊപ്പം തന്നെ അനുഗ്രഹിക്കട്ടെ. ഞാൻ അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ റോയി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുക. ഈ റോയിയുടെ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം ജൂലൈ മാസം ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് കാണിച്ചുകൊണ്ടിരിക്കുക. ജൂലൈ മാസത്തിൽ റോയിയുടെ ഭവനത്തിൽ ജനിച്ചത് ആരാണോ, റോയിയുടെ ഭവനത്തിൽ ജൂലൈ മാസം ഇങ്ങനെ എടുത്ത് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ആ ഭവനവുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ, ഇപ്പോൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ ഉള്ളത്തിൽ കർത്താവ് പറയുന്നു, ഡെലിവറൻസ് അവിടെ സംഭവിക്കുക, വിടുതൽ സംഭവിക്കുക. ആ ഭവനത്തിൻ്റെ ഛായ മാറാൻ വേണ്ടി പോകുന്നു. ഇങ്ങനെ ഒരു കാഴ്ച ഞാൻ കാണും. ഇതിൻ്റെ രൂപം മാറാൻ വേണ്ടി പോകുന്നു. ആ ഭവനത്തിൻ്റെ അകത്തിരിക്കുന്ന ആളുകളുടെ അന്തരീക്ഷം മാറാൻ വേണ്ടി പോകുന്നു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ. ശ്രദ്ധിച്ചു കേട്ടോണം. റോയി എന്ന് പറയുന്ന വ്യക്തിയുടെ ഭവനത്തിൽ ജൂലൈ മാസം ജനിച്ച വ്യക്തി ഉള്ള ഭവനമാണ്. ഇപ്പോൾ ഞാനിത് റിലീസ് ചെയ്യുന്നപ്പോൾ സൂമിലായിക്കോട്ടെ, ലൈവിലായിക്കോട്ടെ, ഇന്ന് ആ കേൾക്കുന്ന ഭവനം ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ അത് ഏറ്റെടുത്തു. കർത്താവ് നിങ്ങളുടെ ഭവനത്തിന്റെ മേൽ പ്രവർത്തികളെ അയക്കുന്നു. യേശുവേ, അങ്ങയുടെ നാമത്തിൽ ഞങ്ങളത് പറഞ്ഞു. എന്റെ വീടാ ബ്രദറെ, മോളുണ്ട് ജൂലൈ മാസം 17. ആരാ റോയി എന്ന് പറയുന്നത്? ഭർത്താവാ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് മോളിപ്പോ എവിടെയാ?
ഇവിടെ തന്നെ ഉണ്ട്. വീട്ടിൽ തന്നെ ഉണ്ട്. വീട്ടിൽ തന്നെ. ഇന്ന് ആ മോളുടെ മേൽ, ജൂലൈ മാസം ജനിച്ച വ്യക്തിയുടെ മേൽ, ഈ റോയിയുടെ മേലും ഈ ജൂലൈ മാസം ജനിച്ച വ്യക്തികളുടെ മേലും ഒരേപോലെ തടസ്സമിട്ട്, അവർ രണ്ടുപേരെയും ഒരേപോലെ തടസ്സമിട്ട് രണ്ടുപേരെയും കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ കർത്താവ് വിടിവിക്കുക എന്നിട്ട് പറഞ്ഞിട്ട് ശോഭിക്കാൻ വേണ്ടി പോവാ. ഭവനത്തിന്റെ ഛായ മാറാൻ വേണ്ടി പോവാ. ആ കുടുംബത്തിന്റെ അന്തരീക്ഷം മാറാൻ വേണ്ടി പോവാ. കർത്താവെ, ഇപ്പോൾ ഞാൻ ബ്ലസ് ചെയ്യുമ്പോൾ തന്നെ എൻ്റെ ഉള്ളത്തിൽ കർത്താവ് ഒരു വാക്ക് പറയുകയാണ്. നിങ്ങളുടെ വീട്ടിലേക്ക് 2 അത്ഭുത വാർത്തകൾ കേൾക്കാൻ വേണ്ടി പോവാണ്. യേശുവിൻ്റെ നാം, ഒന്ന് ഭവനത്തിൽ നിന്നും, 2 ആ കുടുംബത്തിന്റെ പുറത്തുനിന്നും ഒരു നന്മയുടെ വാർത്ത. ഒന്ന് ഭവനത്തിന്റെ അകത്തുനിന്നും 2 പുറത്തുനിന്നും കേൾക്കും. 2 വാർത്തകൾ ദൈവാത്മാവ് നിങ്ങളെ കേൾപ്പിക്കാൻ വേണ്ടി പോകുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവ്, ഇത് കൃപയാണ്. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച, പരിശുദ്ധാത്മാവ് ഇത് കൃപയാണ്. കർത്താവെ, ഇപ്പോൾ തന്നെ രോഗികളെ മുഴകൾ ഉള്ളവരൊക്കെ കൈയെടുത്ത് വെച്ച മുഴകൾ അപ്രതീക്ഷമായി പോകുന്നതിൻ്റെ ഉള്ളത്തിൽ കർത്താവ് പറയുക, ആ മുഴകൾ മാഞ്ഞു പോകും, അത് ചുങ്ങിപ്പോകും. അത് നിമിത്തം വരാൻ പോകുന്ന രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ക്യാൻസൽ ആകുകയാണ്. ഒരു സർജറിയും കൂടാതെ തന്നെ കർത്താവിന്റെ അത്ഭുതം. കൈവച്ച് മുഴയുള്ളവരൊക്കെ കൈവച്ച്, യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അതിനെ വേരോടെ പറിക്കുന്നപ്പോ യേശു ഞങ്ങളുടെ രോഗത്തെ വഹിച്ചതാണ്. കർത്താവ് ഈ സമയത്ത് വേദനയുള്ളവരെല്ലാം കൈവച്ചു. ഇൻസ്റ്റന്റ് ക്രിയേറ്റീവ് മിറക്കിൾസ് ഉണ്ടാകുക. അത്ഭുതകരമായ സൗഖ്യത്തെ കൽപ്പിക്കുന്നപ്പ, അത്ഭുതകരമായ വിടുതലുകളെ കൽപ്പിക്കുന്നപ്പ യേശുവേ നന്ദി കർത്താവേ. പരിശുദ്ധാത്മാവേ, കൃപ വ്യാപരിക്കുന്നല്ലോ, കൃപ വ്യാപരിക്കുന്നല്ലോ, കൃപ വ്യാപരിക്കുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. കൃപ വ്യാപരിക്കുന്നു, കൃപ വ്യാപരിക്കുന്നു, കൃപ വ്യാപരിക്കുന്നു, കൃപ വ്യാപരിക്കുന്നു. യേശുവേ നന്ദി കർത്താവേ. പരിശുദ്ധാത്മാവേ, ഞങ്ങൾ നന്ദി നൽകുന്നപ്പാ. പരിശുദ്ധാത്മാവേ, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിന്റെ നാമത്തിൽ ഞാൻ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞാനൊരു ഭവനത്തിന്റെ മേൽ, ഒരു ടിവിയുടെ മുകളിൽ ഇങ്ങനെ ഒരു ടൈഗർ, ഈ പുലിയുടെ പാവ, ഈ ഒരു ടിവിയുടെ മുകളിൽ, അതായത് ടി വി ഇരിക്കുന്നതിന് തൊട്ട് മുകളിൽ അതിങ്ങനെ വെച്ചിരിക്കുക. ടൈഗറിന്റെ, ഈ പുലിയുടെ ഒരു ഡോള്, ഒരു മറ്റേ ഈ തുണി കൊണ്ടുള്ള ഒരു ടൈപ്പ് സാധനം ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു സാധനം, അതിങ്ങനെ ഡോള് ഒരു ഭവനത്തിൽ ടിവിയുടെ മുകളിൽ, ആ ടി വി ഇരിക്കുന്നതിന് തൊട്ട് മുകളിലോട്ടാണ് ഇത് കാണുന്നത്. ഒരു അടയാളം കർത്താവ് എന്നെ കാണിക്കുകയാണ്. ഞാൻ ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കാണുന്ന ഈ അടുക്കള ഈ പൊളിച്ചു പണിയുന്ന ഒരു കാഴ്ച ഞാൻ കാണുക. നടന്നു കഴിഞ്ഞ കാര്യമാണ്. അടുക്കള പൊളിച്ച്, ആ ഭാഗം ഇങ്ങനെ പൊളിച്ചിട്ട് പണിത്, ആ ഒരു ഏരിയ ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. ഈ ഒരു കാഴ്ച ഞാൻ കാണുമ്പോൾ തന്നെ, ഇത് പണിതുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പണിക്കാരല്ലാതെ ആ ഭവനത്തിലേക്ക് ഞാൻ കാണുന്നൊരു കാഴ്ചയാണ്. ഈ വരവരയും ഷട്ടിട്ടുകൊണ്ട് ഒരു മനുഷ്യൻ വന്ന ഒരു സമയം കർത്താവ് എന്നെ ഓർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഓർക്കാൻ കഴിയും. കാരണം വെച്ചാൽ ഈ ദർശനവുമായിട്ട് ദൈവം നിങ്ങളെ കണക്ട് ചെയ്തേക്കുന്നുള്ളത് കൊണ്ട്, ഒരു വരവരയും ഷട്ടിട്ടുകൊണ്ട് ഒരു മനുഷ്യൻ ആ ഭവനത്തിലേക്ക് വന്ന ഒരു സമയം കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആ ഭവനവുമായിട്ട് ബന്ധപ്പെട്ട എൻ്റെ ഉള്ളത്തിൽ കർത്താവ് ഒരു വാക്ക് പറയുകയാണ്. ആ വ്യക്തിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചോണേ. ആ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് ആ വ്യക്തി നിങ്ങൾക്കൊരു അനുഗ്രഹമാവും, നിങ്ങൾ ആ വ്യക്തിക്ക് ഒരു അനുഗ്രഹമാവും. ഏതാണോ ഈ അടയാളം ഉള്ള ഭവനം. ബാക്കി എല്ലാവരും അനാവശ്യമായിട്ട് സംസാരിക്കുന്നവരെല്ലാം മൈക്ക് മ്യൂട്ട് ചെയ്ത്, ഈ അടയാളം ഉള്ള ഭവനം ഏതാണോ, നടന്ന ഏതാണോ ഓർത്ത് നോക്കാൻ നമുക്ക് മനസ്സിലായിട്ടുണ്ടത്. ആ സമയത്ത് വന്ന വ്യക്തി ഇപ്പോൾ തന്നെ സ്വീകരിച്ചോണേ. ദൈവത്തിന്റെ വലിയ പ്രവൃത്തി നിങ്ങളുടെ ഭവനത്തിൽ, പ്രത്യേകിച്ച് നിങ്ങളെ ദൈവം അവർക്കൊരു അനുഗ്രഹമാക്കും. അതിന്റെ സാക്ഷ്യം കുടുംബത്തിൽ തുറക്കും. ഈ വ്യക്തിയെ ആകർഷിക്കത്തക്കവണ്ണം, ഈ വ്യക്തിയുടെ മേൽ സ്വാധീനം ചെലുത്തുവാൻ തക്കവണ്ണം ദൈവം നിങ്ങളെ ഉപയോഗിക്കാൻ വേണ്ടി പോവാന്ന് പറയുന്നത്. യേശുവിന്റെ നാമത്തിൽ ആമേൻ പറഞ്ഞ് ആ വ്യക്തി മാത്രം, സൂമിലാണെങ്കിൽ മ്യൂട്ട് മാറ്റി പറയാം, ലൈവിലാണെങ്കിൽ ആമേൻ പറഞ്ഞ് സ്വീകരിച്ചോണേ. കർത്താവിന്റെ പറയാൻ വേണ്ടിയാണോ സിസ്റ്റർ മ്യൂട്ട് മാറ്റിയത്? ചുമ്മാ ആമേൻ പറഞ്ഞാണോ? ആലോചന ഇടപെട്ടവര് മാത്രം ഈ അടയാളം ശ്രദ്ധിക്കുക. ഇതുമായിട്ട് ബന്ധപ്പെട്ടതാരാണോ യേശുവിന്റെ നാമത്തിൽ അവര് മാത്രം സ്വീകരിച്ചു. കർത്താവിന്റെ വലിയ കൃപയ്ക്കായി നന്ദി പറയുന്നപ്പ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി കർത്താവേ. ഞങ്ങളെ കുടുംബത്തെ ഇപ്പോൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. തീ ഇറക്കുന്ന തമ്പുരാനാണല്ലോ. അത്ഭുതത്തിന് നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. നന്ദി കർത്താവേ. ഈ നിമിഷം ഞങ്ങൾ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ കർത്താവേ,
അങ്ങയുടെ പ്രവൃത്തികളെ അങ്ങ് ആ കുടുംബത്തിന്റെ മേൽ അയക്കുന്നല്ലോ. ഓരോ വ്യക്തികളെയും ഇന്ന് ബ്ലസ് ചെയ്യുന്നപ്പാ. പരിശുദ്ധാത്മാവെ, നമുക്ക് സമയം ഒത്തിരി നമുക്ക് മുന്നോട്ട് പോയി ദൈവത്തിന്റെ വലിയ കൃപയ്ക്കായി. ഇപ്പൊ എത്രയായി സമയം? നാട്ടിൽ എത്രയായി? എന്തോ 11 മണി. 11 മണി. അടുത്ത പ്രാവശ്യം നമുക്ക് നേരത്തെ തുടങ്ങേണ്ടി വരും. നാളെ പ്രാർത്ഥന ഉണ്ടോ? നാളെ ഉണ്ട് ബ്രദറെ. പിന്നെ ഈ ഇന്ത്യൻ സമയം വൈകുന്നേരം 4 മണിക്കാണ്. 4 മണിക്ക് അല്ലെങ്കിൽ 3:30. ഈ 4:30 നമ്മൾ എത്ര മണിക്ക്? 4:30ക്കല്ലേ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ? പറഞ്ഞു. കാര്യം ഇതാരാ ഈ സംസാരിക്കുന്നവരുടെ ആവശ്യമില്ലാതെ? എനിക്കൊരു കാര്യം പറയാം. ഈ ആലോചനയുമായിട്ട് ബന്ധപ്പെട്ടതാണോ? അതെ അതെ അതെ. പറഞ്ഞു. തുടക്കത്തില് അന്യമായിട്ട് പ്രാർത്ഥിച്ചില്ലേ? സമയത്ത് ജൂല എന്ന് പറഞ്ഞിട്ട് പറഞ്ഞോണ്ടിരുന്നപ്പോ നമ്മുടെ സ്ഥലത്ത് ജൂല എന്ന സഹോദരി ഉണ്ടായിരുന്നു. അവർക്ക് വേണ്ടി നമ്മുടെ സഭയിലേ ഒരു ജൂല എന്ന സഹോദരി ഉണ്ടായിരുന്നു. അവർക്ക് വേണ്ടി പ്രാർത്ഥന കർത്ത പറഞ്ഞല്ല, മെയ് 10 എന്ന് പറഞ്ഞു. മെയ് 10 അപ്പൊ ഇതിലുള്ള സഹോദരിയാണ് ജൂല. അപ്പൊ സഹോദരിക്ക് മെയ് 10 എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്ന് രാവിലത്തെ പ്രാർത്ഥന, അന്വേഷണ പ്രാർത്ഥന ഉണ്ടായിരുന്നില്ലേ? നല്ല വിടുതൽ. ചുണ്ടെല്ലാം എന്തിലോ ഒരു നല്ല വിടുതൽ രാവിലെ എനിക്ക്. തീർച്ചയായിട്ടും. അപ്പൊ ജൂലൈ 10 ജനിച്ച ഒരു വ്യക്തിക്ക് വേണ്ടി കർത്താവ് ഇടപെടുന്ന പ്രിയ സഹോദരിയുടെ കർത്താവ് ഇടപെടുവാൻ ഇടയായി തീർന്നു. ജൂലൈ 10 ജനിച്ച ആ വ്യക്തി ആരാണോ, മെയ് 10 ജനിച്ച വ്യക്തി ആരാണോ, ആ വ്യക്തിയുടെ ജീവിതത്തിൽ കർത്താവിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തുന്ന കർത്താവ് ഇടപെട്ട് സഹോദരിയുടെ ആ വ്യക്തി യേശുവിന്റെ നാമത്തിൽ സ്വീകരിച്ച കുടുംബം ഏതാണോ, ആമേൻ പറഞ്ഞ് ഏറ്റെടുത്തോണേ. ഇന്ന് കർത്താവ് അനേകരുടെ ഹൃദയത്തെ ഈ ദിവസങ്ങളിൽ തമ്പുരാൻ തുറന്നിട്ടുണ്ട്. നിങ്ങളുടെ ഉള്ളത്തിൽ ആ ഒരു ദർശനങ്ങളുടെ വരങ്ങളെ തുറന്നിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയ നിങ്ങൾക്ക് വേണ്ടി എല്ലാം നമ്മൾ, എനിക്ക് വന്നത് വെള്ളിയാഴ്ച അല്ലെങ്കിൽ അതിനുവേണ്ടി മീറ്റിങ്ങിൽ നമ്മൾ ഈ പരസ്പരം കൃപാവര ശുശ്രൂഷകളെ ജ്വലിപ്പിക്കേണ്ടതിന്, കാരണം നമുക്ക് ഒത്തിരി ദൂരം പോകേണ്ടത്, അനേകരെ വിടുവിക്കേണ്ടതാണ്. അതിനുവേണ്ടി നമുക്ക് വരും ദിവസങ്ങളിൽ ഇരിക്കേണ്ടതുണ്ട്. നിങ്ങളെ കർത്താവ് ദർശനങ്ങളാലും, ഇനി നിങ്ങൾ ഇത് കഴിഞ്ഞുകൊണ്ട് ഈ പ്രാർത്ഥന കഴിയുമ്പോൾ നിങ്ങളുടെ സ്വപ്നങ്ങൾ കാണും. നിങ്ങളിലൂടെ ദൈവം സ്വപ്നത്തിലൂടെ ഇടപെടും. എല്ലാവരും ഞാൻ പറയുന്നു സിസ്റ്ററെ, എല്ലാ സൗകര്യങ്ങളും ഞാൻ പറയുന്നു, പ്രാർത്ഥിച്ചുകൊണ്ട് വേണം കിടക്കാനേ. ദൈവം നിങ്ങളോട് സംസാരിക്കും. ആമേൻ. ഒരു കാര്യം പറഞ്ഞോട്ടെ ബ്രദറെ, ഞാൻ ഒരു 2 ദിവസം മുമ്പ് ഒരു സ്വപ്നം കണ്ടു. ഞങ്ങളുടെ ചർച്ചില്, ഞങ്ങൾ പോകുന്ന ചർച്ചില് മോള് ഈ മാസത്തെ ദശാംശം തന്നിട്ടില്ല. മോള് ജർമ്മനിയിലാ. അപ്പൊ അവളോട് ചോദിച്ചപ്പോ അവള് പറഞ്ഞത് ഈ മാസത്തെ അവിടെ അവിടെ ഉള്ള ചർച്ചിൽ കൊടുക്കണം, പാവങ്ങൾ അവിടെയുണ്ട്, അവർക്ക് പെട്രോളൊക്കെ മേടിക്കാൻ കൊടുക്കണം എന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര വിഷമായി. കാരണം വെച്ചാൽ ജർമ്മനിയിൽ അങ്ങനെ വലിയ ഇതൊന്നും ഇല്ലല്ലോ. നമ്മുടെ നാട്ടിലുള്ള ഭാഷന്മാരൊക്കെ അല്ലേ കൊടുക്കണ്ടേന്ന് ഓർത്ത് ഞാനിങ്ങനെ വിഷമിച്ചിങ്ങനെ ഇരിക്കുമായിരുന്നു. ഞാൻ മിനിഞ്ഞാന്ന് സ്വപ്നത്തിലോ ദർശനത്തിലോ എന്താന്ന് എനിക്കറിയില്ല, പക്ഷെ ഒരു ചുമന്ന ഒരു ബനിയനും കറുത്ത പാൻറ്റും ഇട്ട് മെലിഞ്ഞിട്ട് താടിക്കുള്ള ഒരു വ്യക്തിനെ ഞാൻ ഇന്ന് അവിടെ കണ്ടിട്ടില്ല ആളെ, പക്ഷെ അങ്ങനെ കണ്ടിട്ട് പറയുക, ജർമ്മനിയില് ബിഷക്കാര് ഉണ്ടോന്ന് എന്നോട് ചോദിക്കുക. അപ്പൊ ഞാൻ ഓർത്തു, ദൈവമേ, പാസ്റ്റർമാർക്ക് ദശാംശം കൊടുത്തിട്ടില്ലല്ലോ, അതിന്റെയാണോ ചോദിക്കണേന്നുള്ളൊരു പേടി എന്റെ ഉള്ളിലുണ്ട്. പാസ്റ്റർ, അത് സ്വപ്നമാണോ ദർശനമാണോ ഒന്നും എനിക്കറിയില്ല. സിസ്റ്റർ എപ്പോഴും ഓർത്തോണം, നമ്മൾ ദശാംശം കൊടുക്കുന്നത് പാസ്റ്റർമാർക്കേ അല്ല. ദശാംശമായിക്കോട്ടെ, സ്വോത്രകാഴ്ചയോട്ടെ, അത് ഓർത്ത് ഭാരപ്പെടരുത്. ദശാംശമായിക്കോട്ടെ, സ്വോത്രകാഴ്ച ആയിക്കോട്ടെ, ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ദൈവരാജ്യത്തിൽ വിതയ്ക്കുകയാണ്. ഒരിക്കലും നമ്മൾ അങ്ങനെ പറഞ്ഞ് സിസ്റ്ററോടല്ല പറഞ്ഞു, പൊതുവെ നമ്മുടെ മനസ്സിലേക്ക് ഒരു ചിന്ത വരും, നമ്മളൊരു സഭയ്ക്കോ വ്യക്തിക്കോ പാസ്റ്റർമാർക്കോ അല്ല കൊടുക്കുന്നത്. ദൈവവേല എന്താണ് ഞാൻ പല വർഷം പറഞ്ഞിട്ടുള്ളതാണ്. ഇനിയിപ്പോൾ ഇത് കേൾക്കുമ്പോൾ ചില ആൾക്കാർക്ക് ഇത് കൺഫ്യൂഷൻ ഉണ്ടാകും. പ്രത്യേകിച്ച് നിങ്ങൾക്കറിയാം, ഈ ആളുകൾക്കിടയിൽ ഒത്തിരി ഏറ്റവും വലിയ പ്രശ്നം നടക്കുന്നത് ദശാംശം സ്വോത്രകാഴ്ച. ഇതിനാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ എനിക്ക് വന്നത് ഏറ്റവും കൂടുതൽ പ്രശ്നം. നമുക്ക് ദിനവൃത്താന്ത പുസ്തകത്തിൻ്റെ അകത്തൊരു വാക്യമുണ്ട്, ദശാംശത്തെ പറ്റി പറയുന്നുണ്ട്. കർത്താവേ, ഞങ്ങൾ നിങ്ങളിൽ നിന്നും വാങ്ങിച്ച് നിനക്ക് തരുവാണ്. ദിനവൃത്താന്ത പുസ്തകത്തിൽ പറയുന്നു, അങ്ങയിൽ നിന്നും വാങ്ങിച്ച്
അതിൻ്റെ അർത്ഥം നമുക്കൊരു ജോലിയുണ്ട്. അപ്പം യഹോവയാണോ ജോലി തരുന്നത്? അതെ. നമുക്ക് ആരോഗ്യം വേണമല്ലോ. ദൈവമാണ് നന്മയുടെ എല്ലാ ഉറവിടം. അപ്പം നമുക്ക് തരുന്ന നന്മ ദൈവത്തിൽ നിന്നാണ്. അപ്പം നാം ദൈവത്തിൽ നിന്ന് മേടിച്ചിട്ട് ദൈവത്തിന് കൊടുക്കുക. നിന്റെ ആലയത്തിൽ നന്മ ഉണ്ടാകേണ്ടതിന് നിന്റെ ദശാംശം കൊണ്ടുവരിക. ബൈബിൾ പിന്നെയും പറഞ്ഞു, നീ എന്നെ ദൈവത്തെ പരീക്ഷിക്കരുതെന്ന് ബൈബിളിൽ പറയുന്നുണ്ട്. പക്ഷേ ഒരു കാര്യത്തിൽ ദൈവത്തെ പരീക്ഷിക്കാമെന്ന് പറഞ്ഞു, ദശാംശത്തിന്റെ കാര്യത്തിൽ മാത്രം നിങ്ങൾ എന്നെ പരീക്ഷിക്കണം എന്ന് പ്രവാചക പുസ്തകത്തിൽ വ്യക്തമായി പറയുന്നു. അപ്പോൾ എപ്പോഴും ഓർത്തോണം, ദശാംശമായിക്കോട്ടെ, സ്തോത്രകാഴ്ചയായിക്കോട്ടെ, നിങ്ങൾ ബൈബിളിൽ ഗലാത്യ ലേഖനത്തിൽ പറഞ്ഞു, നിങ്ങളെ സുവിശേഷം പഠിക്കുന്നവർക്ക് നിങ്ങൾ ഓഹരി കൊടുക്കണം. ഗലാത്യ ലേഖനത്തിൽ പറയുന്നു. ഇതെല്ലാം കൊടുക്കുമ്പോൾ ഇതൊന്നും നിർബന്ധമല്ല. ഇത് പിടിച്ച് കിട്ടിയില്ലെങ്കിൽ വലിയ പ്രശ്നമാണ്, അത് കൊടുത്തില്ലെങ്കിൽ വലിയ കുഴപ്പമാണ്, കൊടുത്തില്ലെങ്കിൽ അങ്ങനെ, ഇത് ഒരു നിർബന്ധവുമില്ല. അവനവന് ഹൃദയത്തിൽ തോന്നുന്നത് നൽകട്ടെ എന്ന് പറയുന്നു. അപ്പോസ്തല പ്രവൃത്തിയിൽ പിന്നെയും പറയുന്നു, ശതാധിപനായ ഒരു മനുഷ്യൻ പ്രാർത്ഥിച്ചപ്പോൾ അദ്ദേഹം വിശ്വാസിയല്ല, അവിശ്വാസിയാണ്, യഹൂദന്റെ നിയമപ്രകാരം യഹോവയെ അന്വേഷിക്കുന്ന മനുഷ്യനാണ്. എന്നാൽ ദൈവത്തിൽ ദൂതൻ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു, നിന്റെ പ്രാർത്ഥനയും നിന്റെ ദശാംശങ്ങളും, എൻ്റെ അർത്ഥം നീ തന്ന ഓഹരികളൊക്കെയും യഹോവയുടെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു. കണ്ടോ? അപ്പൊ കൊടുത്തത് എവിടെയാണ്? യഹൂദന്റെ ആലയത്തിലാണ്. എത്തിയത് യഹോവയുടെ സന്നിധിയിലാണ്. അപ്പൊ കൊടുത്തത് യഹൂദന്റെ ആലയത്തിലാണെങ്കിലും ദൈവസന്നിധിയിലാണ് നമ്മുടെ ഓഹരി എത്തുന്നത്. അപ്പൊ നമുക്ക് ഭാരം വേണ്ട. ആ മകൾ എവിടെ കൊടുത്താലും, ലോകരാജ്യത്തിൽ എവിടെ കർത്താവിന്റെ സുവിശേഷത്തിന് വേണ്ടി വിതച്ചാലും, ശ്രദ്ധിച്ചോ, ചാരിറ്റി വേറെ. ആൾക്കാർക്ക് തെറ്റിദ്ധാരണ ഉണ്ടാവും, നമ്മൾ ചാരിറ്റി ചെയ്യണം കേട്ടോ, നിങ്ങൾ പാവപ്പെട്ടവരെ സഹായിക്കണം. യേശു പറഞ്ഞതുപോലെ തന്നെ ആഹാരമില്ലാത്തവൻ ആഹാരം കൊടുക്കണം. ഞാൻ നഗ്നനായി വന്ന് നിങ്ങളെന്നെ ഉടുപ്പിച്ചില്ല, ഞാൻ വിശന്ന് വന്ന് എനിക്ക് ആഹാരം തന്നില്ല, ഞാൻ മുറിവേറ്റവനായി വന്നു, നിങ്ങൾ എൻ്റെ മുറി. അപ്പോൾ പത്രോസ് വയ്ക്കുന്ന, കർത്താവേ നീ എപ്പോഴാണ് ഇങ്ങനെ വന്നത്? അപ്പോൾ യേശു പറയാം, ഇങ്ങനെയുള്ള ആൾക്കാർക്ക് നിങ്ങൾ ചെയ്യുമ്പോൾ എനിക്കാ ചെയ്യുന്നത്. കണ്ടോ? അതാണ് ചാരിറ്റി എന്ന് പറയുന്നത്. പക്ഷെ ഇത് ദശാംശമല്ല. ദശാംശവും ചാരിറ്റിയും രണ്ടാണ്. ദശാംശം എന്ന് പറഞ്ഞാൽ സുവിശേഷ വേലകൾക്ക് വേണ്ടി. അപ്പൊ കർത്താവിന് കാശില്ലേ? കർത്താവിന് കാശുണ്ട്, ഇഷ്ടം പോലെ കാശുണ്ട്, ദൈവത്തിന്റെ കയ്യിൽ സ്വർഗത്തിലെ ധനമുണ്ട്. പക്ഷേ നമ്മുടെ അധ്വാനം, അതാണ് പഴയ നിയമം മുതലേ ആദ്യ ഫലം യഹോവയ്ക്കുള്ളതാണ്. പഴയ നിയമം. പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴേക്കും ആദ്യ ഫലമില്ല. നമ്മൾ കർത്താവിന്റെ നാമത്തിൽ, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു പ്രാർത്ഥന ക്രമീകരിക്കുന്നു, ലോകത്ത് എവിടെയും പ്രാർത്ഥന ക്രമീകരിക്കുമ്പോൾ, ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ ലണ്ടനിൽ നടന്ന അവിടുത്തെ പ്രാർത്ഥന 1 മണിക്കൂർ എനിക്ക് തോന്നുന്നത് ഏകദേശം 80 പൗണ്ടാണ് സഹോദരിമാർ അത് പറഞ്ഞത്. അതായത് നാട്ടിലെ 8000 രൂപയാണ് 1 മണിക്കൂറിന് റെന്റ്. 1 മണിക്കൂറിന് 8000 രൂപയാണ് അവിടുത്തെ റെന്റ്. ആ സ്ഥലത്ത് ഒരു പ്രാർത്ഥനയ്ക്ക് നടക്കുന്നത്. അപ്പം നമ്മൾ എനിക്ക് തോന്നുന്നു 3-4 മണിക്കൂറോളം ആ പ്രാർത്ഥന അവിടെ ക്രമീകരിച്ചു. അപ്പോൾ അത് സഹോദരിമാർ, 2 സഹോദരിമാർ ശിവാസിലൊക്കെ പറഞ്ഞു, ഞങ്ങളത് വിതച്ചോളാം ബ്രദർ എന്ന് പറഞ്ഞു, ഞങ്ങളത് തയ്യാറാന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് ലഭിക്കുന്ന ജോലിയിൽ നിന്നും അത്രയും പൈസ അവർ മാറ്റിവെച്ച് എന്തിനാ വിതയ്ക്കുന്നത്? അവർക്ക് വേറെ പരിപാടിയൊന്നും ഇല്ലേ? പക്ഷെ അവർ വിതയ്ക്കുമ്പോൾ അവർ ദൈവരാജ്യത്തിന് വേണ്ടി വിതയ്ക്കുന്നു. അപ്പോൾ അവിടെ സുവിശേഷം, എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് ആ പ്രാർത്ഥന നമ്മൾ കണ്ടായിരുന്നല്ലോ, നിങ്ങൾ യൂട്യൂബിലുണ്ട്, ലൈവിലുണ്ട്. ഒത്തിരി ആൾക്കാരെ ദൈവം പ്രവചനാത്മാവിൽ തൊട്ടു, ഒത്തിരി പേരെ സൗഖ്യം ദൈവം കൊടുത്തു. പല യൂറോപ്യൻസ് ആയിട്ടുള്ള ആൾക്കാർ, ഇംഗ്ലീഷുകാരും പല ആൾക്കാരും ഒക്കെ അവിടെ വന്നു. അപ്പോൾ അവര് വന്ന് കണ്ടത് ബ്രദർ ശുശ്രൂഷിക്കുന്നതാണ്. ബ്രദർ അവരോട് വർത്തമാനം പറയുന്നു, വചനം പറയുന്നു, ദൈവം ആലോചന പറയുന്നു. പക്ഷെ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച് അധ്വാനിച്ച ആൾക്കാരുണ്ട്, വിതച്ചവരുണ്ട്. ഇവർക്കെല്ലാം പ്രതിഫലം സ്വർഗം കൊടുക്കും. കണ്ടോ? കാരണം ബൈബിൾ പറയുന്നു, എൻ്റെ ആലയത്തിൽ നന്മയുണ്ടാകേണ്ടതിന് നിങ്ങളുടെ ദശാംശങ്ങൾ മുഴുവൻ കൊണ്ടുവരിക എന്ന് ദൈവം പറയുന്നത്, ഞാൻ പറയുമല്ലോ കേട്ടോ. അപ്പൊ എപ്പോഴും ഓർത്തോണം, നിങ്ങൾ പോകുന്ന സഭകളിൽ നിങ്ങൾ വിതയ്ക്കണം. നിങ്ങൾ 1 മാസം ജോലി ചെയ്യുമ്പോൾ ലോകത്തിൽ ഏത് സഭയിലായിക്കോട്ടെ, അവിടെ നിങ്ങൾ കൊടുക്കണം, ദശാംശം കൊടുക്കണം, സ്തോത്രകാഴ്ച കൊടുക്കണം. പിന്നീട് ലോകമെമ്പാടും നടക്കുന്ന സുവിശേഷ വേലകളുണ്ട്. ഇത് പിരിവല്ല കേട്ടോ ബ്രദർ. ഇത് ഞാൻ മിക്ക ആൾക്കാർക്കും പറയാൻ ഇത് പേടിയാണ്. പല ആൾക്കാരും പറയും, ബ്രദർ ഞങ്ങളിത് പറയുമ്പോൾ ആൾക്കാർ ഓർക്കും ഇത് പിടിച്ചുപറിയാണ്, അത് പിരിവാണ് ആൾക്കാർ. ഞാനിത് എപ്പോഴും പറഞ്ഞ കാര്യം. ഞാൻ നന്മ പണ്ട് 10 രൂപയുടെ കെട്ട് പൊട്ടിയ ആളാണ് ഞാൻ. 10 രൂപ കുറഞ്ഞ ഓത്തറാഴ്ച ഞാൻ കൊടുക്കത്തില്ലായിരുന്നു. കാര്യം എൻ്റെ ചിന്തയിൽ മൊത്തം എന്തുവാ, ദൈവത്തിന്റെ കാശിന്റെ ആവശ്യമില്ലെന്നായിരുന്നു. പക്ഷെ നമ്മൾ സുവിശേഷ വേല ചെയ്യുമ്പോഴാണ് ഇതിന് നമുക്ക് നന്മ. നമുക്കിപ്പോൾ നടക്കാൻ പോകുന്ന പ്രാർത്ഥനകളൊക്കെ ഉണ്ട്, ലോകമെമ്പാടും പ്രയർ സ്റ്റേഷൻ, അതെല്ലാം ഹോളുകളെല്ലാം ക്രമീകരിച്ചിരിക്കുക. അതെല്ലാം ദൈവ നിയോഗമാണ്. നിങ്ങൾ വിതച്ചില്ലെങ്കിലും നടക്കും ഇതെല്ലാം. ഇപ്പൊ നിങ്ങൾ തീരുമാനിക്കുകയാണ്, ഞങ്ങൾ വിതയ്ക്കുന്നില്ല, ദൈവരാജ്യത്തിന് കൊടുക്കുന്നില്ലെങ്കിലും ദൈവത്തിന്റെ പ്രത്യേകത, ദൈവം നടത്തും. പക്ഷേ നമ്മുടെ നന്മ എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദിനവൃത്താന്തക്കാരൻ പറഞ്ഞു, നിങ്ങളിൽ നിന്നും വാങ്ങിച്ച് ഞാൻ നിനക്ക് തരുക. കാര്യം നിങ്ങളുടെ ആലയത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി നമുക്ക് കിട്ടുന്ന ഒരു അവസരമാണ് സുവിശേഷ വേലയിൽ വിതയ്ക്കുന്നത്. ഞാൻ ഡെലിവറൻസ് മീറ്റിംഗിൽ ഇത് പറയാൻ കാരണം, ഇതെടുത്ത് ഇത്രയും നേരം ഇത് പറയാൻ കാര്യം, സഹോദരി അത് പറഞ്ഞത് സത്യമാണ്. സഹോദരി അതൊരു ഭാരം പിശാച് കൊണ്ടുവന്നു. കണ്ടോ, അയ്യോ അവിടെ ജർമ്മനി കൊടുത്തു, ഇവിടെ കൊടുത്തില്ല.
അവിടെ ദൈവദാസന്മാർ കൊടുത്തു, ഇവിടെ കൊടുത്തില്ല. അപ്പൊ ദൈവദാസന്മാർക്കല്ല, നാം എപ്പോഴും ഓർത്തോണേ, നമ്മൾക്ക് അവർക്കെല്ലാം സുവിശേഷ വേല ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും നമ്മൾ കൈ അഴിച്ച് സഹായിക്കണം. ലോകത്തിൽ എവിടെ, ഇവിടെ മാത്രമല്ല, ലോകത്തിൽ എവിടെയും സഹായിക്കണം. അത് ഒരു നഷ്ടവുമില്ല, നിങ്ങളുടെ ജീവിതത്തിൽ നന്മയാകത്തേ ഉള്ളൂ. ഒറ്റ പൈസ, അതെല്ലാം കൃത്യം കണക്ക് സ്വർഗത്തിലുണ്ട്. ഒരു ബ്രദറിന്റെയും കണക്ക് കാണത്തില്ല, ഒരു ദേവദാസന്റെ അക്കൗണ്ടിലും കാണത്തില്ല. പക്ഷെ സ്വർഗരാജ്യത്തിൽ കർത്താവിന്റെ സന്നിധിയിൽ നിങ്ങളുടെ പ്രാർത്ഥനയുടെ കണക്ക് അവിടെയുണ്ട്. നിങ്ങൾ എത്ര നേരം ദൈവസന്നിധിയിൽ സമയം കഴിച്ചു, അതിന്റെ എല്ലാം കണക്കും. കണ്ണുനീരിന്റെ തുരുത്തിയെ ശേഖരിക്കുന്ന ദൈവമെന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്. നമ്മുടെ കണ്ണുനീരിന്റെ അളവ് പോലും അവിടെ തമ്പുരാൻ അറിയാം. തുരുത്തി ശേഖരിക്കുന്ന ഒരു ദൈവമുണ്ട്. അപ്പൊ അതെല്ലാം കറക്റ്റ് കണക്ക് ദൈവത്തിന് അറിയാം. അതുകൊണ്ട് ഭാരപ്പെടണ്ട, ഭയപ്പെടണ്ട. നമ്മുടെ തമ്പുരാന്റെ നാമത്തിൽ എന്തെങ്കിലും കൊടുക്കുന്നത് പിരിവല്ല. അയ്യോ ബ്രദറെ, ചില ആൾക്കാർ പറയും ഇന്ന പൈസ വേണം പ്രാർത്ഥിക്കുന്നതിന് ദൈവദാസം, അതൊക്കെ തെറ്റാ. കണക്ക് പറഞ്ഞു മേടിക്കുന്നതൊക്കെ തെറ്റാണ്. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും അത് പ്രോത്സാഹിപ്പിക്കത്തില്ല. പക്ഷേ നിങ്ങളുടെ ഹൃദയത്തിൽ തോന്നുന്നത് നിങ്ങൾ പ്രാർത്ഥിക്കണം. കർത്താവേ, ഞാൻ എൻ്റെ ഹൃദയത്തിൽ ആഗ്രഹമുണ്ട്, ദൈവം വെളിപ്പെടുത്തും. അതൊരിക്കലും പിശാച് പറയും നഷ്ടമാണ്, വെറുതെ ഉണ്ടാകുന്ന കാശെല്ലാം എടുത്ത് കൊടുത്തു എന്താ പറയുന്നത് നഷ്ടമാണെന്ന് പറഞ്ഞു. അത് വലിയ കാര്യം. കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രാർത്ഥനയും ഞാൻ പറഞ്ഞല്ലോ, ദൈവനാമത്തിൽ വിതച്ചത് നമുക്ക് വലിയ അനുഗ്രഹമാണ്. കാര്യം കൊല്ലത്തുമൊക്കെയുള്ള നമ്മൾ ഓഡിറ്റോറിയം എടുക്കുമായിരുന്നു. അതിന് നമുക്ക് ഏകദേശം രാവിലെ മുതൽ 5 മണി വരെ ഏകദേശം എനിക്ക് തോന്നുന്നു 50,000 രൂപ റെൻ്റായിരുന്നു. ഞാൻ ഇത് പറയുമല്ല, സഹോദരന്മാർ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അത് ദൈവമക്കൾ വിതച്ചത് കൊണ്ട് നടന്നതല്ലേ. എറണാകുളത്തെ ഹോള് ഉച്ച വരെ എനിക്ക് തോന്നുന്നത് 45,000 രൂപയായിരുന്നു. അതിനുശേഷം പിന്നെ എക്സ്ട്രാ റെൻ്റായിരുന്നു അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. ഓരോന്നിനും അതിൻ്റെ അകത്തെല്ലാം ഒരു കുറവും ഇല്ലാതെ ദൈവം നടത്തി. ദൈവം അത്ഭുതകരമായി നടത്തി. നിങ്ങളെ ദൈവം നിറച്ചത് കൊണ്ടാണ്. ഞാൻ മുന്നോട്ട് പറയുകയാണ്, എപ്പോഴും ഓർത്തോണം, തെറ്റിദ്ധാരണ വരരുതേ. കർത്താവിൻ്റെ നാമത്തിൽ വിതയ്ക്കുന്നതിന് പല ആൾക്കാരും പറയും ഞാൻ ഈ ബ്രദർമാർക്കെല്ലാം കൊടുത്തു അങ്ങനെ പറഞ്ഞ് ശീലിക്കരുത് ആരും കേട്ടോ. നമ്മൾ ഒരു ബ്രദറിനും കൊടുക്കുന്നില്ല, ഒരു ദൈവദാസനും കൊടുക്കുന്നില്ല, ഒരു സഭയ്ക്കും കൊടുക്കുന്നില്ല. ദൈവരാജ്യത്തിൽ വിതയ്ക്കുകയാണ്. അങ്ങനെ പറഞ്ഞ് നിങ്ങൾ ശീലിക്കാവുള്ളൂ, അങ്ങനെ പറഞ്ഞേ നമ്മൾ പഠിക്കാവുള്ളൂ. എപ്പോഴും ഓർത്തോണം. അതുകൊണ്ട് തന്നെ കുഴപ്പമെന്ന് വെച്ചാൽ നമ്മൾ ചിലപ്പോൾ ഏതെങ്കിലും ദേവദാസന്മാരുമായിട്ട് മിക്ക വിശ്വാസി എപ്പോഴും എന്തെങ്കിലുമൊക്കെ സ്വരച്ചേർച്ചകൾ ഉണ്ടാകുമ്പോൾ പറയും ഞാൻ കുറേ കൊടുത്തതാ, കുറേ എൻ്റെ വീട്ടിൽ വന്ന് കഴിച്ചതാ. അങ്ങനെയൊക്കെ ചില ആൾക്കാർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. പലരും പറയും ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒത്തിരി ഞങ്ങൾ മേടിച്ചത്. അപ്പോൾ ആൾക്കാരുടെ ചിന്ത മൊത്തവും നമ്മൾ കൊടുത്തത് കൊണ്ടാണ് അവർ ജീവിച്ചതിൻ്റെ മൈൻഡ് സെറ്റപ്പ് ഉണ്ട്. അങ്ങനെ പറഞ്ഞ് ശീലിക്കരുത്. അത് അപകടമാണ്. ഉള്ള നന്മ പിശാചു അറക്കുകയും മുടിക്കുകയും കൊണ്ടുപോകും. അന്ന് എനിക്ക് തമ്പുരാൻ തന്ന് കൊടുക്കാൻ പറ്റി, അത്രയേ ഉള്ളൂ. ദൈവരാജ്യത്തിന് വേണ്ടി ഞാൻ വിതച്ചു. അത്രേ എപ്പോഴും മനസ്സിൽ കൊണ്ടുവരാവുള്ളൂ, എപ്പോഴും മനസ്സിൽ അങ്ങനെ വരാവുള്ളൂ. അതെപ്പോഴും ഞാൻ പറയുന്നതാണ്. കർത്താവ് നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്നു. മുന്നോട്ട് ഞാൻ എപ്പോഴും പറഞ്ഞല്ലോ, ഈ സുവിശേഷം ലോകമെമ്പാടും വലിയൊരു മിഷൻ ട്രിപ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മൾ ഇപ്പം മുഴുവൻ രാജ്യത്തെയും കവർ ചെയ്തുകൊണ്ട് പരിശുദ്ധാത്മാവ് ലോകമെമ്പാടും ഈ പ്രാർത്ഥന സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുക. പ്രതി ഞാൻ പറഞ്ഞല്ലോ, ഡിസംബർ മാസത്തിൽ നമുക്ക് UK 2 പ്രാർത്ഥനകൾ നടക്കുന്നുണ്ട്. ഒന്ന് ഈസ്റ്റ് കാമിൽ ന്യൂ ഇയർ പ്രയർ നടക്കുന്നുണ്ട്. അതുകൂടാതെ ഈസ്റ്റ് കാമിൽ 2 പ്രാർത്ഥനയാണ്. ഒന്ന് അന്യഭാഷാ പ്രാർത്ഥന നടക്കുന്നു December 20. അതിനുശേഷം അവിടെ നമ്മൾ അടുത്ത പ്രാർത്ഥനയിലേക്ക് പോവുകയാണ്. അങ്ങനെ പല ഇടങ്ങളിലും പ്രാർത്ഥന ക്രമീകരിക്കുന്നു. ഏപ്രിൽ മാസത്തിൽ നമ്മുടെ പ്രാർത്ഥന എപ്പോഴായിരുന്നു? ഏപ്രിൽ മാസത്തിൽ നമ്മുടെ പ്രാർത്ഥനകളെ ക്രമീകരിച്ചിരിക്കുന്നു. അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങൾ ഇപ്പം എന്തിനാ കൃപാവരം ജ്വലിക്കുന്നറിയോ? നിങ്ങൾ ആത്മാക്കളെ പോയി അവരോട് പ്രവചിക്കണം. ബസ്സിൽ യാത്ര ചെയ്യുമ്പം കർത്താവ് നിങ്ങൾക്ക് വെളിപ്പെടുത്തുന്ന രോഗവിവരങ്ങൾ. ഇപ്പം നമ്മൾ കേട്ടാൽ ഇത്രയും സൗഖ്യം കേട്ടോ, നീ കേൾക്കാൻ കിടപ്പുണ്ട് സൗഖ്യങ്ങൾ. നാളെ നമുക്ക് ബാക്കി സാക്ഷ്യം കേൾക്കാം മൊത്തം. ഇപ്പം ഞാൻ പ്രാർത്ഥിച്ച് സമയം കയറിപ്പോകണ്ട. അത്ഭുത സാക്ഷ്യങ്ങൾ തമ്പുരാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു നിങ്ങളുടെ കൂടെ. ഇന്ന് കേട്ടില്ല, അവർ പറഞ്ഞിട്ടില്ല സൗരി 25 വർഷമാണ് രോഗബന്ധനം അഴിഞ്ഞത്. അങ്ങനെ എത്രയോ അത്ഭുത രോഗസൗഖ്യം നമ്മൾ കേട്ടു, കൂട്ട സൗഖ്യങ്ങൾ. ഇത് ലോകം അറിയണോ വേണ്ടോ? നിങ്ങൾ പറയുന്നത് ലോകം അറിയണോ വേണ്ടയോ? അറിയണം. ഇത് ലോകം അറിയണമെങ്കിൽ നിങ്ങൾ മുഖാന്തിരമാണ്. ഒരു ബ്രദറിനെ കൊണ്ട് സാധിക്കത്തില്ല. എന്നാൽ നമ്മൾ എല്ലാവരും ചേർന്നാണ് ക്രിസ്തുവിന്റെ സഭ, ശരീരം. സഭയെന്ന് പറഞ്ഞാൽ ഒരു പള്ളിയല്ല, കർത്താവിന്റെ ശരീരമാണ്. അതുകൊണ്ട് നമ്മൾ വ്യത്യാസമില്ലാതെ നിങ്ങൾ അതിനുവേണ്ടി ജ്വലിപ്പിക്കുവാൻ വേണ്ടിയാണ് പരിശുദ്ധാത്മാവ് ഈ കൂട്ടായ്മ നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങളുടെ ഉള്ളത്തിൽ കഴിഞ്ഞ ദിവസം ആ ദർശനങ്ങളും നിങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ രോഗി സൗഖ്യമായത് കണ്ടോ? നിങ്ങളെ കൊണ്ടത് പ്രാർത്ഥിച്ചപ്പോൾ കൂട്ട സൗഖ്യം പറഞ്ഞില്ലേ, വേദന വിട്ടുമാറി, ആ രോഗം വിട്ടുമാറി. ഇതേപോലെ അനേക ഇടങ്ങളിൽ നിങ്ങളെ പ്രയോജനപ്പെടുത്താൻ വേണ്ടിയാണ് പ്രയർ സ്റ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്യഭാഷ പ്രാർത്ഥന മാത്രമല്ല, അതിനകത്തോട്ട് ആൾക്കാർ കൂടും. ദൈവം കൂട്ടാൻ വേണ്ടി പോവാ. ഞാനിപ്പോൾ നിങ്ങളെ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അപ്പം തെറ്റിദ്ധാരണ വരരുത്. പ്രത്യേകിച്ച് ലോകത്തിൽ ഏറ്റവും വലിയ പ്രശ്നം നടക്കുന്നത് ഈ കാര്യത്തിൽ, ഒറ്റ ഒരു കാര്യത്തിൽ, ദശാംശത്തിന്റെ കാര്യത്തിൽ, സ്വോത്രകാഴ്ചയുടെ കാര്യത്തിലാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം.
അതുകൊണ്ട് എപ്പോഴും ഓർത്തോണേ, അത് നിങ്ങൾ മനസ്സിലാക്കണം. ഒരു പ്രവർത്തനം നടക്കും, അത് ഏത് സഭ ആയിക്കോട്ടെ, അത് കൺവെൻഷൻ ആയിക്കോട്ടെ, അതിൻ്റെ പിന്നിൽ അവരുടെ അധ്വാനമുണ്ട്. അതിൽ കസേര ഇടുന്നവനും പ്രാർത്ഥിക്കുന്ന വ്യക്തിക്കും പാട്ട് പാടുന്ന വ്യക്തിക്കും അതിൻ്റെ അകത്ത് കർത്താവിൻ്റെ വേലയിൽ സുവിശേഷ വേലയിൽ വിതച്ച ധനമായി കൊടുത്ത വ്യക്തിക്ക് എല്ലാം പ്രതിഫലമുണ്ട്. ആരും കുറച്ചവരല്ല, ആരും കുറഞ്ഞവരല്ല, എല്ലാവർക്കും പ്രതിഫലമുണ്ട്. അത് ദൈവം കൊടുക്കും. അവർക്ക് കുടുംബത്തിലും തലമുറയ്ക്കും തമ്പുരാൻ കൊടുക്കും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയോടെ തന്നെ ദൈവസന്നിധിയിൽ മുന്നോട്ട് പോകാം. ഇത് അത്ഭുതത്തിന്റെ സമയമാണ്. കർത്താവ് നമ്മൾ ഇടപെട്ടല്ലോ. വരും ദിവസങ്ങളിൽ നമുക്ക് സാക്ഷി. അപ്പം നാളെ നമ്മുടെ സൺഡേ പ്രാർത്ഥന നടക്കുന്നു. ഈ ഇന്ത്യൻ സമയം 4:30 UK ടൈം 11 മണിയുമാണ് നടക്കുന്ന സമയം. അതിൽ ജോയിൻ ചെയ്യുക. ദൈവം ഇടപെടും. കർത്താവ് നിങ്ങളോട് സംസാരിക്കും. എപ്പോഴും ഓർത്തോണം, പ്രാർത്ഥിച്ചുകൊണ്ടേ വരാവുള്ളൂ. എല്ലാ പ്രാർത്ഥനയിലും നിങ്ങൾ ഒരുക്കത്തോടെ വേണം പറഞ്ഞു, കർത്താവേ എന്നോട് ദൈവം എന്ന് കണ്ടില്ല, എത്രയോ കാര്യങ്ങൾ ഇടപെട്ടു, എത്രയോ വിഷയം നിങ്ങളുടെ വ്യക്തിപരമായി പേഴ്സണൽ കാര്യങ്ങളാണെന്ന് ഓർത്തോണേ. ഞങ്ങൾക്കോ ബ്രദറിനോ പരസ്പരം നമുക്കറിയാൻ ഒരു സാധ്യതയും ഇല്ലാത്ത വിഷയങ്ങളെ പരിശുദ്ധാത്മാ വെളിപ്പെടുത്തുന്നതിൻ്റെ കാരണം നിങ്ങളെ ദൈവം കാണുന്നുണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കണമേ. ഇനി ഒന്നും വെളിപ്പെട്ടില്ലെങ്കിൽ ഭാരപ്പെടരുതേ. ദൈവസന്നിധിയിൽ ദൈവം നമുക്കൊരു സമയം വെച്ചിട്ടുണ്ട്. ഇന്ന് പ്രത്യേകിച്ച് എനിക്ക് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും ശുശ്രൂഷയൊക്കെ ഓർത്ത് നിങ്ങൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. എപ്പോഴും ബ്രദറിനെയും കുടുംബത്തെയും ശക്തമായിട്ട് കർത്താവ് ഇനിയും ഉപയോഗിക്കണം. പൗലോസ്ലീഹ പറഞ്ഞ വാക്ക് ഞാൻ കടമെടുക്കുവാണ്. ഞാൻ അവരുടെ മുമ്പിൽ സുവിശേഷവുമായിട്ട് നിൽക്കുമ്പോൾ എൻ്റെ നാവിൽ കർത്താവിൻ്റെ വചനം വരേണ്ടതിന് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥനയിൽ പോരാടുക എന്നാണ് പൗലോസ്ലീഹ പറഞ്ഞത്. ഒന്ന് ഓർത്ത് നോക്കി. പൗലോസ്ലീഹയ്ക്ക് പ്രാർത്ഥന ആവശ്യമൊന്നും വേണ്ട. 3-ാം സ്വർഗ്ഗത്തോളം പോയ ആളാ, ദൈവത്തെ മുഖാമുഖം കണ്ടയാളാ, ദൂതന്മാരുടെ ഭാഷ അറിയാവുന്നയാളാ. പക്ഷെ പൗലോസ് പറഞ്ഞു ഇനിയും എനിക്ക് പ്രയോജനപ്പെടണമെങ്കിൽ ദൈവമക്കളുടെ പ്രാർത്ഥന ആവശ്യമാണ്. പ്രാർത്ഥിച്ചതുകൊണ്ട് മാത്രമല്ല, പകരം ദൈവാത്മാവിൻ്റെ വലിയ അനേക വിശുദ്ധന്മാർ, അനേകം ആളുകൾ പിന്മാറിപ്പോകുമ്പോൾ അവരെയൊക്കെ നേടാൻ ദൈവം നമ്മളെ ഉപയോഗിക്കും. ഗോഡ് ബ്ലെസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. വൻ കൃപകളാൽ സ്വർഗം നിറയ്ക്കും. ന്യൂ ഇയറിന് വേണ്ടി പ്രിപ്പയർ ആകുക. നമ്മുടെ ന്യൂ ഇയർ മീറ്റിംഗ് നടക്കുന്നത് ഓൺലൈനും ഉണ്ട്, അത് ഓഫ്ലൈനും ഉണ്ട്. നേരിട്ട് UK എത്താൻ കഴിയുന്നവർ, ഞാൻ നിർബന്ധിക്കുന്നില്ല. കാര്യം എനിക്കറിയാം ഒത്തിരി സഹോദരങ്ങൾ മണിക്കൂറുകൾ, ചിലപ്പോൾ നിങ്ങളെ കാണാൻ എനിക്ക് സങ്കടം തോന്നും. കഴിഞ്ഞ ദിവസമൊക്കെ സഹോദരങ്ങൾ 6 മണിക്കൂറോളം കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് അവർ യാത്ര ചെയ്ത് വന്നു. നമ്മുടെ UK മീറ്റിംഗിലേക്ക് വന്നത് 9-10 മണിക്കൂറൊക്കെ യാത്ര ചെയ്ത് അത്രയും മണിക്കൂർ തിരിച്ചു പോയി. സ്റ്റേ പോലും ചെയ്യാൻ അവർക്ക് പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ നിർബന്ധിക്കുന്നില്ല ആരെയും. അത്രയും 10 മണിക്കൂറും ഒക്കെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വന്നവരുണ്ട്. ഞാൻ ചോദിച്ചാൽ പറഞ്ഞു അവരെ തിരിച്ചിരി അങ്ങോട്ട് രാത്രിയിലെ ട്രെയിനുള്ളൂ. അത് രാത്രി 10 കൊച്ചുമൊക്കെ ഉണ്ട്, പിള്ളേരും ഒക്കെ ആയിട്ടാണ് വന്നത്. 10 മണിക്ക് പിന്നെ ട്രെയിൻ കയറിയിട്ട് 6 മണിക്കൂർ കഴിയുമ്പോഴാണ് അവർ ചെല്ലുന്നത്. 7 മണിക്കൂർ കഴിയും. ഒത്തിരി ദൂരം യാത്ര ചെയ്ത് വരുന്നവരുണ്ട്. പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പാണ്, പ്രതിഫലമുണ്ട്. നിങ്ങൾ എന്തെല്ലാം കർത്താവിൻ്റെ നാമത്തിൽ ചെയ്താലും അതിനെല്ലാം പ്രതിഫലമുണ്ട്. നഷ്ടമല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഞാൻ പലപ്പോഴും എനിക്കൊരു ദുഃഖം മാത്രമേ ഉള്ളൂ. പക്ഷേ റിസ്ക് എടുക്കുന്നവർക്ക് അനുഗ്രഹമുണ്ട്. വില കൊടുക്കുന്നവന് വിലപിടിപ്പുള്ളത് കിട്ടും. അതുകൊണ്ട് UK നടക്കുന്ന പ്രാർത്ഥനയുണ്ട്, ന്യൂ ഇയർ പ്രയർ ഉണ്ട്. അതിൽ താല്പര്യമുള്ളവർ, എത്തുവാൻ സാധിക്കുന്നവർ നേരത്തെ അറിയിക്കണം. വരുന്നവരുണ്ടെങ്കിൽ അനുസരിച്ച് ക്രമീകരണങ്ങൾ ചെയ്യേണ്ടതായിരിക്കും. അത് ഓൺലൈൻ പ്രാർത്ഥനയുണ്ട്, അതിൽ പങ്കുചേരുക. പുതിയ വർഷത്തിലേക്ക് നമുക്ക് കർത്താവിൻ്റെ വലിയ ആലോചനയായിട്ട്, കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ആലോചന ഏതായിരുന്നു? ഓർമ്മയുണ്ട് ആർക്കെങ്കിലും? ദൈവാത്മാവ് തന്ന ഒരു ആലോചന ഏതായിരുന്നു? എറൈസ് സൺഷൈൻ. അതുപോലെ നമ്മൾ പ്രകാശിച്ചു അല്ലേ? 2025 പ്രകാശിച്ചു. വളരെ ശക്തമായിട്ട് തന്നെ ദൈവം നമ്മൾക്ക് പ്രകാശത്താൽ നിറച്ചു. ഒത്തിരി ആൾക്കാരുടെ ജീവിതത്തിൽ അന്ധകാരത്തെ നീക്കുവാൻ സഹായിച്ചു. പുതിയ വർഷവും ദൈവം തരും. നമുക്ക് പ്രാർത്ഥനയോടെ ആലോചനയിലും ദൈവസന്നിധിയിൽ ശക്തിയോടെയും കയറാം. വൻ കൃപകളാൽ നിറയ്ക്കും. പ്രത്യേകിച്ച് കൊല്ലത്തുള്ളവരും തിരുവനന്തപുരത്തുള്ളവരും ഒക്കെ പ്രയർ സ്റ്റേഷൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കുന്ന എനിക്കറിയാം. നിങ്ങൾ അതിൻ്റെ ഫീഡ്ബാക്ക് എനിക്ക് പറഞ്ഞു തരിക. ഗ്രൂപ്പിൽ നിങ്ങൾ എവിടെയാണ് നമുക്ക് ക്രമീകരിക്കേണ്ടത്. എൻ്റെ ആഗ്രഹം ഡിസംബർ മാസം ന്യൂ ഇയറിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ നമുക്ക് ആ പ്രവചന നിവൃത്തിയിലേക്ക് നമുക്ക് കയറാം. ഗോഡ് ബ്ലെസ് യു. കർത്താവ് നിങ്ങളെ സഹായിക്കുന്ന വൻകൃപയ്ക്ക്. പ്രത്യേകിച്ച് ലൈവിൽ ജോയിൻ ചെയ്തവരെ, ഭവനത്തിൽ സ്വാതന്ത്ര്യമില്ലാത്ത ഒത്തിരി പേര് പരാതി പറയും, ബ്രദറെ എൻ്റെ വീട്ടിൽ ആഗ്രഹമുണ്ട് എനിക്ക് സൂമിൽ കയറണം, പക്ഷേ എനിക്ക് പലപ്പോഴും യൂട്യൂബിലെ പറ്റുന്നുള്ളൂ. നിങ്ങൾക്ക് കർത്താവ് സ്വാതന്ത്ര്യം തരും. ഇന്ന് കൂട്ടായ്മ ആചരിപ്പാൻ എനിക്കറിയാം നിങ്ങൾ മുടങ്ങാതെ എല്ലാ ദിവസവും യൂട്യൂബിൽ കാണുന്നവരുണ്ട്, ലൈവിൽ ജോയിൻ ചെയ്തവരുണ്ട്, ജോലിക്കിടക്കിയിരുന്ന് ചെയ്യുന്നവരുണ്ട്, മ്യൂട്ട് മാറ്റാൻ കഴിയാത്തവരുണ്ട്. ആലോചന ഇടപെടാൻ പലപ്പോഴും ബ്രദർ എനിക്ക് ജോലിക്കിടക്കി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഭർത്താവ് കൂടെയുണ്ട്, പറ്റത്തില്ല. പക്ഷെ നാളെ ഇതെല്ലാം മാറും കേട്ടോ. അവസ്ഥകളൊക്കെ മാറും. നമുക്ക് ഒരുമിച്ച് ആരാധിക്കാൻ ദൈവം കൃപ തരും. ലോകമെമ്പാടും കർത്താവിൻ്റെ നാമത്തിൽ കൂടുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. ഗോഡ് ബ്ലെസ് യു പ്രിയരെ. നമുക്ക് നാളെ വീണ്ടും ഒരുമിച്ച് കൂടാം. ഇന്ന് ലൈവിൽ കാണുന്നവരെയും സൂമിൽ കൂടിയവരെയും എല്ലാം ബ്ലെസ് ചെയ്യുന്നു. പ്രത്യേകിച്ച് കർത്താവിൻ്റെ വേലയിൽ വിതച്ചവരെ ഞാൻ അനുഗ്രഹിക്കുന്നു. നിങ്ങൾ വളരെ അനുഗ്രഹമാണ്. പിന്നെയും വിതയ്ക്കുക. ഞാൻ പ്രോത്സാഹിപ്പിക്കുന്ന എല്ലാ മാസവും ജോലിയിൽ നിന്നും ഒരു ശേഷിപ്പ് നിങ്ങൾ മാറ്റിവെക്കണം. ഞാൻ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കും. അത് മാറ്റിവെച്ച് ഞാൻ ഒരു കുടുക്കകത്തോ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ മാറ്റിവെക്കുക. അത് പ്രാർത്ഥിക്കുക.
കർത്താവെ, ഇത് വെറുതെ പോകാതെ ഇത് ദൈവരാജ്യത്തിൽ പ്രയോജനം, അനേക ആത്മാക്കളോട് സുവിശേഷം പറയുവാൻ, അനേക ഇടങ്ങളിൽ കൂടുതൽ കൂടുതൽ വ്യാപ്തിയിലേക്ക് പോകുവാൻ ഞങ്ങളെ ഉപയോഗിക്കണം. കർത്താവ്, വേലയിൽ വിതച്ചവരെ ഞാൻ ബ്ലസ് ചെയ്യുന്നു. വാരി വിതറി കൊടുക്കുവാൻ സമൃദ്ധി അവർക്കുണ്ടാകുന്നല്ലോ. അവരുടെ നന്മ വർദ്ധിക്കട്ടെ, അവരുടെ വരുമാന മാർഗം വർദ്ധിക്കട്ടെ. കർത്താവെ, ഞങ്ങൾ ഇപ്പോൾ അനുഗ്രഹിക്കുമ്പോൾ തന്നെ ആകാശത്തിന്റെ കിളി മിറക്കിൾ മണി റിലീസ് ചെയ്യുന്നപ്പ, മിറക്കിൾ മണി റിലീസ് ചെയ്യുന്നു. മിറക്കിൾ മണി അവരുടെ ജോലിയിൽ, ബിസിനസ്സിൽ വർധനവുണ്ടാകട്ടെ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് നിങ്ങളെ അത്ഭുതകരമായി നടത്തുന്ന കൃപയ്ക്ക് നന്ദി പറയുന്നു. നമുക്ക് ലൈവിൽ കണ്ടവരൊക്കെ ഞാൻ അനുഗ്രഹിക്കുന്നു. നാളെ നമുക്ക് ഒരുമിച്ച് കൂടാം. നാളത്തെ മീറ്റിംഗ് മിസ്സാക്കരുതേ. പരിശുദ്ധാത്മാവ് നിങ്ങളോട് ഇടപെടുക തന്നെ ചെയ്യും. കർത്താവ് വിശ്വസ്തൻ, ദൈവം വാക്കുമാറാത്തവൻ, അവൻ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനും എന്നേക്കും